Hello students, good afternoon. Everybody welcome to one shot series. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. വൺ ഷോട്ട് സീരീസ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാമെന്ന്. ഇതിനകത്ത് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒന്നും തന്നെ ഇല്ല. നമ്മൾ തിയറി ഒക്കെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ നമ്മൾ പറയുള്ളൂ. ഇതിനകത്ത് ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രം, ഓരോ പേജിലും ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ, ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ, ഇങ്ങനെ ഒരു 50-55ഓളം ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. 2 hours കൊണ്ട് ചെയ്യാവുന്നതിനേക്കാൾ ഒരുപാട് കൂടുതലാണ് 55 ക്വസ്റ്റ്യൻസ് എന്ന് നമുക്കറിയാം. പക്ഷെ അതൊന്നും ഞാൻ നോക്കിയിട്ടേ ഇല്ല. കാര്യം ഒന്നുകിൽ സമയം ആദ്യം തീരും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആദ്യം തീരും. അത് ക്വസ്റ്റ്യൻസ് ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. സമയം തീർന്ന് ബാക്കി ക്വസ്റ്റ്യൻസ് അവിടെ കിടക്കുകയാണെങ്കിൽ കിടന്നോട്ടെ. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശം. വി ഹാവ് 2 hours ഇൻ അവർ ഹാൻഡ്സ്. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. അത് വളരെ ടഫ് ആയിട്ടുള്ള JEE മെയിൻ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ഇതിനകത്തേക്ക് എടുത്തേക്കുന്നത്. ഒരു ആവറേജ്, ജസ്റ്റ് എബോ ആവറേജ് ക്വസ്റ്റ്യൻസ്. നമുക്ക് കുറെ ക്വസ്റ്റ്യൻസിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ കുറെ ഐഡിയാസ് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എക്സാമിന് വരുമെന്നോ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെ പഠിച്ചു പോയി എഴുതാൻ പറ്റുമെന്നോ അങ്ങനെ ഒരു തരത്തിലുള്ള ഫേക്ക് പ്രോമിസ് നമ്മൾ ഇവിടുന്ന് തരുന്നില്ല. ഈ ക്വസ്റ്റ്യൻസിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴേക്ക് നമുക്ക് ഫംഗ്ഷൻസിന് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, ഫംഗ്ഷൻസിലുള്ള ബേസിക് ടെർമിനോളജീസ് ലൈക്ക് ഡൊമൈൻ, റേഞ്ച്, പീരിയോഡ്, ഈവൺ ഫംഗ്ഷൻ, ഓഡ് ഫംഗ്ഷൻ, 1-1, മെനി 1, ഇൻടു, ഓൺ ടു, ഇതുപോലുള്ള കോൺസെപ്റ്റിലൂടെയൊക്കെ ഒന്നുകൂടി കടന്നു പോകാനുള്ള, ജസ്റ്റ് ലൈക്ക് റിവിഷൻ, അതിലൂടെയൊക്കെ ഒന്നിങ്ങനെ കടന്നു പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഓരോ ക്വസ്റ്റ്യനിൽ നിന്നും ആ ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റുകളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ക്വസ്റ്റ്യനിൽ അതിന്റെ ആൻസർ അല്ല അതിന്റെ മാത്രം പ്രൊസീജിയർ പഠിക്കുക എന്നുള്ളതിലുപരി ജനറലി സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നാൽ അത് ചെയ്യാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളിടത്തേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. അതാണ് ഈ ഒരു ക്ലാസിന്റെ ഉദ്ദേശം. സോ ക്വസ്റ്റ്യന്റെ എണ്ണം, ക്വാളിറ്റി ഒന്ന് കുറച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടിയേക്കാണ്. എണ്ണം ഒരുപാട് കൂട്ടിയേക്കാണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലൂടെ 1 by 1 ആയിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ ചെറിയ ഐഡിയാസ് ഓരോരോ ക്വസ്റ്റ്യനിലും നമുക്ക് കിട്ടും. ഇത് മതി ഇങ്ങനെ കിട്ടുന്ന. അത് JEE മെയിനിന് നിങ്ങൾ പോകുന്ന സമയത്ത് ഇതുപോലത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല അവിടെ ഒരിക്കലും ഉണ്ടാവുക. അവിടെ മൾട്ടിപ്പിൾ കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇവിടെ സിംഗിൾ കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഈ സിംഗിൾ കോൺസെപ്റ്റുകൾ പഠിച്ച് റെഡി ആയിട്ട് ഇതാണ് നമ്മൾ മൾട്ടിപ്പിൾ കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ വലിയ ക്വസ്റ്റ്യനുകളിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് വലിയ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആക്ച്വലി വലിയ ക്വസ്റ്റ്യൻസ് അല്ല. ഒരുപാട് ചെറിയ ക്വസ്റ്റ്യൻസുകളെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടാണ് ഈ വലിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. നമുക്കതിങ്ങനെ വലിയ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കിയാൽ അത് മനസ്സിലാവും. ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫംഗ്ഷൻസിൽ നിന്നായിരിക്കും. എന്നിട്ട് പോയി അവസാനത്തെ ഒരു സ്റ്റെപ്പിൽ ചിലപ്പോൾ അതിന്റെ മാക്സിമം മിനിമം അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അവസാനം കിട്ടുന്ന വേറെ എന്തെങ്കിലും ഒരു സംഭവം എടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറയുന്നുണ്ടാവും. ഇങ്ങനെ മൾട്ടിപ്പിൾ കോൺസെപ്റ്റ് ആണ്. ഈ മൾട്ടിപ്പിൾ കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് ശരിയാവണമെങ്കിൽ, മൾട്ടിപ്പിൾ കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുന്നേ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നല്ല തറോ ആവണം. സോ അതാണ് ഇന്നത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഐ ഹോപ്പ് എവറിബഡി ഈസ് റെഡി. എല്ലാവരും വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ ഒരു സാധാരണ ഒരു വീഡിയോ കാണുന്നത് പോലെ അങ്ങനെ ഇരിക്കരുത്. എല്ലാവരും ഇവിടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പബ്ലിക് പുറത്തുള്ള യൂട്യൂബിലൂടെ പബ്ലിക് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും എല്ലാവരും ഒരു നോട്ട് പുസ്തകമോ അല്ലെങ്കിൽ ഒരു പെന്നും, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു പെന്നും കടലാസും ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇരിക്കുക. എന്നിട്ട് ഇവിടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യും. ആ ക്വസ്റ്റ്യൻ അപ്പോഴേ നിങ്ങൾക്ക് കാണാനും ചെയ്യാനും ഒക്കെ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്തു തുടങ്ങിക്കോളൂ. നിങ്ങളൊന്നും നോക്കേണ്ടതില്ല. ആൻസേഴ്സ് കിട്ടിയ ഉടനെ നിങ്ങൾ മത്സരിച്ച് ഇവിടെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ആൻഡ് എന്നിട്ട് നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യന് വേണ്ടി വെയിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയാം, നിങ്ങൾ ചെയ്തു, എന്നിട്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ചെയ്യുന്നത് വേറെ മെത്തേഡിലായിരിക്കും. ആ മെത്തേഡ് നിങ്ങൾക്ക് അറിയില്ലേ, അതും നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. അത് ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യനിൽ, അതായത് ഒരു മെത്തേഡ് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ചില ഐഡിയാസ് ഉണ്ടാവും. ആ ഐഡിയാസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വേറെ നിങ്ങൾക്ക് കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ അതൊരു പക്ഷേ യൂസ്ഫുൾ ആയേക്കാം. ഇതൊക്കെ പൊതുവിൽ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യങ്ങളാണ്. അത് തന്നെ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് വേഗം തുടങ്ങാം. സോ എവറിബഡി വൺസ് അഗൈൻ വെൽക്കം ടു ഫങ്ഷൻസ്. ഫങ്ഷൻസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ചാപ്റ്റർ. വളരെ ലെങ്തി ആണ്. ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട്. നമ്മളൊരു NCERT പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് പറയുന്ന ഒരു ചെറിയ ചാപ്റ്റർ ആണ് ഇത് നമുക്ക് പൊതുവിൽ തോന്നുമെങ്കിലും ഒരു JEE പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുമ്പോൾ ഇത് വളരെ വലിയ ചാപ്റ്റർ ആണ്. ഇതിനകത്തുള്ള ഐഡിയാസ് അത് ഈ ചാപ്റ്ററിൽ മാത്രം നിൽക്കുന്നതല്ല. നിങ്ങൾക്ക് ഫംഗ്ഷൻസ് നല്ല സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രിഗ്നോമെട്രി പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ട്രിഗ്നോമെട്രിയിലുള്ള ഈ 6 ഫംഗ്ഷൻസ് അത് നമ്മൾ പറയുന്നത് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് എന്നാണ്. അപ്പോൾ ഈ സൈൻ, കോസ്, ടാൻ ഒക്കെ ഇതിനൊക്കെ എന്തുണ്ട്, ഡൊമൈൻ ഉണ്ട്, റേഞ്ച് ഉണ്ട്, പീരിയോഡ് ഉണ്ട്. അത് ചിലപ്പോൾ ഇൻക്രീസിംഗ് ആയിരിക്കും, ഡിക്രീസിംഗ് ആയിരിക്കും, 1-1 നേച്ചർ ഉണ്ടാവും, ഓൺ ടു നേച്ചർ, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഈ ഫംഗ്ഷൻസിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിൽ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാം. ഈവൻ യു കൻ അപ്ലൈ ഇൻ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ്. പിന്നെ കാൽക്കുലസിലേക്ക് എന്നാ പറയേണ്ട, ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, ഈ പറയുന്ന ടെർമിനോളജീസ് എല്ലാം ഫംഗ്ഷൻസിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ആണ്. ഇന്റഗ്രേഷൻ വൺസ് അഗൈൻ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് വന്നാൽ അവിടെയും റിലേഷൻസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ്, മോസ്റ്റ്ലി ഫംഗ്ഷൻസ് തന്നെ. ഫംഗ്ഷൻസ് ആണ് സിലബസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മുഴുവൻ കൈയാളി വെച്ചേക്കുന്നത്. ഇത്രയൊക്കെ മതി ഫംഗ്ഷൻസിനെ പറ്റി തള്ളി മറിച്ചു എന്ന് തോന്നുന്നു. സോ ലെറ്റ്സ് ബിഗിൻ. കുറെ സമയം ഞാൻ ഇത് പറയുന്നു, തുടങ്ങാൻ. ഇനി നമുക്ക് ശരിക്കും തുടങ്ങാം. സോ വാട്ട് ഈസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? fx is equal to 7 raised to 1 plus log x divided by x raised to log 7. എന്നിട്ട് ക്വസ്റ്റ്യൻ f of 2015 ആണ്.
ഇത് 2015 ഏതെങ്കിലും എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആവാനാണ് സാധ്യത. പിന്നെ ജെയിലെ ക്വസ്റ്റ്യനിൽ A++, ഇപ്പോഴത്തെ JEE മെയിനിലൊക്കെ അങ്ങനെ കാണാറുണ്ട്. ഏത് വർഷമാണോ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് ആ ഇയർ ഇങ്ങനെ ക്വസ്റ്റ്യന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ വെതറി വെക്കുക, ഒരു തമാശക്ക് ചെയ്യുന്നതാണ്. യെസ്, എന്തായാലും നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന്. ആദ്യമേ തന്നെ ഞാൻ പറയുന്നത് ഇതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷൻ കണ്ടിട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കുട്ടികൾ നോർമലി ചെയ്യുക, ഇവിടെ 7⁻1 + log xന്റെ ഈ എക്സിന്റെ സ്ഥലത്ത് 2⁻15 കൊടുക്കും, താഴെയുള്ള എക്സിനും 2⁻15 കൊടുക്കും. എന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്യാൻ പല മെത്തേഡ്സ് നോക്കും. മിക്കപ്പോഴും അതിങ്ങനെ ഫെയിലിയർ ആയിരിക്കും. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് മാറ്റി ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് പൊതുവിൽ ഈ ക്വസ്റ്റ്യൻ ഒക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ടഫായി പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ലോഗരിതത്തിന്റെ ഒരു പ്രോപ്പർട്ടി നമുക്കറിയണം. A⁻log c⁻b, അതായത് A⁻ന്റെ പവറിൽ log c⁻c ഉണ്ടെങ്കിൽ, log c⁻b ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എയും സിയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വാട്ട് വി ഗെറ്റ് ദിസ് ഇസ് ഈക്വൽ ടു c⁻log of A⁻b. ഇത് രണ്ടും സെയിം ആണ്. അതായത് A⁻log c⁻b തന്നെയാണ് c⁻log of A⁻c. യെസ്, അപ്പൊ എല്ലാവരും പഠിച്ചു എന്ന് തോന്നുന്നു. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2⁻log 5�3നെ നമുക്ക് എന്ത് എഴുതാം? 5⁻log 2�3 എഴുതാം. ഏറ്റവും താഴെയുള്ള ഈ നമ്പറും ഏറ്റവും മുകളിലിരിക്കുന്ന ഈ നമ്പറും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. അതിന് പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പ്രൂഫിലേക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല. അഗൈൻ ഞാൻ പറഞ്ഞല്ലോ, ഇത് 1 ഷോട്ട് ആണ്. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ 7⁻1 + log xനെ 7 × 7⁻log x എഴുതാം. എന്നിട്ട് ഈ എക്സും 7ഉം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. അതോടെ ഡിനോമിനേറ്ററിൽ x⁻log 7 വരും, ന്യൂമറേറ്ററിലും x⁻log 7 വരും. അത് രണ്ടും കൂടി ക്യാൻസൽ ആവും. എന്നിട്ട് പിന്നെ ബാക്കി ഉണ്ടാവും 7⁻1 ആണ്. ആ 7⁻1 എന്ന് പറഞ്ഞാൽ 7 തന്നെയാണ്. അതുകൊണ്ട് അതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയി. പിന്നെ എക്സിന് 2015 അല്ല 2016, 2017 ഏത് വാല്യൂ കൊടുത്താലും ഇത് 7 തന്നെയാണ്. ഓപ്ഷൻ 2 എന്ന് കിട്ടും. എഴുതി കാണിച്ചു തരാം. നോക്കാം. fx is equal to 7⁻1 + log x all divided by x⁻log 7. This is equal to 7⁻1 + log x is 7 × 7⁻log x all divided by, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, x⁻log 7നെ 7⁻log x എന്ന് എഴുതാം. And we can cancel this 7⁻log x versus 7⁻log x. This is simply 7. That means fx equal to 7 for all x belongs to R+. പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന് മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ. കാര്യം log x നമ്മൾ സിംപ്ലിഫൈ ചെയ്തെങ്കിലും ആ ഫംഗ്ഷന്റെ ഇനീഷ്യൽ ഡെഫിനേഷനകത്ത് ഒരു log x ഉണ്ടായിരുന്നു. ആ log x ഡിഫൈൻഡ് ആവണമെങ്കിൽ x പോസിറ്റീവ് ആവണം. ഫോർ ഓൾ x ബിലോങ്സ് ടു R+, അല്ലെങ്കിൽ ഫോർ ഓൾ x ഗ്രേറ്റർ ദാൻ 0 എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ ഇതിന്റെ ഡൊമൈൻ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. 7ലേക്ക് സിംപ്ലിഫൈ ചെയ്ത കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അല്ലേ, കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഡൊമൈൻ ഫുൾ റിയൽ നമ്പേഴ്സ് അല്ലേ, അങ്ങനെ ചോദിക്കരുത്. അതിവിടെ ഈ ക്വസ്റ്റിന് വലിയ റെലവൻസ് ഒന്നുമില്ല, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. നൗ f of 2015 ഇതൊരു പോസിറ്റീവ് നമ്പർ ആണ്. ദിസ് ഇസ് ഈക്വൽ ടു 7. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ f of -2015 ആയിരുന്നു ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ അത് 7 പറഞ്ഞാൽ തെറ്റാണ്. അത് നിങ്ങൾ പറയേണ്ടത് അൺഡിഫൈൻഡ് എന്നാണ്. ബിക്കോസ് ദിസ് -2015 ഈസ് ഔട്ട്സൈഡ് ദി ഡൊമൈൻ. അതായത് ഈ ഫംഗ്ഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് 7 ആക്കി എന്ന് വിചാരിച്ച് അതിന്റെ ഡൊമൈൻ ഫുൾ റിയൽ നമ്പേഴ്സ് ആവില്ല. പഴയ വേർഷനിൽ എത്രയാണോ അതിന്റെ ഡൊമൈൻ ഉണ്ടായിരുന്നത് അത് തന്നെയായിരിക്കും ഡൊമൈൻ ഒരിക്കലും ഫംഗ്ഷനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡൊമൈൻ ചേഞ്ച് ചെയ്യരുത്. ഓക്കെ, ഇനി ഇത് ഈ ക്വസ്റ്റിന്റെ ഭാഗമൊന്നുമില്ല, വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. കാര്യം നിങ്ങൾ എക്സാമിന് ചെല്ലുന്ന സമയത്ത് ഇനി f of -2015 ആണെങ്കിൽ അതും കോൺസ്റ്റന്റ് ഫംഗ്ഷൻ 7 അല്ലേ, 7 എന്ന് എഴുതി വെക്കാം എന്ന് വിചാരിക്കരുത്. അവിടെ നിങ്ങൾ അത് അൺഡിഫൈൻഡ് ആണ് എന്ന് തന്നെ പറയണം. സോ ലെറ്റ് us go back and answer is option 2. എന്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്, അത് 7 തന്നെയാണ് ഇവിടെ തന്നേക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ് us go forward. What is next question? fx is equal to cos square x plus sin raised to 4x divided by sin square x plus cos raised to 4x. എന്റെ ക്ലെയിം എന്ന് പറയുന്നത് ആ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആക്ച്വലി സെയിം ആണ്. ഇങ്ങനെ കാണുന്ന സമയത്ത് സെയിം ആയിട്ട് തോന്നില്ല. നമ്മൾ ന്യൂമറേറ്ററിൽ കോസിനല്ലേ സ്ക്വയർ അല്ലേ, സൈൻ റൈസ് ടു 4 അല്ലേ, ഡിനോമിനേറ്ററിൽ നേരെ തിരിച്ചല്ലേ, അതുകൊണ്ട് ഇത് രണ്ടും ഡിഫറന്റ് ആണ് നമുക്ക് പെട്ടെന്ന് തോന്നും. പക്ഷെ ഒരു ചെറിയ ട്രിഗണോമെട്രിക് റിസൾട്ട്, ഈ കോസ് സ്ക്വയർ എക്സിന് പകരം 1 - sin square x കൊടുക്കുക, അതുപോലെ സൈൻ സ്ക്വയർ എക്സിന് പകരം 1 - cos square x കൊടുക്കുക. അങ്ങനെ ചെയ്താൽ ഇത് രണ്ടും സെയിം ആണ്, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഐ വിൽ ഷോ യു ദ സ്റ്റെപ്സ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. fx is equal to, what is that, cos square x plus sin raised to 4x all divided by sin square x plus cos raised to 4x is equal to, this cos square x is 1 - sin square x plus sin raised to 4x
all divided by this sin square x is 1 minus cos square x plus cos raised to 4x. And what are the common factors here? In numerator, you can take out sin square x. From sin square x and sin raised to 4x, you will be able to take out a common factor of sin square x. So this is 1 minus of sin square x into, after taking out this sin square x, we will get 1 minus sin square x again, all divided by 1 minus of cos square x into, again, 1 minus cos square x. Now you may observe this. This 1 minus sin square x is again cos square x, and this 1 minus cos square x is again sin square x. അതവിടെ തിരിച്ചു മാറ്റി കൊടുക്കുക. അങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. 1 minus sin square x and cos square x and 1 minus cos square x and sin. എല്ലാവർക്കും അറിയാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയാസ് ആണ് ഇതൊക്കെ. So this is equal to 1 minus that sin square x is already there into this 1 minus sin square x is cos square x, all divided by 1 minus cos square x into this 1 minus cos square x is sin square x. ഇനി ഒന്നുകൂടെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. In numerator you have 1 minus sin square x cos square x, in denominator also the same thing, exactly the same thing, 1 minus cos square x sin square x. അപ്പോൾ രണ്ടും കൂടി നമുക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. And we will get an answer is equal to 1. So this is also a constant function. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ ഇതും കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് for all x belongs to r തന്നെ എടുക്കാം. For all x belongs to r. കാര്യം ഇവിടെ ഇനീഷ്യൽ ഫോമിൽ ഈ ഫംഗ്ഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് അതുപോലെ സൈൻ റേസ് 4x കോസ് റേസ് 4x ഒക്കെയാണ്. ഇവരുടെ ഡൊമൈൻ ഫുൾ റിയൽ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഡൊമൈൻ ഫുൾ റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ഈ 1 കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഡൊമൈൻ ഫുൾ റിയൽ നമ്പേഴ്സ് എടുക്കാം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ അങ്ങനെ എടുക്കാതിരുന്നതിന്റെ റീസൺ അവിടെ ലോഗ് എക്സ് ഉണ്ടായിരുന്നു. ലോഗ് എക്സിന്റെ ഡൊമൈൻ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് മാത്രമാണ്. അതുകൊണ്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് 7 കിട്ടിയാലും ഡൊമൈൻ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് മാത്രമേ എടുക്കാവൂ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇതൊന്നും വേണ്ട. എന്നാലും നമ്മൾ അതിന്റെ മാക്സിമം പോസിബിലിറ്റി എവിടെയൊക്കെയാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നതെന്നും കൂടെ മുൻകൂട്ടി കണ്ട് പറയുന്നതാണ്. എനിവേ ഇവിടെ ക്വസ്റ്റ്യൻ f of 2016 ആണ്. സിംപ്ലി we don't bother. Again function is constant. Whatever the value we are giving for x, we will get the same 1. Option 1 is the best key. മക്കളെ കിട്ടുന്നുണ്ടോ? Anybody? കിട്ടുന്നുണ്ടോ? സാർ എഴുതുന്നത് ക്ലിയർ ആകുന്നില്ല. അതെന്താ ക്ലിയർ ആകാത്തെ? ഓക്കെ, അതെന്റെ സൈനും കോസും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഞാൻ സൈൻ എന്ന് എഴുതുക ഇങ്ങനെയാണ്. ഇതാണ് സൈൻ, SIN. ഞാൻ കോസ് എന്ന് എഴുതുക ഇങ്ങനെയാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചാൽ അത് എനിക്കറിയില്ല. ഞാൻ പണ്ട് +2 പഠിക്കുന്ന സമയത്ത് എൻ്റെ സൈനും കോസും ഒക്കെ ഇതുപോലെ നിങ്ങൾക്ക് എഴുതുന്ന പോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എപ്പോഴോ ഒരു പോയിന്റിൽ ഇത് ഇങ്ങനെയൊക്കെ വേഗം എഴുതേണ്ടി വന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പൊ ഇനി മുതൽ അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുക. ദിസ് ഇസ് മൈ സൈൻ ആൻഡ് ദിസ് ഇസ് മൈ കോസ്. അത് നിങ്ങൾ നോക്കി വെക്കുക. അപ്പൊ അതേപോലെ സിമ്പിൾ കാണുമ്പോൾ സൈൻ ആണെന്നും കോസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. വേറെ വഴിയില്ല. ഞാൻ ശ്രമിക്കാം ഇങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടി, പക്ഷെ കയ്യിൽ നിന്ന് പോകും. സോ ലെറ്റ്സ് ഗോ ഫോർവേഡ്. അപ്പോൾ ഇവിടെ ആൻസർ 1 ആണ്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റേഞ്ച് ഓഫ് fx is equal to 1 by 1 minus 2 cos x. ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് എലിമെന്ററി മാനിപ്പുലേഷൻ. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനെ നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്ത് ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നെഗറ്റീവ് എടുക്കുക, 1 ആഡ് ചെയ്യുക, റെസിപ്രോക്കൽ എടുക്കുക, ഇങ്ങനെയുള്ള ചെറിയ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷന്റെ വാല്യൂയിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെ നമ്മൾ അതിന്റെ ഇന്റർവെല്ലിൽ ഇങ്ങനെ കീപ്പ് ചെയ്ത് ഇങ്ങനെ എഴുതി പോകുന്ന ഒരു രീതിയാണ് നമ്മൾ മാനിപ്പുലേഷൻ എന്ന് പറയാം. അതാണ് നമുക്ക് കയ്യിലുള്ള ഒരു സാധനത്തിനെ നമുക്ക് ആവശ്യമുള്ള മറ്റൊന്നാക്കി മാറ്റുക. അപ്പൊ കയ്യിലുള്ള സാധനം ഏതാണ് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയം വരും. ഇവിടെ ഒരു cos x ഉണ്ട്, ആൻഡ് വി നോ ദാറ്റ് cos x is always in between -1 to 1. The range of cos x is -1 to 1. sin x അങ്ങനെ തന്നെയാണ്. ഇതേ ക്വസ്റ്റ്യനിൽ sin x ഈ cos x ന് പകരം sin x ആയിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസറിൽ ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ cos x -1 to 1 ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ cos x അല്ലല്ലോ, 1 by 1 minus 2 cos x ആണ്. എന്ന് വെച്ചാൽ ഈ cos x ന്റെ മുകളിൽ നമ്മൾ ചില ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് ഈ cos x ഉണ്ടായിരുന്ന -1 to 1 നിന്ന് അത് ചേഞ്ച് ആയി ഈ ഓപ്പറേഷൻസ് എല്ലാം തീരുമ്പോൾ എവിടെ ചെന്ന് നിൽക്കും എന്ന് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നതിനെയാണ് നമ്മൾ എലിമെന്ററി മാനിപ്പുലേഷൻ എന്ന് വിളിക്കുക. പേരൊന്നും കേട്ടിട്ട് ഞെട്ടണ്ട. അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് സ്ലൈഡ്സ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ സിമിലർ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവിടെയൊക്കെ ഈ എലിമെന്ററി മാനിപ്പുലേഷൻ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻ ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണ കിട്ടും. പിന്നെ ഇതിലില്ലാത്ത ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ ആഗ്രഹം. സോ ലെറ്റ്സ് ട്രൈ. ഈ ക്വസ്റ്റ്യനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ ഫംഗ്ഷന് എങ്ങനെയാണ് ഇതിന്റെ ഒരു ഓപ്പറേഷണൽ സീക്വൻസ് എന്താണെന്ന് നോക്കണം. അതായത് ഒരു എക്സ് എന്ന് പറയുന്ന വാല്യൂ ഈ ഫംഗ്ഷനിലേക്ക് നമ്മൾ പാസ് ചെയ്താൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് അവിടെ നടക്കുക, അത് ഏത് ഓർഡറിലാണ് നടക്കുക എന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സോ 1 by 1 minus 2 cos x എന്ന് വെച്ചാൽ പണ്ട് ഒരു എക്സ് ഉണ്ടായിരുന്നു. ആ എക്സിനെ നിങ്ങൾ ഈ ഫംഗ്ഷനിലേക്ക് കൊടുക്കുമ്പോൾ ആദ്യം അതിന്റെ കോസ് എടുക്കും, എന്നിട്ട് അതിനെ ഡബിൾ ആക്കും, എന്നിട്ട് അതിനെ നെഗറ്റീവ് ആക്കും, എന്നിട്ട് അതിലേക്ക് ഒരു 1 ആഡ് ചെയ്യും, എന്നിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുക്കും. എല്ലാ ക്വസ്റ്റ്യനിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓരോ ഫംഗ്ഷനും ഓരോ ഓപ്പറേഷണൽ സീക്വൻസ് ആണ് ഉണ്ടാവുക. എക്സ് അങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സിനെ ഏതൊക്കെ ഓപ്പറേഷൻസിന് വിധേയമാക്കും, ഏത് ഓർഡറിൽ, ആദ്യം ഏത് ഓപ്പറേഷൻ പിന്നെ ഏത് ഓപ്പറേഷൻ,
അങ്ങനെ ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്നും അതിന്റെ ഓർഡർ ഏതാണെന്നും ആദ്യം ഐഡന്റിഫൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ 1/1 + x², ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. ഒരു എക്സ് പാസ് ചെയ്താൽ ഫസ്റ്റ് ഓഫ് ഓൾ വി സ്ക്വയർ ഇറ്റ്, ദെൻ വി ആഡ് എ 1, ദെൻ വി ടേക്ക് ദി റെസിപ്രോക്കൽ. അതുപോലെ തന്നെ സൈൻ ഓഫ് x² + 2, ഈ ഫംഗ്ഷന്റെ ഓപ്പറേഷണൽ സീക്വൻസ് നമുക്ക് കണ്ടുപിടിക്കാം. എക്സ് പാസ് ചെയ്താൽ ആദ്യം അതിനെ സ്ക്വയർ ചെയ്യും, എന്നിട്ട് അതിലേക്ക് 2 ആഡ് ചെയ്യും, ആഫ്റ്റർ ദാറ്റ് വി ടേക്ക് ദ സൈൻ. ഇങ്ങനെ ഏത് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് നോക്കി പറയാൻ പറ്റും. ഇഫ് എക്സ് ഈസ് പ്രസന്റ് ഓൺലി അറ്റ് 1 place, ഒരൊറ്റ സ്ഥലത്ത് മാത്രം എക്സ് പ്രസന്റ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ യു ഹാവ് ടു ട്രൈ ടു കൺവേർട്ട് ഇൻ ടു സച്ച് എ ഫോം. ഒന്നിലധികം സ്ഥലങ്ങളിൽ എക്സ് ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം എക്സ് വരുന്ന പോലെ അതിനെ കൺവേർട്ട് ചെയ്ത് എഴുതാൻ ശ്രമിക്കണം. അവിടെ എത്തിയതിന്റെ ശേഷമാണ് ഈ ഓപ്പറേഷണൽ സീക്വൻസ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓപ്പറേഷണൽ സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് എലിമെന്ററി മാനിപ്പുലേഷൻ വഴി റേഞ്ച് പറയാൻ പറ്റും. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഞാനിത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഇന്നർ മോസ്റ്റ് ബൗണ്ടഡ് ഫംഗ്ഷൻ. ഏറ്റവും ഉള്ളിലുള്ള അതാ കോമ്പോസിഷൻ ആണ് നോക്കേണ്ടത്. ആ കോമ്പോസിഷന്റെ ഏറ്റവും ഉള്ളിലുള്ള ബൗണ്ടഡ് ഫംഗ്ഷനെ ഐഡന്റിഫൈ ചെയ്യണം. ഈ കേസിൽ അത് cos x ആണ്. വേറൊരു ക്വസ്റ്റ്യൻ അത് വേറെ എന്തെങ്കിലും ആയിരിക്കാം. സോ -1 < cos x < 1. നൗ ലെറ്റ് us മൾട്ടിപ്ലൈ ദിസ് -2. നിങ്ങൾക്കറിയാം നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇനീക്വാലിറ്റി നമ്മൾ റിവേഴ്സ് ചെയ്യണം. അതുകൊണ്ട് ഈ 1നെ നമ്മൾ -2 മൾട്ടിപ്ലൈ ചെയ്താൽ അത് 2 ആവും. ആൻഡ് ദിസ് < വിൽ ബിക്കം > -2 cos x > -2. ഇങ്ങനെ മാറും. -2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോണ്ടായ ചേഞ്ച് ആണത്. -1 × -2 ആണ് 2, 1 × -2 ആണ് -2, cos x × -2 ആണ് -2 cos x. പക്ഷെ അതൊരു നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ മറന്നു പോവാതെ ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യണം. യെസ്. പക്ഷെ ഓപ്പറേഷൻസ് ഇവിടെ അവസാനിക്കുന്നില്ല. -2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 1 ആഡ് ചെയ്യണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ടേക്ക് ദ റെസിപ്രോക്കൽ. ആ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബിക്കം 3 > 1 - 2 cos x > -1. അടുത്ത സ്റ്റെപ്പ് നമ്മൾ റെസിപ്രോക്കൽ എടുക്കുകയാണ്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഒരു പ്രശ്നം, പോസിറ്റീവ് നമ്പേഴ്സിന്റെ ഒക്കെ റെസിപ്രോക്കൽ പോസിറ്റീവ് തന്നെയാണ്, നെഗറ്റീവ് നമ്പേഴ്സിന്റെ ഒക്കെ റെസിപ്രോക്കൽ നെഗറ്റീവ് തന്നെയാണ്. മാത്രമല്ല ഇതൊന്ന് തിരിച്ചെഴുതി കഴിഞ്ഞാൽ -1 < 1 - 2 cos x < 3 എന്നാണ് വരിക. ഈ -1 മുതൽ 3 വരെ പോകുമ്പോൾ ഒരേപോലെ അല്ല റെസിപ്രോക്കൽ ഫംഗ്ഷൻ ബിഹേവ് ചെയ്യുന്നത്. അതൊരു ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അതായത് -1ന്റെ ആ ഭാഗത്ത് ഇങ്ങനെ ഹൈപ്പർബോള അല്ലേ, അപ്പൊ നെഗറ്റീവ് സൈഡിൽ ഇങ്ങനെ ഒരു സെഗ്മെന്റും പോസിറ്റീവ് സൈഡിൽ ഇങ്ങനെയാണ് റെസിപ്രോക്കൽ ഫംഗ്ഷൻ വരുന്നത്. അതുകൊണ്ട് അത് ഒന്ന് മുൻകൂട്ടി കണ്ടിട്ട്, മാത്രമല്ല ഒരു പ്രശ്നം കൂടി ഉണ്ട്. -1 മുതൽ 3 വരെ പോകുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ഒരു 0 ഉണ്ട്. വെൻ യു മൂവ് ഫ്രം -1 to 3 there is a 0. ആ 0ക്ക് റെസിപ്രോക്കൽ ഇല്ല. there is no reciprocal for 0. അതുകൊണ്ട് 0നെ ഇതിന് നൈസ് ആയിട്ട് നമ്മൾ മാറ്റണം. 0 അതിലില്ലേ എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് യെസ്, പക്ഷെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ റെസിപ്രോക്കൽ എടുക്കും. ആ റെസിപ്രോക്കൽ 0ക്ക് ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ 0നെ ഇതിൽ നിന്ന് മാറ്റി വെക്കും. അപ്പൊ ഇതെങ്ങനെ വരും? -1 < 1 - 2 cos x < 0 or 0 < 1 - 2 cos x < 3. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ റെസിപ്രോക്കൽ എടുക്കുക. അപ്പൊ നേരത്തെ നമ്മൾ നെഗറ്റീവ് എടുത്ത സമയത്ത് ഇനീക്വാലിറ്റി റിവേഴ്സ് ആയ പോലെ റെസിപ്രോക്കൽ എടുത്താലും ഇനീക്വാലിറ്റി റിവേഴ്സ് ആവും. ബിക്കോസ് റെസിപ്രോക്കൽ ഇസ് എ ഡിക്രീസിംഗ് ഫംഗ്ഷൻ. അപ്പൊ ചോദ്യം, റെസിപ്രോക്കൽ അല്ലാതെ വേറെ ഏതെങ്കിലും ഡിക്രീസിംഗ് ഫംഗ്ഷൻ കൊണ്ട് കോമ്പോസിഷൻ എടുത്താൽ ഇനീക്വാലിറ്റി റിവേഴ്സ് ആവോ? ഓഫ് കോഴ്സ് യെസ്. അതാണ് ശരിക്കുള്ള റൂൾ. ഇനീക്വാലിറ്റി അങ്ങനെ തന്നെ നിൽക്കുന്നതിന്, ഇനീക്വാലിറ്റി സസ്റ്റെയിൻ ചെയ്യുന്നതിന്റെ റിവേഴ്സ് ചെയ്യുന്നതിന്റെ ബേസിക് റൂൾ എന്ന് പറയുന്നത്, വെൻ വി ടേക്ക് കോമ്പോസിഷൻ വിത്ത് ആൻ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ദ ഇനീക്വാലിറ്റി വിൽ ബി ആസ് ഇറ്റ് ഇസ്. ഗ്രേറ്റർ ദാൻ will be greater than itself and less than will be less than itself. And when you take composition with a decreasing function, then inequality will be reversed. Greater than to less than and less than to greater than. ഇതാണ് അടിസ്ഥാന റൂള്. ഈ നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യണം എന്ന് പറയുന്നതും റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇനീക്വാലിറ്റി റിവേഴ്സ് ചെയ്യണം എന്ന് പറയുന്നതും ഈ ഒരു മെയിൻ റൂളിന്റെ, ജനറൽ റൂളിന്റെ പെർട്ടിക്കുലർ കേസുകൾ മാത്രമാണ്. സോ ഇവിടെ റെസിപ്രോക്കൽ എടുത്താൽ -1ന്റെ റെസിപ്രോക്കൽ -1 തന്നെയാണ്. ലെസ് ദാൻ or equal to will turn into greater than or equal to divided by 1 greater than or equal to 1/1 - 2 cos x greater than. ഇത് 0ന്റെ താഴെയാണ്. ലെസ് ദാൻ 0 മീൻസ് 0ന്റെ തൊട്ട് താഴെ എന്ന് വെച്ചാൽ വെരി വെരി സ്മോൾ നെഗറ്റീവ് നമ്പർ. വെരി സ്മോൾ നെഗറ്റീവ് നമ്പറിന്റെ റെസിപ്രോക്കൽ വരെ -∞ ആണ്. ഇത് 0ന്റെ താഴെയാണ്. 0ന്റെ താഴെ മീൻസ് നെഗറ്റീവ്, പക്ഷെ 0ന്റെ തൊട്ട് താഴെ ആയിരിക്കും. ഇതാണ് നമ്പർ ലൈനിൽ 0, ഇതാണ് -1. 0ന്റെ തൊട്ട് താഴെ നമ്മൾ 0യിലേക്ക് ടെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 0യിലേക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ടെൻഡ് ചെയ്യുന്ന ഒരു നമ്പർ നെഗറ്റീവ് ആണ്. ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ വിൽ ബി ടെൻഡിങ് ടു -∞. അതുപോലെ ഇവിടെ നമുക്ക് റെസിപ്രോക്കൽ എടുക്കാം. ഇവിടെ 0ന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. 0 ലെസ് ദാൻ ആണ്, അഥവാ 1 - 2 cos x is greater than 0. 1 - 2 cos x is greater than 0 means that is positive. അതുകൊണ്ട് 0ന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് വരുള്ളത്, 0ന്റെ മുകളിൽ, 0നേക്കാൾ വലുത്. അപ്പൊ അവിടുത്തെ റെസിപ്രോക്കൽ ഇൻഫിനിറ്റി ആണ് വരിക. ലെസ് ദാൻ 1/1 - 2 cos x. ഒന്ന് ഇൻഫിനിറ്റി റീച്ച് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലിമിറ്റിംഗ് കേസ് ആണ് നമ്മൾ എഴുതുന്നത്. ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് ദ വാല്യൂ ദെൻ യു ടേക്ക് ദ ലിമിറ്റിംഗ് വാല്യൂ. വേറെ ഓപ്ഷൻ ഇല്ല. ദെൻ ഇവിടെ ലെസ് ദാൻ എന്താവും? ഗ്രേറ്റർ ദാൻ ആവും. അല്ലെങ്കിൽ ഇൻഫിനിറ്റി ലെസ് ദാൻ ഒരിക്കലും എഴുതാം. അതൊക്കെ മഹാ അബദ്ധമല്ലേ. ഇൻഫിനിറ്റിനേക്കാളും വലിയൊരു നമ്പർ, ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ.
യെസ്. സോ ഇൻഫിനിറ്റി ഈ ഇനീക്വൽ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഈ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ആയി. ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3ന്റെ റെസിപ്രോക്കൽ 1/3. ഇങ്ങനെ കിട്ടും. ഇതിൽ ഈ മൈനസ് ഇൻഫിനിറ്റി ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഓൾവേസ് ട്രൂ. അപ്പൊ അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ ഇൻഫിനിറ്റി ലെസ് ദാൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഓൾസോ ഓൾവേസ് ട്രൂ. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇതിന് നമ്മളൊരു റേഞ്ച് സാധാരണ എഴുതുന്ന ഒരു ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതിയാൽ മതി. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി മുതൽ -1 വരെ. സോ റേഞ്ച് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി മുതൽ -1 വരെ ക്ലോസ്ഡ്. കാരണം ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടല്ലോ. യൂണിയൻ 1/3 ടു ഇൻഫിനിറ്റി. ഇതാണ് നമ്മൾ റേഞ്ച് വരിക. മൈനസ് ഇൻഫിനിറ്റി ടു -1 യൂണിയൻ ക്ലോസ്ഡ് ഇന്റർവൽ 1/3 ടു ഇൻഫിനിറ്റി. ഇവിടെ നോക്കിയാൽ മതി. 1/3 1 - 2 cos 1/1 - 2 cos x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/3 ആണ്. 1/3ന്റെ മുകളിലോട്ടേക്ക് എവിടെ വരെ? ഇൻഫിനിറ്റി വരെ. ഓക്കെ. അപ്പൊ ഒരുമാതിരി എല്ലാ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഡീറ്റെയിലിംഗും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ പ്രതീക്ഷ. ഇൻഫർമേഷന്റെ ഓവർഫ്ലോ കാരണം നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കാനേ എന്തെങ്കിലും സാധ്യതയുള്ളൂ. അത്രയും ഞാനിത് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഡീറ്റെയിൽ ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല. സോ ഓപ്ഷൻ 3 ആണ് നമുക്ക് കിട്ടുക. മൈനസ് ഇൻഫിനിറ്റി ടു -1 യൂണിയൻ 1/3 ടു ഇൻഫിനിറ്റി. ഈ ക്വസ്റ്റ്യനിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോലും ഇതിന്റെ ഈ കോൺടെക്സ്റ്റിൽ ഡീറ്റെയിൽ ചെയ്യുന്നതിന്റെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. വേറെ ക്വസ്റ്റ്യനും കൂടെ സിമിലർ ആയ മറ്റു ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാൻ കിട്ടുക എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അത് തന്നെയാണ് ഇവിടെ കറക്റ്റ് ചെയ്ത് തന്നേക്കുന്നത്. അടുത്ത് നോക്കൂ. റേഞ്ച് ഓഫ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു x² + x+1. ഇപ്പൊ ഞാൻ പറഞ്ഞു റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ജനറൽ ആയിട്ടുള്ള ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള മെത്തേഡ്. വേറെ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. AMGM മെത്തേഡൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മെത്തേഡ് എലിമെന്ററി മാനിപ്പുലേഷൻ തന്നെയാണ്. ഈ എലിമെന്ററി മാനിപ്പുലേഷൻ യൂസ് ചെയ്യണമെങ്കിൽ എക്സ് ഒരു സ്ഥലത്ത് മാത്രമേ പ്രസന്റ് ആവാൻ പാടുള്ളൂ. പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിൽ ഈ ക്വസ്റ്റ്യനിൽ x² + x+1 എന്ന് പറയുമ്പോൾ എക്സ് ഈസ് പ്രസന്റ് അറ്റ് 2 places. x² ഒരു എക്സ് ഉണ്ട്, പിന്നെ ഒരു എക്സ് അവിടെ വീണ്ടും എക്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ ഡയറക്റ്റ് എലിമെന്ററി മാനിപ്പുലേഷൻ നടത്താൻ കഴിയില്ല. സോ യു ഷുഡ് കൺവേർട്ട് ഇൻ ടു എ ഫോം വേർ എക്സ് ഈസ് പ്രസന്റ് അറ്റ് ഓൺലി 1 place. അതിന് നമ്മൾ പൊതുവിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് സ്ക്വയർ കംപ്ലീറ്റിംഗ്. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻസിൽ വളരെ ഈസി ആയിട്ട് സ്ക്വയർ കംപ്ലീറ്റിംഗ് വഴി ഇത് അച്ചീവ് ചെയ്യാം. റാഷണൽ ഫംഗ്ഷൻസ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, അങ്ങനെ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ആൻഡ് ഇൻ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫംഗ്ഷൻസ് ദ വെരി കോമൺ ടെക്നിക്, മോസ്റ്റ് ഈസി ടെക്നിക് ഈസ് സ്ക്വയർ കംപ്ലീറ്റിംഗ്. അതെങ്ങനെ ചെയ്യാന്ന് അറിയാലോ. നിങ്ങൾ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാ നോക്കുക. ആ എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതി എടുക്കുക. ആ പകുതിനെ നിങ്ങൾ സ്ക്വയർ ചെയ്യുക. എന്നിട്ട് ആ സ്ക്വയർ ചെയ്ത് കിട്ടിയ നമ്പർ നിങ്ങൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്തത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അവിടെ ആദ്യത്തെ 3 ടേം നോക്കി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഇൻ ദ ഫോം a² + 2ab + b². വളരെ ജനറൽ ആയിട്ടുള്ള ഐഡിയ ആണ്. നമ്മളെ ക്ലാസ്സിലൊക്കെ വരുന്ന ആളുകൾക്ക് എത്രയോ ചാപ്റ്ററുകൾ പല കോണ്ടെക്സ്റ്റിൽ ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ സ്ക്വയർ കംപ്ലീറ്റിംഗ് ചെയ്യാന്ന് പറയുന്നത് ഇങ്ങനെ റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്ന ഒരു പരിപാടിയല്ല. അത് നിങ്ങൾക്ക് ഇന്റഗ്രേഷനിൽ ഇപ്പോൾ ഇന്റഗ്രൽ 1/1+ അങ്ങനെ ആ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റാലോ. x + x² ഇങ്ങനെ ഉണ്ടെങ്കിൽ സ്ക്വയർ കംപ്ലീറ്റിംഗ് ചെയ്താൽ അതൊരു സ്പെഷ്യൽ ഇന്റഗ്രലിലേക്ക് ഇന്റഗ്രബിൾ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് മാറും. അങ്ങനെ അറ്റ് മെനി പ്ലേസസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിക്കാം. മെനി ബാർ. അപ്പൊ തുടങ്ങാം. എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുക? fx ഈസ് ഈക്വൽ ടു x² + x+1. This is equal to x² + x. The coefficient of x is 1. Its half is 1/2. Its square is 1/4. അത് എക്സിന്റെ കോഎഫിഷ്യന്റ് 1. ഇനിയിപ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് 2 ആണെങ്കിൽ അതിന്റെ പകുതി 1 വരും, സ്ക്വയർ 1 വരും. അപ്പോൾ 1/4 വരെ നിങ്ങൾ 1 ആണ് ആഡ് ചെയ്യുന്നത്. നോക്കി ചെയ്താൽ മതി. ആ 1/4 ആഡ് ചെയ്താൽ ഈ 1 ആണ് അവിടെ നേരത്തെ ഉണ്ടായിരുന്നത്. ആ 1ൽ നിന്ന് നിങ്ങൾ ഈ 1/4 മാറ്റി കഴിഞ്ഞാൽ ബാക്കി 3/4 ആണ് ഉണ്ടാവുക. സിമ്പിൾ. Now look at these 3 terms. That 3 terms contribute to x + 1/2 whole square plus there is a 3/4. Now you have x only at 1 place. നേരത്തെ x² + x+1 x 2 സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. സ്ക്വയർ കംപ്ലീറ്റിംഗ് ചെയ്തതോടെ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആയി. ആ പെർഫെക്റ്റ് സ്ക്വയറിനുള്ളിൽ ഒരു സ്ഥലത്ത് മാത്രമേ x ഉള്ളൂ. സോ ദിസ് ഇസ് ഫിറ്റ് ഫോർ എലിമെന്ററി മാനിപ്പുലേഷൻ വഴി ഇനി റേഞ്ച് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇന്നർ മോസ്റ്റ് ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ്. ഇതിന്റെ ഉള്ളിലെ ബൗണ്ടഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ അത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ബിക്കോസ് ദിസ് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ ആൻഡ് പെർഫെക്റ്റ് സ്ക്വയർ ക്യാൻ നെവർ ബി 0. സോ യു ക്യാൻ ബിഗിൻ വിത്ത് x + 1/2 whole square greater than or equal to 0. x + 1/2 can be any real numbers, but x + 1/2 whole square greater than or equal to 0. പിന്നെ ആകെ ഇതിലൊരു 3/4 ആഡ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പും കൂടെ ബാക്കിയുള്ളൂ. ഹെൻസ് ദാറ്റ് ഇസ് ഇറ്റ്സെൽഫ് ദ റേഞ്ച്. സോ ദിസ് ഇസ് സോ ഈസി ക്വസ്റ്റ്യൻ. വേറെ ക്വസ്റ്റ്യൻസിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത്രയും സമയം ഈ ക്വസ്റ്റ്യന്റെ മുകളിൽ സ്പെൻഡ് ചെയ്തത്. ഇനി ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് വരികയാണെങ്കിൽ ഇത്രയും സമയം എടുക്കൂല. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും. So x + 1/2 whole square greater than or equal to 0. And just one step of manipulation required here. X + 1/2 whole square plus 3/4 is greater than or equal to 3/4. എന്ന് വെച്ചാൽ ഇതാണ് നിങ്ങളുടെ fx. f of x is greater than or equal to 3/4. നിങ്ങളുടെ ഫംഗ്ഷൻ 3/4ന്റെ മുകളിലാണ്. 3/4ന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ എവിടെ വരെ പോവാം? ഇൻഫിനിറ്റി വരെയും പോവാം. So what is the range of function? Closed interval 3/4 to infinity. So easy.
ഇതൊന്നും JEE പോലുള്ള വലിയ പരീക്ഷകൾക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനേ കഴിയില്ല. ഇനി ഒരു വളരെ വലിയൊരു ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സാധനം കണ്ടുപിടിച്ച് എന്നിട്ട് വേറെ എന്തെങ്കിലും ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ട് ഒരു വലിയ കുറെ സീക്വൻസ് ഓഫ് ഓപ്പറേഷന്റെ ഇടയിൽ വൺ ഓഫ് ദോസ് ആയിട്ടൊക്കെ വരാം എന്നല്ലാണ്ട് ഇതൊന്നും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് JEE മെയിൻ പോലുള്ള പരീക്ഷകൾക്കൊന്നും പ്രതീക്ഷിക്കാനേ കഴിയില്ല. സോ വിച്ച് ഇസ് ദ കീ? ഓപ്ഷൻ 1 ക്ലോസ്ഡ് ഇന്റർവൽ 3/4 to ഇൻഫിനിറ്റി. ഇവിടെ അതേ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അടുത്തത് fx is equal to sin square x/2 plus cos square x/2. ഇത് കാണുമ്പോഴേക്കും കുട്ടികൾ പറയും ഇത് 1 ആണല്ലോ. This is 1. Sin square theta plus cos square theta 1 ആണ്. So sin square x plus cos square x is 1. Sin square x/2 plus cos square x/2 that is also 1. gx is equal to c square x minus tan square x നെയും കുട്ടികൾ ചാടി കയറി 1 എടുക്കും. അപ്പോൾ fx 1 gx 1. അപ്പോൾ the functions are equal over the set. വേഗം ചാടി കയറി ഫുൾ റിയൽ നമ്പേഴ്സ് അഥവാ ഓപ്ഷൻ 2 അങ്ങോട്ട് ബബിൾ ചെയ്യും. അത് തെറ്റിയ വിവരം നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. വളരെ സമാധാനത്തോടെ, കാര്യം മറ്റൊരു സാധ്യത നമ്മൾ മനസ്സിലേക്ക് വരികയില്ല. അതുകൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ഇത് ബബിൾ ചെയ്യും. അത് തെറ്റാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ ഐഡന്റിക്കൽ ഫംഗ്ഷൻസ് ആൻഡ് നോൺ ഐഡന്റിക്കൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിക്കേണ്ടത്. ഐഡന്റിക്കൽ ഫംഗ്ഷൻസ്. Two functions f and g are said to be identical if they have one same domain. അഥവാ domain of f should be equal to domain of g. Second, same range. Range of f is equal to range of g. 3, same y values for each x values. ഓരോ x വാല്യൂനും എഫിനും ജിക്കും സെയിം y വാല്യൂ ആണ്. y = fx നും y = gx ന്റെ y വാല്യൂ സെയിം ആവണം വെൻ x is സെയിം. അതായത് ഒരേ വാല്യൂ രണ്ട് ഫംഗ്ഷനും കൊടുത്തു കഴിഞ്ഞാൽ അവർ ജനറേറ്റ് ചെയ്യുന്ന വാല്യൂസ് എന്താവണം? സെയിം ആവണം. അപ്പോൾ വെറുതെ വാല്യൂസ് മാത്രം സെയിം ആയതുകൊണ്ട് ഫംഗ്ഷൻസ് ഈക്വൽ ആവില്ല. ഇതെല്ലാവർക്കും അറിയുന്ന പോയിന്റ് ആയിരിക്കും. മൂന്നാമത്തെ പോയിന്റ് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ രണ്ട് ഫംഗ്ഷൻ ഒരേ വാല്യൂ കൊടുത്ത് ഒരേ വാല്യൂ ജനറേറ്റ് ചെയ്യുമ്പോഴാണ് ഫംഗ്ഷൻ ഈക്വൽ എന്ന് പറയാമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊരു ന്യൂമറിക്കൽ ഇക്വാലിറ്റി മാത്രമാണ്. ആസ് എ ഫംഗ്ഷൻ അവർ ഈക്വൽ ആണെങ്കിൽ ദേ ഷുഡ് ഹാവ് സെയിം ഡൊമൈൻ ആൻഡ് സെയിം റേഞ്ച്. ഇത് പലപ്പോഴും നമ്മൾ കൗണ്ട് ചെയ്യാതെ പോകുമ്പോഴാണ് ഐഡന്റിക്കൽ അല്ലാത്ത ഫംഗ്ഷൻസ് നമുക്ക് ഐഡന്റിക്കൽ ആണെന്ന് തോന്നുക. ഫോർ എക്സാമ്പിൾ, ഈ രണ്ട് ഫംഗ്ഷൻസ് fx = sin square x/2 plus cos square x/2 നോൺ ഐഡന്റിക്കൽ ഫംഗ്ഷൻസ് ആണ്. ആരുമായിട്ട്? c square x minus tan square x ആയിട്ട് നോൺ ഐഡന്റിക്കൽ ആണ്. ഇയാളുടെ വാല്യൂ 1 ആണല്ലോ, ഇയാളുടെ വാല്യൂ 1 അല്ലേ, അതുകൊണ്ട് അവർ ഐഡന്റിക്കൽ അല്ലേ, രണ്ടും സെയിം അല്ലേ, ഫുൾ റിയൽ നമ്പേഴ്സ് അല്ലേ എന്ന് ചിന്തിക്കുന്നതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ മാത്രം ആലോചിച്ചാൽ പോരാ, ഇത് എല്ലായിടത്തും ആലോചിക്കണം. ഐ വിൽ ഷോ യു കപ്പിൾ ഓഫ് എക്സാമ്പിൾസ്. ഫോർ എക്സാമ്പിൾ, fx is equal to x square minus 9 divided by x minus 3. gx is equal to x plus 3. ഇത് രണ്ടും സെയിം ആണോ എന്ന് വെച്ചാൽ കുട്ടികൾ എല്ലാവരും പറയും ഇത് രണ്ടും സെയിം ആണ്. മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് സേ ദീസ് ആർ സെയിം. കാര്യം ഇവർ വിചാരിക്കുന്നത് ഈ x square minus 9 നമുക്ക് എന്ത് ചെയ്യാം? x minus 3 into x plus 3 എന്ന് ഫാക്ടറൈസ് ചെയ്യാം. അപ്പൊ താഴെ നിന്ന് x minus 3 ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് x plus 3 കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഇത് g of x തന്നെ അല്ലേ, രണ്ടും സെയിം അല്ലേ എന്നാണ് കുട്ടികൾ ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കളയാൻ കഴിയില്ല. അങ്ങനെ ഡിവൈഡ് ചെയ്ത് x plus 3 എന്ന് എഴുതിയാൽ അതിന്റെ ഡൊമൈൻ ചേഞ്ച് ആവും. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതലേ പറയുന്നുണ്ട്, ഒരു ഫംഗ്ഷനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് വേറൊരു ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഷുഡ് ബി പ്രിസർവ്ഡ്. അതിന്റെ ഒറിജിനൽ ഫോമിൽ, ക്വസ്റ്റ്യനിൽ തന്ന ഫോമിൽ എന്താണോ ഡൊമൈനും റേഞ്ച് ഉണ്ടായിരുന്നത് അത് അതുപോലെ പ്രിസർവ് ചെയ്ത് പോകണം. അപ്പൊ ഇവിടുത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് r മൈനസ് സെറ്റ് 3 ആണ്. r മൈനസ് സെറ്റ് 3 ആണ്. കാരണം 3 കൊടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആവും. ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, നിങ്ങൾക്ക് അറിയാം. ഇതേപോലുള്ള റാഷണൽ ഫംഗ്ഷൻസിന്റെ ഒക്കെ ഡൊമൈൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടെക്നിക്ക് തന്നെ അതിന്റെ ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നതാണ്. ഇത് ഒരു സാധാരണ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ അവിടുത്തെ ഡൊമൈൻ ഓഫ് g എന്ന് പറയുന്നത് ഫുൾ റിയൽ നമ്പേഴ്സ് ആണ്. ഇവിടുത്തെ ഡൊമൈൻ ഓഫ് f എന്ന് പറയുന്നത് r മൈനസ് സെറ്റ് 3 ആണ്. സോ ദേ ഹാവ് ഡിഫറെന്റ് ഡൊമൈൻ. സോ ദേ ആർ നോൺ ഐഡന്റിക്കൽ ഫംഗ്ഷൻസ്. അത് ഫാക്ടറൈസ് ചെയ്ത് ക്യാൻസൽ എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. f and g ആർ നോൺ ഐഡന്റിക്കൽ. ഇത് രണ്ടും സെയിം അല്ല. x square minus 9 divided by x minus 3 equal to x plus 3 നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ ന്യൂമറിക്കൽ ഇക്വാലിറ്റി ആണ്. അവിടെ എക്സിനെ കേവലമായ ഒരു വേരിയബിൾ ആയിട്ട് മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. Now we are talking about functions. So when we treat these as functions, this function and this function have different domain, so they are strictly not identical. അത് അങ്ങനെ തന്നെ പറഞ്ഞോളൂ. അപ്പൊ വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ, അതേപോലെ തന്നെ റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ, ഈ രണ്ട് ഫംഗ്ഷൻ. ഇത് കുട്ടികൾ പറയാറുള്ള റൂട്ട് സ്ക്വയർ ചെയ്തിട്ട് റൂട്ട് എടുത്താലും എക്സ് കിട്ടും, റൂട്ട് എടുത്തിട്ട് പിന്നെ സ്ക്വയർ ചെയ്താലും എക്സ് തന്നെയല്ലേ കിട്ടുന്നത്, അതുകൊണ്ട് ഇത് രണ്ടും ഒരേ ഫംഗ്ഷൻ തന്നെയാണ് എന്നൊക്കെ ധരിച്ചു വെക്കുന്ന കുട്ടികളുണ്ട്. ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കാം, ഇവിടുത്തെ ഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നത് ഏത് നമ്പർ വേണമെങ്കിലും കൊടുക്കാം. കാരണം സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ പോസിറ്റീവ് മാത്രമേ വരാവൂ. പക്ഷെ സ്ക്വയർ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എനി റിയൽ നമ്പർ അതിലേക്ക് കൊടുക്കാം.
ആൻഡ് റേഞ്ച് ഓഫ് ഫംഗ്ഷനിൽ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാര്യം നിങ്ങൾ കൊടുക്കുന്നത് പോസിറ്റീവ് ആണെങ്കിൽ അവസാനം സ്ക്വയർ റൂട്ട് എന്ത് മാത്രമേ തരുള്ളൂ, സോറി, നിങ്ങൾ കൊടുക്കുന്നത് നെഗറ്റീവ് ആണെങ്കിൽ സ്ക്വയർ ചെയ്താൽ പോസിറ്റീവ് ആവും, പിന്നെ റൂട്ട് എടുക്കുമ്പോൾ പോസിറ്റീവ് റൂട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇവിടത്തേക്ക് വരുമ്പോൾ പ്രശ്നം എന്താ, ഡൊമൈൻ ഓഫ് ജി ഈസ് ഈക്വൽ, ഇവിടെ ഉള്ളിലാണ് സ്ക്വയർ റൂട്ട് ഉള്ളത്. അപ്പൊ ആദ്യം സ്ക്വയർ റൂട്ട് എടുത്തിട്ട് പിന്നെ സ്ക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സ്ക്വയർ റൂട്ട് എടുക്കണമെങ്കിൽ ആ എക്സിന് നിങ്ങൾ പാസ് ചെയ്യേണ്ടത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് മാത്രമാണ്. സോ ദേ ഹാവ് ഡിഫറെന്റ് ഡൊമൈൻസ്. റേഞ്ച് ഇവിടെ അത് തന്നെ, range of G is equal to, so this F and G has different domains. Domain of F is full real numbers and domain of G is only non-negative real numbers, closed interval 0 to infinity. So these are also non-identical. പെട്ടെന്ന് നോക്കുമ്പോൾ ഐഡന്റിക്കൽ ആണെന്ന് തോന്നുന്ന പല ഫംഗ്ഷൻസും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നോൺ ഐഡന്റിക്കൽ ആണെന്ന് കാണാം. ദിസ് ഇസ് ഓൾസോ നോൺ ഐഡന്റിക്കൽ. ഇതേ പ്രശ്നം തന്നെയാണ് ഇവിടെയുള്ളത്. സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ബൈ 2 1 ആണ്. അതിന്റെ ഡൊമൈൻ ഫുൾ റിയൽ നമ്പേഴ്സ് ആണ്. ജി എക്സ് ഈസ് ഈക്വൽ ടു സീക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് എഴുതുമ്പോൾ 1 എന്ന് എഴുതാം. ബട്ട് ഇറ്റ്സ് ഡൊമൈൻ ഓഫ് ജി ഈസ് ആർ മൈനസ് 2n plus 1 pi by 2. ഇത് പ്രത്യേകം എടുത്ത് പറയണം. കാര്യം സി സ്ക്വയർ, ഇത് കുട്ടികൾ ജനറലി ഇങ്ങനെ പഠിച്ചു വെക്കാറുണ്ട്. സി സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 അങ്ങനെ പറഞ്ഞാൽ പലപ്പോഴും ക്ലാസ്സിലൊക്കെ കുട്ടികൾ അങ്ങനെ പറയാറുണ്ട്. സി സ്ക്വയർ എക്സ് മൈനസ് കോഡ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ കുട്ടികൾ പലപ്പോഴും ആലോചിക്കാത്തത് അത് എല്ലാ വാല്യൂസിനും ശരിയാവില്ല. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഓൾവേസ് 1 ബിക്കോസ് സൈൻ സ്ക്വയർ എക്സിന്റെ കോസ് സ്ക്വയർ എക്സിന്റെ അല്ലെങ്കിൽ സൈൻ എക്സിന്റെ കോസ് എക്സിന്റെ ഡൊമൈൻ ഫുൾ റിയൽ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് ഏത് വാല്യൂ കൊടുത്താലും ഇത് 1 തന്നെയാണ്. പക്ഷെ സി സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് 1 ആവുന്നത് അതിന്റെ ഡൊമൈനിൽ മാത്രമാണ്. അപ്പൊ സി സ്ക്വയർ എക്സിന്റെ ഡൊമൈൻ എന്താ, ആർ മൈനസ് 2n plus 1 pi by 2. ടാൻ എക്സിന്റെ ഡൊമൈൻ അല്ലെങ്കിൽ ടാൻ സ്ക്വയർ എക്സിന്റെ ഡൊമൈൻ എന്ത് തന്നെയാണ്, ആർ മൈനസ് 2n plus 1 pi by 2. അതായത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 5 by 2 വരുമ്പോൾ സീക്കും ടാനും ഡിഫൈൻഡ് അല്ല. ഡിഫൈൻഡ് അല്ലാത്ത രണ്ട് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്ത് ഒരിക്കലും 1 കിട്ടാൻ പോകുന്നില്ല. അത് that's not possible. സോ നമ്മൾ പൊതുവിൽ ഇങ്ങനെയൊക്കെയാണ് പറയാം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1, സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1, കൊസി സ്ക്വയർ തീറ്റ മൈനസ് കോഡ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ഇതൊക്കെ പൊതുവിൽ ഭയങ്കര സത്യസന്ധമായ യൂണിവേഴ്സൽ ആയിട്ടുള്ള ട്രൂത്ത് ആണെന്നാണ് പലരും ധരിച്ചു വെക്കുന്നത്. ആക്ച്വലി രണ്ടാമത് എഴുതിയ സെക്കൻഡും തേർഡും ആക്ച്വലി തെറ്റാണ്. ഇനി അത് ശരിയാവണമെങ്കിൽ തീറ്റ നോട്ട് ഈക്വൽ ടു 2n plus 1 pi by 2 എന്ന് ഇവിടെയും ഇവിടെ തീറ്റ നോട്ട് ഈക്വൽ ടു n pi എന്നും കൃത്യമായി പറയണം. ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. തീറ്റ ബിലോങ്സ് ടു എവരി റിയൽ നമ്പേഴ്സ്. ഇങ്ങനെ കൂടി പറഞ്ഞാലേ ഇത് പൂർണ്ണമായി ശരിയാവുള്ളൂ. അപ്പൊ അങ്ങനെ ഒക്കെ ഇറങ്ങി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നവർക്കാണ് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുക. സോ വാട്ട് ഈസ് ദി ആൻസർ ഹിയർ? വാട്ട് ഈസ് ദി ഡൊമൈൻ? R minus set of all x such that x equal to 2n plus 1 pi by 2 when n belongs to integers. Option 3 ആണ് ഇവിടെ correct. Never bubble this because these two functions are non-identical. They have different domain. Okay, so let us go to next question. ഇത് തന്നെയാണ് ഇവിടെ കീ തന്നിരിക്കുന്നത്. അപ്പൊ അടുത്തേക്ക് പോവാം. The number of 1 functions that can form from A to A എത്ര elements ഉണ്ട്? 4, 8, 12, 16. You have 4 elements. N of A equal to 4. To B is B ക്ക് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് അറിയില്ല. അതിന്റെ 1 ഫംഗ്ഷൻസിന്റെ എണ്ണം 5040 ആണെന്ന് പറയുന്നു. ദെൻ N of B. ഓക്കെ, N of B ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നോ ഇഷ്യൂസ്. അപ്പൊ 1 ഫംഗ്ഷൻസിന്റെ എണ്ണം നോക്കിയാൽ മതി. നമ്പർ ഓഫ് 1 ഫംഗ്ഷൻസ് അറിയാത്ത ആളുകൾ പഠിച്ചു വെക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു NPM ആണ്, where N is the number of elements in codomain and M is the number of elements in domain. A to B എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്കുള്ള A to A എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് B എന്ന് പറയുന്ന സെറ്റിലേക്കുള്ള നമ്പർ ഓഫ് ഫംഗ്ഷൻസ് n raised to m ആണ്. നമ്പർ ഓഫ് 1 ഫംഗ്ഷൻസ് NPM ആണ്. പിന്നെ ഓൺ ടു ഫംഗ്ഷൻസിന് ഇതുപോലെ ഒരു ഫോർമുല ഉണ്ട്. സിഗ്മ ആർ ഫ്രം 1 to n -1 raised to n minus r NCR r raised to m എന്ന് പറയുന്ന ഒരു ഫോർമുല നമ്പർ ഓഫ് ഓൺ ടു ഫംഗ്ഷൻസിനുണ്ട്. ബൈജക്റ്റീവിന് n ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട്. പക്ഷേ അവിടെ നമ്പർ ഓഫ് എലമെന്റ്സും ഡൊമൈനും കോഡൊമൈനും ഒക്കെ സെയിം ആണ്. മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഓരോന്നായിട്ട് പറയാം. എല്ലാത്തിനെയും ഇൻവോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നും അതായത് ക്വസ്റ്റ്യൻസിന്റെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ മതിയല്ലോ. സോ ഇവിടെ നമ്പർ ഓഫ് 1 ഫംഗ്ഷൻസ് 5040 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു NPM. n അറിയില്ല. PM തന്നിട്ടുണ്ട്. M ഈസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ഡൊമൈൻ. അത് 4 ആണ്. N of A is equal to 4. അപ്പൊ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. എന്താ NP4? n into n minus 1 into n minus 2 into n minus 3. 4 factors in the descending order. അങ്ങനെയല്ല എഴുതാം. NPR എന്ന് വെച്ചാൽ n into n minus 1 into n minus 2 etc. n minus r plus 1. ഈ ലാസ്റ്റ് ടേം n minus r plus 1 ആണെന്നുള്ളതിനേക്കാൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അവിടെ r factors ആണ്. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അപ്പൊ ഇവിടെ നിങ്ങൾ ലാസ്റ്റ് ടേം n minus 4 plus 1 n minus 3 അങ്ങനെ നോക്കി എഴുതേണ്ട കാര്യമില്ല. ഫാക്ടേഴ്സിന്റെ എണ്ണം നോക്കിയാൽ മതി. ദിസ് r will be the factors. I mean number of factors.
This is equal to 5040. ഇനി ബ്രാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത ഒരു 4th degree ഇക്വേഷൻ ഒക്കെയാണ് കിട്ടുക. അതൊന്ന് സോൾവ് ചെയ്യാന്ന് പറയുന്നത് പ്രായോഗികമല്ല നമുക്കറിയാം. പക്ഷേ എന്നിന്റെ വാല്യൂ ഇന്റിജർ വാല്യൂസ് മാത്രമേ പറ്റുള്ളൂ എന്ന് നമുക്ക് അറിയാവുന്നില്ലെങ്കിൽ പോസിറ്റീവ് ഇന്റഗ്രൽ വാല്യൂസ് വന്നാൽ മാത്രമേ ഈ NP4 ഡിഫൈൻഡ് ആവുള്ളൂ. അതുകൊണ്ട് നമുക്ക് അത് വെച്ച് ഒന്ന് ചിന്തിച്ച് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ product of 4 consecutive integers ആണ്. n into n minus 1 into n minus 2 into n minus 3 is a product of 4 consecutive integers. Therefore, we are going to factorize the RHS also as the product of 4 consecutive integers. LHS ൽ 4 consecutive integers, RHS ൽ ഇപ്പോൾ അങ്ങനെയല്ല, but we will factorize this 5040 and we will try to convert as the product of 4 consecutive integers. എന്നിട്ട് അതിലെ ലാർജസ്റ്റ് വാല്യൂ ഇവിടെ n ആണ്. RHS ൽ വരുന്നതിൽ ലാർജസ്റ്റ് വാല്യൂ ഏത് നോക്കിയാൽ മതി. ലാർജസ്റ്റിലേക്ക് ഇക്വേറ്റ് ചെയ്യുക, we will get the answer. തുടങ്ങാം. So first of all, let us factorize 5040. ഇവിടെ ആദ്യം 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്ത 2520. Then again let us factorize by 2. So this will be 1260. Again let's factorize by 2, so we'll get 630. ചെറുതായി എളുപ്പത്തിൽ ചെയ്യാം. Again let us factorize this by 2, so this will be 315. Again factorizing by 2 is not possible, so let's factorize it by 3. നോക്കിയാൽ മതി, ഡിജിറ്റ്സ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ 9 കിട്ടുന്നുണ്ട്. മൾട്ടിപ്പിൾ ഓഫ് 3 ആണെന്ന് അവിടെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ 1, ഇവിടെ 0. അപ്പോൾ ഇവിടെയൊക്കെ അറിയാമല്ലോ എങ്ങനെ ഞാൻ ഫാക്ടറൈസ് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യാണ്. 3 കട്ട് ചെയ്യുമ്പോൾ 1, പിന്നെ 1 ഇല്ല, അപ്പോൾ 0, പിന്നെ 15 5 അങ്ങനെ. Once again let us factorize by 3. അപ്പോൾ 10 3, പിന്നെ 15 again 5. ഇനി 3 കൊണ്ടും ഫാക്ടറൈസ് ചെയ്യാൻ കഴിയില്ല. സോ let us take 5 and this is 7. ഇനി ഇങ്ങനെ പല രീതിയിൽ ഇതിനെങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് കൊണ്ടുവരാം. ഇവിടെ ഒരു 5 ഉണ്ട്. ആ 5 ഈ 4 2ൽ നിന്ന് ഒരു 2 കൂടെ ഇങ്ങനെ എടുത്ത് അതിനെ 10 ആക്കാം. പിന്നെ ഈ 3യും 3യും കൂടി വി ആർ ട്രൈങ് ടു കൺവേർട്ട് ഇൻ ടു ദ പ്രോഡക്റ്റ് ഓഫ് കോൺസിക്യൂട്ടീവ് ഇൻഡേഴ്സ്, അടുത്തടുത്തുള്ള. അപ്പോൾ 5ഉം 2ഉം ചേരുമ്പോൾ 10 കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് 9. അപ്പോൾ ഇതിങ്ങനെ ആക്കാം. ഈ 2 2 2 ബാക്കിയുള്ള 3 2ഉം കൂടെ ചേർത്ത് 8, പിന്നെ ഇവിടെ 7. So let us write this as n into n minus 1 into n minus 2 into n minus 3 is equal to 2 into 5 is 10. This 3 into 3 is 9. Then this 3 2s. 2 into 2 into 2 is 8. Finally, you have a 7 here. So LHS is the product of 4 consecutive integers. RHS is also now a product of 4 consecutive integers. അതിൽ ലാർജസ്റ്റ് എടുത്ത് ലാർജസ്റ്റിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. ലാർജസ്റ്റിലേക്ക് അല്ലല്ലോ പോയത്, തൊട്ട് ബാക്കിലുണ്ട്. യെസ്, ലാർജസ്റ്റ് n ടു ലാർജസ്റ്റ് n is equal to 10. ഇനി ഒരാൾ പറയാണ് എനിക്ക് അങ്ങനെ സാറ് പറയുന്ന പോലെ ഒന്നും ചെയ്യാൻ സൗകര്യമില്ല, ഞാൻ സ്മോളസ്റ്റ് എടുത്ത് സ്മോളസ്റ്റിലേക്ക് ഇക്വേറ്റ് ചെയ്യും. ഒരു വിഷയമില്ല. n minus 3 is equal to 7 എന്ന് കിട്ടും. n is equal to അപ്പോഴും 10 തന്നെയാണ്. ഇനി വേറൊരാൾ പറയുകയാണ് എനിക്ക് അതിനും സൗകര്യമില്ല, ഞാൻ സെക്കൻഡ് ലാർജസ്റ്റ് ഇക്വേറ്റ് ചെയ്യും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. യെസ്, എനിവേ n equal to 10. എവിടെ ഓപ്ഷൻ ഉണ്ടോ? യെസ്, ദർ ഇസ് ഓപ്ഷൻ 4. സോ ലെറ്റ് us go forward. ഇതെല്ലാം ചെയ്തേ. A is equal to 1 8 11 14 25. There are 5 elements in this A. Then the condition to define a surjection. അപ്പോൾ അവിടെ ഒരു കാര്യം അറിയണം. സർജക്ഷൻ എന്ന് വെച്ചാൽ ഓൺ ടു ഫംഗ്ഷൻ പറയുന്ന വേറെ പേരാണ്. ഒരു ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഇത് ഡൊമൈൻ എയും ഇത് കോഡൊമൈൻ ബിയും ആണെങ്കിൽ ഈ കോഡൊമൈനിൽ ഒരാൾ പോലും വെറുതെ നിൽക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് ഓൺ ടു ഫംഗ്ഷൻസ് അഥവാ സർജക്റ്റീവ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ സർജക്ഷൻ എന്നൊക്കെ പറയാം. അങ്ങനെ ആരും വെറുതെ നിൽക്കാൻ പാടില്ലെങ്കിൽ ഇത് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ വേറൊരു പ്രശ്നവും കൂടി ഇവിടെ ഉണ്ട്. ഇവിടെ യുണീക്ക് ഇമേജ് മാത്രമേ പാടുള്ളൂ. ഇവിടുത്തെ ഒരു വാല്യൂവിന് തന്നെ രണ്ടെണ്ണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഫംഗ്ഷൻ ആവില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ആകെയുള്ള ഓപ്ഷൻ ഈ കോഡൊമൈനിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അതിനേക്കാൾ കൂടുതൽ ആളുകളെ ഡൊമൈനിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരേ ഒരു വഴി ടു അവോയ്ഡ് ദ പോസിബിലിറ്റി ഫോർ ഇൻടു. ഈ ഓൺ ടുവിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻടു. ഇൻടു എന്ന് വെച്ചാൽ ദർ ആർ സം എലമെന്റ്സ് ഫ്രീ ഇൻ ദ കോഡൊമൈൻ. പ്രീ ഇമേജ് ഇല്ലാതെ കുറച്ച് ആളുകൾ വെറുതെ നിന്ന് കഴിഞ്ഞാൽ ഇൻടു ആണ്. അപ്പൊ സർജക്റ്റീവ് അഥവാ ഓൺ ടു ആവണമെങ്കിൽ കോഡൊമൈനിലുള്ള എല്ലാ എലമെന്റ്സും ഒക്കുപൈഡ് ആവണം. എല്ലാ എലമെന്റ്സും ഒക്കുപൈഡ് ആവണമെങ്കിൽ ഫംഗ്ഷനിൽ യുണീക്ക് ഇമേജ് വേണം എന്നുള്ളൊരു നിർബന്ധം കൂടെ ഉള്ളത് കൊണ്ട് ദ ഓൺലി പോസിബിലിറ്റി ഈസ് യു ഹാവ് ടു മെയിൻറ്റെയിൻ മോർ എലമെന്റ്സ് ഇൻ ഡൊമൈൻ. ദാറ്റ്സ് ഓൾ. അതുകൊണ്ട് ഇവിടെ ഡൊമൈനിൽ 5 എലമെന്റ്സ് തന്നിട്ടുണ്ട്. ആ 5 എന്ന് പറയുന്നത് ആരെക്കാൾ കൂടുതലായിരിക്കണം. കോഡൊമൈനിലുള്ള എലമെന്റ്സ് എത്രയാണെന്ന് അറിയില്ല, അതുകൊണ്ട് n of b എന്ന് എടുക്കാം. സോ 5 is greater than or equal to n of b. അങ്ങനെ എല്ലാ ഓപ്ഷനിലുള്ള ഓപ്ഷൻ നേരെ തിരിച്ചാണ് എഴുതിയേക്കുന്നത്. n of b less than or equal to 5, ഓപ്ഷൻ 3. ഇവിടെ 1-2 ആളുകൾ ഓപ്ഷൻ 3 എന്ന് കമന്റ് ചെയ്തു. നിരഞ്ജൻ കൃഷ്ണ PV 3 എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. വേറെ ആളുകൾ കമന്റ് ചെയ്യാം. നിരഞ്ജൻ മാത്രം അങ്ങനെ ഇട്ട് പോയാൽ പാടില്ല. നിരഞ്ജൻ അതിന്റെ മുന്നേ എല്ലാം കമന്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, യെസ് ഗുഡ്. ഓക്കെ, കമന്റ് നിങ്ങൾ ഇടുന്ന സമയത്ത് തന്നെ ഞാൻ കാണില്ല, ഇത്തിരി ഒരു ലാഗ് ഉണ്ട്. അതുകൊണ്ട് കാണുന്ന സമയത്ത് ഞാൻ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ് us go forward.
Again, another question. If A is equal to 1, 2, 3, B is equal to 1, 2, then number of functions. Simply number of functions are choiക്കുന്നത്. Number of functions, number of elements in codomain raised to number of elements in domain. Where this N is number of elements in codomain and M is number of elements in domain. അപ്പോൾ codomain ആണ് B എന്ന് പറയുന്നത്. A to B എന്നല്ലേ പറഞ്ഞത്. From A to B എന്ന് വെച്ചാൽ A is the domain and B is the codomain. അപ്പോൾ B യിൽ 2 എലമെന്റ്സും A യിൽ 3 എലമെന്റ്സും ആണ്. അപ്പോൾ 2 raised to 3 is equal to 8. ഓപ്ഷൻ 2 ആണ് വരിക. ക്ലിയർ ആണ് എന്ന് തോന്നുന്നു. So let us go forward. Let's go to next question. Number of non-bijective mapping. Bijective mapping in എണ്ണം n factorial ആണ്. A to itself, A to A itself. ചിലപ്പോൾ ഇതിൽ on A എന്നും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാം. On A എന്ന് വെച്ചാൽ A to A അഥവാ A to itself എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് 3 raised to 3 ആണ്. അതിൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻസിന്റെ എണ്ണം 3 ഫാക്ടോറിയൽ ആണ്. അപ്പൊ നോൺ ബൈജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബൈജക്ഷൻ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ടോട്ടലിൽ നിന്ന് നമുക്ക് ഫേവറിംഗ് അല്ലാത്തവരെ സബ്ട്രാക്ട് ചെയ്ത് കളയാം. ക്വസ്റ്റ്യൻ ഈസ് നോൺ ബൈജക്റ്റീവ്. പക്ഷെ നോൺ ബൈജക്റ്റീവിന്റെ ഫോർമുല നമുക്ക് അറിയില്ല. എന്ത് ചെയ്യാം? ലെറ്റ്സ് ടേക്ക് ദ ഓൾ ഫംഗ്ഷൻസ്. മൊത്തം ഫംഗ്ഷൻസ് എടുക്കാം. മൊത്തം ഫംഗ്ഷൻസ് ആണ് 3 raised to 3. അതിനകത്ത് ബൈജക്റ്റീവ് ഉണ്ട്, നോൺ ബൈജക്റ്റീവ് ഉണ്ട്. എന്നിട്ട് ബൈജക്റ്റീവിന്റെ എണ്ണം n ഫാക്ടോറിയൽ ആണ്. ഇഫ് എ സെറ്റ് കണ്ടെയ്ൻ n elements, then number of bijective functions is equal to n factorial. So 3 raised to 3 is 27 and 3 factorial is 6. 21 minus 6 is, 27 minus 1 is 21. Option 1. എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. അടുത്ത് നോക്കാം. Let A is equal to 1, 2, 3, B is equal to A, B, C. If L is the number of functions from A to B. L എന്ന് പറയുന്നത് number of functions ആണ്. അപ്പോൾ L എത്ര വരും? Number of elements in codomain, which is 3, raised to number of elements in domain, that is also 3. 3 raised to 3 equal to 27. അങ്ങനെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അങ്ങനെ ക്വസ്റ്റ്യൻ മുഴുവൻ വായിച്ചിട്ട് പോലുമില്ല, ആൻസർ ആയി. ബാക്കി നോക്കാം. ഇനിയിപ്പോൾ വേറെ മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസർ വല്ലതാണോ? അത് ഇതിൽ വരാൻ സാധ്യതയില്ല. സ്റ്റിൽ the number of functions from A to B and M is the number of 1 functions from A to B. അപ്പോൾ ഇവിടെ 3 elements ആണ്, ഇവിടെയും 3 elements ആണ്. അങ്ങനെ ഡൊമൈനിലും കോഡൊമൈനിലും നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ ആണെങ്കിലേ ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് ഉണ്ടാവുള്ളൂ. അത് ഡിഫറെന്റ് ആണെങ്കിൽ നമ്പർ ഓഫ് ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് നേരെ ചാടി കയറി 0 എന്ന് പറഞ്ഞാൽ മതി. ഇഫ് domain and codomain have different number of elements, then bijective functions are simply not possible. That means number of bijective functions will be 0. Okay. So what to do? Yes. ഇവിടെ ഇപ്പോൾ സെയിം ആണല്ലോ, ഇപ്പോൾ 0 അല്ല, ഇവിടെ രണ്ടും 3 തന്നെയാണ്. സോ 3 ഫാക്ടോറിയൽ നമ്പർ ഓഫ് ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് m ഈക്വൽ ടു 3 ഫാക്ടോറിയൽ ഈക്വൽ ടു 6. m ഈക്വൽ ടു 6 എന്ന ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. m ഈക്വൽ ടു 9 ആണ്, തെറ്റാണ്. ഇവിടെ m ഈക്വൽ ടു 16 ആണ്, ദാറ്റ് ഇസ് ഓൾസോ റോങ്. l ഈക്വൽ ടു 9 അതും തെറ്റാണ്. ഇത് തന്നെ ഉള്ളൂ, ഓൺലി 1 ഇസ് കറക്റ്റ്. ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കുന്നതിന് മുന്നേ തന്നെ ആൻസർ ഓപ്ഷൻ കിട്ടിയത് കൊണ്ട് മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസർ വേണമെന്നൊന്ന് നോക്കിയെന്നേ ഉള്ളൂ. മുമ്പോട്ട് പോകാം. ഇത്രയൊക്കെ തന്നെ അതിൽ പറയാനുള്ളൂ. l is 27. അടുത്ത് നമ്പർ ഓഫ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻസ് പോസിബിൾ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡൊമൈനിലുള്ള എല്ലാ വാല്യൂസും കോഡൊമൈനിലുള്ള ഒരേ വാല്യൂയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഫ്രം ആർ ടു ബി വെർ ബി ഈസ് ഈക്വൽ ടു, ഫ്രം ആർ ടു ബി എന്നാണ് പറയുന്നത്. ആർ എന്താ റിയൽ നമ്പേഴ്സ് ആണോ? അങ്ങനെയാണെങ്കിൽ ആൻസർ ഇൻഫിനിറ്റി വരേണ്ടതാണ്. റിയൽ നമ്പേഴ്സിൽ ഇൻഫിനിറ്റ്ലി മെനി റിയൽ നമ്പേഴ്സ് ഉണ്ട്. അത് ഈ ബിയിലുള്ള ഓരോരോ വാല്യൂ യൂസ് ചെയ്യുന്നു. ഇല്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. ആൻസർ ഇൻഫിനിറ്റി അല്ല. ആർ എന്ന് പറയുമ്പോൾ റിയൽ നമ്പേഴ്സ്, അത് ബിയിലുള്ള വാല്യൂസ് മാത്രമേ, ബി ആണ് കോഡൊമൈൻ, ഈ കോഡൊമൈനിലുള്ള വാല്യൂസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ 2, 4, 6, 8, 24 വരെ എടുക്കുമ്പോൾ 12 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ഫംഗ്ഷൻസ് ഉണ്ടാവും? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 ഒരു ഫംഗ്ഷൻ, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, കാരണം ഡൊമൈൻ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4 അടുത്ത ഫംഗ്ഷൻ. അങ്ങനെ പോയി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 24 വരെ എഴുതാം. 2, 4, 6 അങ്ങനെ 24 വരെ എഴുതിയാൽ 12 ഫംഗ്ഷൻസ് ആണ് ഇവിടെ ഉണ്ടാവുക എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നോ അതർ കൺഫ്യൂഷൻസ്. കാരണം കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ മീൻസ് fx takes same values for all values of x. Such functions are known as constant functions. So let us go to next. F from R to R, G from R to R are defined as fx equal to 0 when x is rational and 1 when x is irrational. അടുത്തത് gx is -1 when x is rational and 0 when x is irrational. മുകളിൽ കൊടുത്തതിന് നേരെ തിരിച്ചാണ്. ഇവിടെ റാഷണൽ ആകുമ്പോഴാണ് 0, ഇവിടെ ഇറാഷണൽ ആകുമ്പോഴാണ് 0. മാത്രമല്ല ഇവിടെ റാഷണൽ ആകുമ്പോൾ 1 ആണ്, ഇവിടെ റാഷണൽ ആകുമ്പോൾ 1 അല്ല, പകരം -1 ആണ്. ഇങ്ങനെ ഫംഗ്ഷൻ. ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ടൈപ്പ് ഫംഗ്ഷൻസ് തന്നിട്ട് കണ്ടിന്യൂസ് ആണോ ഡിസ്കണ്ടിന്യൂസ് ആണോ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ റാഷണൽ ഇറാഷണൽ ബേസ്ഡ് ബാരിയറുകൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉറപ്പിച്ചോ അത് ഡിസ്കണ്ടിന്യൂസ് ആവാനാണ് സാധ്യത. അങ്ങനെ സാധ്യത എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളും കൂടി അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ കേസിലാണ് ചോദിക്കുന്നതെങ്കിൽ എഫ് എക്സ് ഒരു ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, ജി എക്സ് ഇസ് ഓൾസോ ഡിസ്കണ്ടിന്യൂസ്. എവിടെയാണ് ഡിസ്കണ്ടിന്യൂസ് ചോദിച്ചാൽ അറ്റ് എവറി റിയൽ നമ്പേഴ്സ്, എല്ലാ റിയൽ നമ്പേഴ്സിലും ഡിസ്കണ്ടിന്യൂസ് ആണ്. കാരണം റാഷണലും ഇറാഷണലും എപ്പോഴാണ് തുടങ്ങുന്നത്, ഒരു റാഷണൽ പിന്നെ ഇറാഷണൽ ഏതാ അതിന്റെ ഓർഡർ എന്നൊന്നും ആർക്കും അറിയില്ല, അങ്ങനെ പറയാനും കഴിയില്ല.
യെസ്, പക്ഷെ ഇപ്പൊ ചോദ്യം ഒന്നുമല്ല, ഞാൻ വെറുതെ ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയിന്നേ ഉള്ളൂ. ഇവിടെ ചോദ്യം f.g ഓഫ് പൈ ആണ്. സോ വി ഷുഡ് നോ വാട്ട് ഈസ് f.g. f.g എന്ന് വെച്ചാൽ ആദ്യം ഈ പൈ എടുത്തിട്ട് നമ്മൾ ജിയിലേക്ക് കൊടുക്കും. അപ്പൊ ജി ഓഫ് പൈ കിട്ടും. ആ ജി ഓഫ് പൈ ഒരു വാല്യൂ ആയിരിക്കുമല്ലോ, ആ വാല്യൂ എഫിന് പിന്നീട് പാസ് ചെയ്യും. എന്നിട്ട് എഫ് അത് ഉപയോഗിച്ച് വേറൊരു വാല്യൂ ജനറേറ്റ് ചെയ്യും. ദിസ് ഇസ് വാട്ട് ഇസ് f.g. അപ്പൊ g.f എന്തായിരിക്കും? നേരെ തിരിച്ച് E, first of all, this E go to F and F generates a value. That value will be passed to G and G generates another value. ഇങ്ങനെയാണ് G.F ഓപ്പറേറ്റ് ചെയ്യുക. ഇത് രണ്ടും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം f.g ഓഫ് പൈയില് പൈ ഫസ്റ്റ് ഓഫ് ഓൾ പോകുന്നത് ജിയിലേക്കാണ്. ഈ പൈ എല്ലാവർക്കും അറിയാം, അതൊരു ഇറാഷണൽ നമ്പർ ആണ്. ഇറാഷണൽ നമ്പേഴ്സിൽ തന്നെ സേർഡ്സ്, ട്രാൻസെൻഡൽ നമ്പേഴ്സ് എന്ന് പറയുന്ന രണ്ട് കാറ്റഗറി ഉണ്ട്. അതിൽ പൈ ഈവൺ ഒരു സേർഡ് പോലും അല്ല, അതൊരു ട്രാൻസെൻഡൽ നമ്പർ ആണ്. എന്ന് വെച്ചാൽ വളരെ കൂടിയ ഇനം ഇറാഷണൽ നമ്പർ ആണ്. അപ്പൊ പൈ ഇറാഷണൽ ആയതുകൊണ്ട് തന്നെ ജി ഓഫ് പൈ ഇവിടെയാണ് ഓപ്പറേറ്റ് ചെയ്യുക. ജി ഈസ് എക്സ് ഈസ് ആണ് ഇറാഷണൽ. അപ്പൊ ഇത് 0 ആണ്. അപ്പൊ ജി ഓഫ് പൈ 0 ആണ്. ഇനി എഫ് എടുക്കണം. എഫിലേക്ക് പോകുമ്പോൾ റാഷണൽ സൈഡാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ എക്സിലേക്ക് കൊടുത്തത് പൈ ഇറാഷണൽ ഒക്കെ തന്നെ, പക്ഷെ ഈ എഫിലേക്ക് വരുന്ന ഒരിക്കലും ആ പൈ അല്ല, ജി ഓഫ് പൈ ആണ്. ആ ജി ഓഫ് പൈ റാഷണൽ ആണ്. ക്ലിയർ ആയി ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടേക്ക് റാഷണൽ വരുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന വാല്യൂ 0 ആണ്. എന്ന് വെച്ചാൽ f.g ഈസ് ഈക്വൽ ടു f(0) ആദ്യം കിട്ടും, ബിക്കോസ് g ഓഫ് പൈ ഈസ് 0, ദാറ്റ് ഈസ് അഗൈൻ 0. അടുത്ത ഇത് ഓപ്പറേറ്റ് ചെയ്യാം. g.f ഓഫ് e. ഈ അഗൈൻ ഇറാഷണൽ നമ്പർ ആണ്. അത് എഫിലേക്കാണ് പോകുന്നത്. എഫിലേക്ക് ഇറാഷണൽ ചെന്നാൽ 1 ആണ്. ആ 1 റാഷണൽ ആണ്. ആ റാഷണൽ നമ്മളിവിടെ കൊടുത്താൽ -1 ആവും. സോ ദാറ്റ് ഈസ് -1. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. f.g of pi is 0 and g.f of e is -1. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 0 plus -1 equal to -1 could be the final answer. -1 ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഇറ്റ്സ് ദർ ഓപ്ഷൻ 1. ക്ലിയർ ആണെന്ന് തോന്നുന്നു. അപ്പൊ ആദ്യം നമ്മൾ കോമ്പോസിഷൻ എന്താന്ന് മനസ്സിലാക്കുക. f.g മീൻസ് x go to g, then that g of x go to f. g.f ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. പിന്നെ റാഷണൽ ഇറാഷണൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഒറിജിനൽ വാല്യൂ ഇറാഷണൽ ആണോ എന്നല്ല നമ്മൾ നോക്കേണ്ടത്. ഒറിജിനൽ വാല്യൂ ഇറാഷണൽ ആയിരിക്കാം. അത് ഫസ്റ്റ് എഫിലേക്കോ ജിയിലേക്കോ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ജനറേറ്റ് ചെയ്യുന്ന വാല്യൂ റാഷണൽ ആണെങ്കിൽ അതാണ് സെക്കൻഡ് ഫംഗ്ഷനിൽ നമ്മൾ കണ്ടീഷൻ ആയിട്ട് കൊടുക്കേണ്ടത്. ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ നൗ. റെഡി ആണോ? സോ ലെറ്റ് us go forward. അടുത്ത നോക്കാം. fx is equal to a minus x raised to n all raised to 1/n, then f.f. രണ്ട് തവണ കോമ്പോസിഷൻ എടുക്കുക. കോമ്പോസിഷൻ എടുക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. റീപ്ലേസ് എക്സ് ബൈ എഫ് എക്സ് ഇൻ ദ ഡെഫിനിഷൻ ഓഫ് എഫ്. അതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ f.g ആണെങ്കിൽ f.g ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ദിസ് ഇസ് ഒബ്റ്റൈൻഡ് ബൈ f.g is obtained by എഴുതുന്നില്ലല്ലോ, replacing x by g of x in fx. ഇതാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ. ഈ f.g കിട്ടണമെങ്കിൽ എഫിനെ ഔട്ടർ ഫംഗ്ഷൻ എന്നും ജിനെ ഇന്നർ ഫംഗ്ഷൻ എന്നും നമുക്ക് കൺവീനിയൻസിന് വേണ്ടി വിളിക്കാം. അതിൽ ഇന്നർ ഫംഗ്ഷൻ ജി എക്സ് എക്സിന് പകരം റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. റീപ്ലേസ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഇൻ ദ ഡെഫിനിഷൻ ഓഫ് എഫ് എക്സ്. കുറച്ചുകൂടി വെർബൽ ആയിട്ട് പറഞ്ഞാൽ റീപ്ലേസ് എക്സ് ബൈ ദ ഇന്നർ ഫംഗ്ഷൻ ഇൻ ദ ഡെഫിനിഷൻ ഓഫ് ഔട്ടർ ഫംഗ്ഷൻ. അതായത് നേരെ തിരിച്ചാണെങ്കിൽ g.f ഈസ് ഒബ്റ്റൈൻഡ് ബൈ റീപ്ലേസിംഗ് എക്സ് ബൈ എഫ് എക്സ് ഉള്ളിലെ ഫംഗ്ഷൻ. അതായത് ഇതിനെ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതി നോക്കിയാൽ മതി. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ജി എക്സിലെ എക്സ് ഇരുന്ന സ്ഥലത്ത് എഫ് എക്സ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. ചിലപ്പോൾ സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടാവില്ല, ചിലപ്പോൾ സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. ഡിപ്പെൻസ്. ഇതാണ് പരിപാടി. ബട്ട് വെൻ യു കം ഇൻ ടു ദിസ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇവിടെ f.g ഇല്ല, അത് f.f തന്നെയാണ്. ദാറ്റ് മീൻസ് ഔട്ടർ ഫംഗ്ഷൻ ഈസ് എഫ്, ഇന്നർ ഫംഗ്ഷൻ ഈസ് ഓൾസോ എഫ്. അതുകൊണ്ട് എക്സിനെ നിങ്ങൾ റീപ്ലേസ് ചെയ്യണം ബൈ എഫ് എക്സ് തന്നെയാണ് ഇൻ ദ ഡെഫിനിഷൻ ഓഫ് എഫ് എക്സ് ഇറ്റ് സെൽഫ്. ഇതിനാണ് നമ്മൾ സെൽഫ് കോമ്പോസിഷൻ എന്നൊക്കെ വിളിക്കുക. അറിയാമെന്ന് തോന്നുന്നു. അപ്പൊ ചെയ്ത് നോക്കാം. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കോമ്പോസിഷൻ എന്താണ്, അത് എങ്ങനെ എടുക്കുക എന്നൊന്നും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് വിൽ ബി നോയിങ് ഹൗ ടു ടേക്ക് ദ കോമ്പോസിഷൻ. എന്നാലും പറയല്ല എൻ്റെ ഒരു പണിയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ തുടങ്ങാം. എഫ് ഓഫ് എഫ് എക്സ് ഈസ് ഈക്വൽ ടു എ മൈനസ് ഓഫ് എഫ് എക്സ് റൈസ് ടു എൻ ഓൾ റൈസ് ടു 1/n. ഇതാണ് കാര്യം. എഫ് ഓഫ് എക്സ് ആണ് എ മൈനസ് ഓഫ് എക്സ് റൈസ് ടു എൻ ഓൾ റൈസ് ടു 1/n. ഈ എക്സിന് പകരം ഞാൻ എഫ് എക്സ് തന്നെ കൊടുത്തു ടു ഗെറ്റ് എഫ് ഓഫ് എക്സ്. ദാറ്റ്സ് ഓൾ. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്യണം. ആ ഉള്ളിലുള്ള എഫ് എക്സിന് പകരം എ മൈനസ് ഓഫ്
a minus of x raised to n all raised to 1 by n all raised to n again all raised to 1 by n. This is equal to a minus of ഇവിടെ നമുക്കൊരു റൈസ് ടു 1 by n അതിന്റെ പവറിൽ വീണ്ടും n ഉണ്ട്. അങ്ങനെ റൈസ് ടു 1 by n എന്ന് പറയുമ്പോൾ nth റൂട്ടാണ്. പിന്നെ റൈസ് ടു n രണ്ടും കൂടെ ക്യാൻസൽ ആവും. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. So this is a minus of a minus x raised to n all raised to 1 by n. A can be cancelled. Then minus of minus x raised to n is x raised to n all raised to 1 by n. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. x raised to n എന്ന് വെച്ചാൽ nth പവർ 1 by n എന്ന് പറഞ്ഞാൽ nth റൂട്ട് രണ്ടും കൂടി എടുക്കും. ഫൈനൽ ആൻസർ x കിട്ടും. So f dot f is equal to x itself. അങ്ങനെ കിട്ടുന്ന സമയത്ത് ഇതിനെ സെൽഫ് ഇൻവേഴ്സ് എന്നാണ് വിളിക്കുക. ഈ f എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ഓഫ് x ഇത് f തന്നെയാണ്. അതൊന്നും ഈ ക്വസ്റ്റിലേക്ക് ആവശ്യമില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ വേറെ ഏതെങ്കിലും ക്വസ്റ്റിൽ ഉപയോഗപ്പെടുകയാണെങ്കിൽ പെടട്ടെ എന്ന് വിചാരിച്ച് മാക്സിമം ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പൊ ഇതാണ് കാര്യം. എഫ് ഓഫ് എഫ് എടുത്ത സമയത്ത് എഫ് ഡോട്ട് എഫ് എടുത്ത സമയത്ത് നമുക്ക് എക്സ് കിട്ടി. എക്സ് ഒരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. അങ്ങനെ സെൽഫ് കോമ്പോസിഷൻ എടുക്കുമ്പോൾ എക്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സെൽഫ് ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. സെൽഫ് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആകുമ്പോൾ ആ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആ ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. അങ്ങനെ അപ്പോൾ എക്സ് എന്ന ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഇറ്റ്സ് ദർ ഇൻ ഓപ്ഷൻ 1. യെസ്, കുറെ ആളുകൾ വണ്ണ് എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാവും. ഇപ്പൊ ലൈവില് ഞാൻ നോക്കുന്ന സമയത്ത് 268 ആള് എന്നൊക്കെ കാണുന്നുണ്ട്. അതൊരു വലിയ നമ്പർ ആയിട്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റ് ചാനലുകളുടെ ലൈവ് നമ്മുടെ JEE ചാനലിന്റെ ലൈവുമായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എല്ലാവരും നന്നായിട്ട് ഇരിക്കുക. 268 ആളാണെങ്കിലും ഇനിയിപ്പോൾ ഒരാളെ ഉള്ളൂന്നുണ്ടെങ്കിൽ ആ ഒരാൾ അവിടെ ഇരുന്ന് പഠിക്കുകയാണ്. ഒരു പെന്നും പേപ്പറും ഒക്കെ എടുത്ത് വെച്ച് ക്വസ്റ്റ്യൻസ് ഇതിനെ പാരലായിട്ട് ചെയ്ത് ആൻസർ ഒക്കെ ഇവിടെ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് വളരെ വലിയ വർത്തായിട്ട് തന്നെയാണ് കാണുന്നത്. സോ ലെറ്റ് us go to forward. fx is equal to x divided by square root of 1 plus x square. Then f dot f dot f. 3 തവണ. ഇപ്പൊ നമ്മൾ 2 തവണയാണ് കോമ്പോസിഷൻ എടുത്ത്. ഇനി 3 തവണ കോമ്പോസിഷൻ എടുക്കാനാണ് പറയുന്നത്. ഇത് 3 കൂടെ ഒറ്റയടിക്ക് അങ്ങോട്ട് എടുക്കുകയല്ല ചെയ്യുക. ആദ്യം നമ്മളൊരു എഫ് എടുക്കും, എന്നിട്ട് ഒരു ബേസ് സ്റ്റേഷൻ ആയിട്ട് ഒരു എഫ് ഡോട്ട് എഫിലേക്ക് വരും, എന്നിട്ട് നമ്മൾ ഒന്നും കൂടി എടുക്കും. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ചെയ്താൽ മതി. നോക്കാം. fx is equal to x divided by square root of 1 plus x square. അപ്പൊ f dot f കൂടുതൽ പറയേണ്ട കാര്യമില്ല. That is f of x divided by, I am replacing x by f of x. Square root of 1 plus fx the whole square. ഇനി ഈ മുകളിൽ ന്യൂമറേറ്ററിലും താഴേക്കുള്ള fxന് പകരം fxന്റെ പഴയ ഡെഫിനേഷൻ തന്നെ തിരിച്ചു കൊടുക്കുക. So x divided by root of 1 plus x square all divided by root of 1 plus അവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ x square divided by 1 plus x square. ഇവിടെ നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. x divided by root of 1 plus x square all divided by root of 1 plus x square plus again x square all divided by root of 1 plus x square. ഇത് രണ്ടും കൂടി ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ x divided by root of 1 plus x square is 1 plus 2x square. ആൻസർ ആയിട്ടില്ല. ഇത് f dot f ആയിട്ടുള്ളൂ. ബട്ട് ക്വസ്റ്റ്യൻ ഈസ് വൺസ് അഗൈൻ കോമ്പോസിഷൻ f dot f dot f. അത് നമുക്കൊന്ന് നോക്കാം. f dot f ഓൾറെഡി കിട്ടി. ഇനി f dot f ആവുമ്പോൾ f divided by f of x divided by root of f dot f ന്റെ ഡെഫിനേഷനിലാണ് ഇത് റീപ്ലേസ് ചെയ്യേണ്ടത്. ഇത്രയും നമുക്ക് കിട്ടി. ഇനി ഉള്ളിൽ ഒരു എഫ് കൂടി വരുന്ന സമയത്ത് ഈ എഫ് ഡോട്ട് എഫിന്റെ ഡെഫിനേഷനകത്ത് എക്സിന് പകരം എഫ് എക്സ് എന്ന് റീപ്ലേസ് ചെയ്യാം. ഒരേ പ്രൊസീജിയർ തന്നെ, ഒന്നിലധികം തവണ ചെയ്യാൻ പറഞ്ഞാൽ ഒന്ന് ചെയ്യാം, വീണ്ടും ആ ഡെഫിനേഷൻ എടുത്തുകൊണ്ട് ഇതേ പരിപാടി ഒന്നും കൂടെ ചെയ്യാം. സോ 1 plus 2 into x square divided by 1 plus x square. This is equal to, അയ്യോ ഞാൻ ചാടി കയറി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇരിക്കട്ടെ, എഫ് എക്സ് ഹോൾ സ്ക്വയർ. അടുത്ത സ്റ്റെപ്പിൽ ചെയ്താൽ മതി. സോ ദിസ് എഫ് എക്സ് ഈസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 plus x square. 1 വളഞ്ഞു പോയി, അപ്പൊ നിർത്തി എഴുതാം. 1 plus x square all divided by square root of 1 plus 2 into x square divided by 1 plus x square. ഇത് വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ x divided by root of 1 plus x square all divided by what do you get? 1 plus ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 plus x square plus 2x square all divided by root of 1 plus x square. ഇത് ഇവിടെ ഇങ്ങനെ ക്യാൻസൽ ആവും. ഫൈനൽ ആൻസർ ഈസ് x divided by root of 1 plus x square plus 2x square is 3x square. സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ്. കാൽക്കുലേഷൻ സിംപ്ലിഫിക്കേഷൻ ആണ്. അതൊന്നും ഇങ്ങനെ മെനക്കെട്ടിരുന്ന് ചെയ്യുക, വീണ്ടും ചെയ്യുക, അങ്ങനെയുള്ള അല്ല. അവിടെ ലോജിക്കലി നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരാനൊന്നുമില്ല. വേറെ ഏതെങ്കിലും ട്രിക്ക് ഉപയോഗിച്ചത് സോൾവ് ചെയ്യാനും കഴിയില്ല. ചിലപ്പോൾ കഴിയുമായിരിക്കും, എനിവേ എനിക്കറിയില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. സോ എക്സ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 plus 3x square is there in ഫസ്റ്റ് ചോയ്സ്. ഇതൊക്കെ ടിപ്പിക്കലായിട്ട് കാണാറുള്ള ഈ മിക്കവാറും നമ്മൾ ഈ പറയുന്ന സെങ്കേജ് GRB എന്നൊക്കെ പറഞ്ഞ് കുറെ പുസ്തകങ്ങളുണ്ടല്ലോ, അതിലൊക്കെ നമ്മൾ മറിച്ചു നോക്കി അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ കുറെ ഈസി ക്വസ്റ്റ്യൻസിന്റെ കൂട്ടത്തിൽ കൊടുക്കുന്ന ഒരു വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു കോമൺ ക്വസ്റ്റ്യൻ മാത്രമാണത്. സോ ലെറ്റ് us go forward. What is next question?
fx is equal to e raised to x plus e raised to minus x divided by 2. ഒരു ജനറൽ നോളജിൽ നിൽക്ക് നിങ്ങൾ അറിവിലേക്ക് പറഞ്ഞുതരാം. ഇത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ എന്നാണ് ഇതിനെ വിളിക്കുക. നമ്മൾ സിലബസിൽ അതൊന്നുമില്ല. ഇനി സിലബസിൽ ഏതെങ്കിലും ഭാഗത്ത് ഡിഫറൻസിയേഷനിലോ ഇന്റഗ്രേഷനിലോ ഈ ടൈപ്പ് ഫംഗ്ഷൻസ് ഒക്കെ ഇൻവോൾവ് ആണെങ്കിൽ പോലും അത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ് എന്നൊരു നോളജ് നമുക്ക് സിലബസിൽ എങ്ങും ആവശ്യമേ വരുന്നില്ല. ഇതിനെ നമ്മൾ വിളിക്കുക കോസ് എച്ച് ഓഫ് എക്സ് എന്നാണ്. കോസ് എച്ച് ഓഫ് എക്സ്. ഈ പ്ലസിന് പകരം മൈനസ് ആണെങ്കിൽ അതും ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ്. അതിനാണ് സൈൻ എച്ച് ഓഫ് എക്സ് എന്ന് വിളിക്കുക. അപ്പൊ സംശയം ഈ ടാൻ എച്ച് ഓഫ് എക്സും കൊസീക് എച്ച് ഓഫ് എക്സും ഒക്കെ ഉണ്ടോ? ഓഫ് കോഴ്സ് അതെല്ലാം ഉണ്ട്. അതെല്ലാം ട്രിഗ്നോമെട്രിയിലെ കോഷ്യന്റ് റിലേഷൻസും റെസിപ്രോക്കൽ റിലേഷൻസിനോട് സിമിലർ ആയിട്ടുള്ള ഫോർമുല ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് എല്ലാം കണ്ടുപിടിക്കാം. എങ്ങനെയായിരിക്കും? ടാൻ എച്ച് ഓഫ് എക്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ that is equal to sin h of x divided by cos h of x. അപ്പൊ അതെന്താവും? e raised to x minus e raised to minus x divided by e raised to x plus e raised to minus x. അതേപോലെ cosec h of x ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ that is 1 by sin of h of x. ട്രിഗ്നോമെട്രിയിലെ റിലേഷൻസ് എന്ന് വെച്ചാൽ ട്രിഗ്നോമെട്രി എന്നല്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. എച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ സൈൻ എച്ച് ഓഫ് എക്സ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് റെസിപ്രോക്കൽ എടുക്കും, 2 മുകളിലോട്ട് പോകും. സോ 2 ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ആണ് കൊസീക് എച്ച് ഓഫ് എക്സ് വരിക. ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. നമുക്ക് പറയേണ്ടത് ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്താണെന്നാണ്. ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതിന്റെ പ്രൊസീജിയർ ഞാൻ ഇവിടെ വിശദീകരിച്ചു പോവാം. സ്റ്റെപ്പ് 1 പുട്ട് എഫ് എക്സ് ഈക്വൽ ടു വൈ. എഫ് എക്സ് ഇരുന്ന സ്ഥലത്ത് എഫ് എക്സിനെ അവിടെ നിന്ന് മാറ്റുക, അതിന് പകരം വൈ എന്ന് കൊടുക്കുക. സ്റ്റെപ്പ് 2 ഫൈൻഡ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ. എക്സിനെ വൈൻ്റെ ടേമിൽ കണ്ടുപിടിക്കുക. ഇതാണ് ഈ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന പ്രൊസീജിയറിന്റെ ഹാർട്ട് എന്ന് പറയുന്നത്. ഇത് എളുപ്പമാണോ ടഫാണോ എന്നതൊക്കെ ഈ നിങ്ങൾക്ക് തരുന്ന ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലതില് സർ ഇതൊക്കെ എപ്പോഴാ പഠിക്കുക, എന്തിനെ പറ്റിയാ ചോദിച്ചത്? ഈ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ആണോ? അതൊന്നും നിങ്ങളുടെ സിലബസിലില്ല, നിങ്ങൾ പഠിക്കണ്ട. ഞാൻ വെറുതെ ജാട കാണിക്കാൻ വേണ്ടി എനിക്കൊക്കെ അതൊക്കെ അറിയാമെന്ന് നിങ്ങൾ വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞാണ്. ഇടോന്ന് പറയും. പിന്നെ ആരെങ്കിലും ഇങ്ങനെ എന്തൂസിയാസ്റ്റുകളുണ്ടാവല്ലോ, പാഷനേറ്റുകൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവല്ലോ, അങ്ങനത്തെ ആളുകൾക്ക് സബ്ജക്റ്റിനോട് ഒരു താല്പര്യം വരാനും തുടർന്ന് പഠിക്കാനും ഒക്കെ ഒരു ആഗ്രഹം വരാനൊക്കെ വേണ്ടിയിട്ട് ഇടക്ക് പറയുന്നതാണ്. ഒരുപാട് സീരിയസ് ആയിട്ട് എടുക്കണ്ട അതൊന്നും. അഭിരാം സി കെ ഹാപ്പി ആണോ? യെസ്. സ്റ്റെപ്പ് 3. ഓക്കെ, അപ്പൊ ഈ സ്റ്റെപ്പിനെ പറ്റി ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഫൈൻഡ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ എന്ന് പറയുന്നതാണ് ഈ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതിന്റെ ഹാർട്ട്. അതാണ് ഇവിടുത്തെ പ്രധാന പ്രോസസ്സ്. ബാക്കിയുള്ളതൊക്കെ വെറും പൊടിക്കായികൾ. നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി അതിന്റെ മുകളിൽ കുറച്ച് അവസാനം കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പിന്നെ ഉള്ളിയൊക്കെ വെറുതെ മുകളിൽ വെറുതെ വെതറല്ലോ ഗാർണിഷിങ്. ആ ഗാർണിഷിങ് പരിപാടികളാണ് സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 3ഉം ഇനി ഒരു സ്റ്റെപ്പും കൂടി എഴുതും, സ്റ്റെപ്പ് 4ഉം കൂടി എഴുതും. അതൊക്കെ വെറും തരികയുടെ പരിപാടിയാണ്. ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ആക്ച്വൽ പ്രോസസ്, ആ ബിരിയാണി വെപ്പ് നടക്കുന്നത് സ്റ്റെപ്പ് 2ലാണ്. അഭിരാം സി കെ എഞ്ചിനീയറിംഗിൽ പഠിക്കുമോ? എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ നിങ്ങൾ എടുക്കുന്ന എലക്ടീവ്സ് ആയിട്ടായിരിക്കും കോഴ്സ് പ്രോബബ്ലി ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ എടുക്കുന്ന കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടി വരും, ചിലപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടി വരില്ല. ഇവിടുത്തെ പോലെയല്ല. അവിടെ ഇപ്പോൾ മാത്സ് തന്നെ ഒരുപാട് കോഴ്സസ് ഉണ്ടാവും. ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ലീനിയർ ആൾജിബ്ര, കോംപ്ലക്സ് നമ്പേഴ്സ്, പ്രോബബിലിറ്റി, അങ്ങനെ ഒരുപാട് കോഴ്സ് ഉണ്ടാവും. അതിൽ കാൽക്കുലസ് ഒക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ പഠിക്കേണ്ടി വരും. ഡിപ്പെൻഡ് വാട്ട് ആർ ദ എലക്ടീവ് കോഴ്സസ് യു ചൂസ്. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? യെസ്. അടുത്തത് റീപ്ലേസ്. അത് കിട്ടിക്കഴിഞ്ഞാൽ റീപ്ലേസ് എക്സ് ബൈ എഫ് ഇൻവേഴ്സ് വൈ. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ സ്റ്റെപ്പ് തന്നെയാണ് അതിന്റെ ഉത്തരം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാക്കിയൊക്കെ വെറും ഉഡായിപ്പ് സ്റ്റെപ്പുകളാണ്. എഫ് എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ ഈ എഫ് നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് വൈ എന്ന് വരുമല്ലോ. അങ്ങനെ അതുകൊണ്ട് ഈ എക്സിന് പകരം നമുക്ക് എഫ് ഇൻവേഴ്സ് വൈ എന്ന് കൊടുക്കാം. അത് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ എഫ് എക്സിന് പകരം വൈ കൊടുത്തത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു പെർമിഷൻ ആണ്. ആൻഡ് സ്റ്റെപ്പ് 4 ഫൈനലി റീപ്ലേസ് വൈ ബൈ എക്സ്. അതായത് ഈ സ്റ്റെപ്പ് 3 കഴിഞ്ഞാൽ പിന്നെ എക്സ് കാണാനേ ഉണ്ടാവില്ല. ഉള്ള എക്സിനെല്ലാം നിങ്ങൾ എഫ് ഇൻവേഴ്സ് വൈ എന്ന് എഴുതുമ്പോൾ മൊത്തം വൈൻ്റെ ടേമിലായിരിക്കും. എന്നിട്ട് 4ാമത്തെ സ്റ്റെപ്പിൽ ആ വൈനെ മൊത്തം മാറ്റിയിട്ട് എന്താക്കുക? എക്സ് ആക്കുക. ഇത് ഞാൻ കാച്ചി കുറുക്കി, അതായത് കൂടുതൽ ഇതിനെ പറ്റിയൊന്നും വറീഡ് ആവാതെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, ഇതിനൊരു മെക്കാനിക്കൽ പ്രോസസ് ആക്കി മാറ്റി വെച്ചേക്കാണ്. ഈ 4 സ്റ്റെപ്സിലൂടെ നിങ്ങൾ ഇങ്ങനെ 1 by 1 ആയിട്ട് കടന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അറിയാതെ ഇൻവേഴ്സിൽ എത്തിക്കോളും. വേറെ നിങ്ങളെ ബുദ്ധിയൊന്നും അവിടെ ഉപയോഗിക്കാതെ ഇരുന്നാൽ മതിയാവും. പക്ഷെ സ്റ്റെപ്പ് 2ൽ ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. ബിക്കോസ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ഫംഗ്ഷൻ. ഓരോ ഫംഗ്ഷനിലും ഈ ഒരു പ്രോസസ് കൺവേർട്ട് എക്സ് ഇൻ ടു ദ ടേംസ് ഓഫ് വൈ എന്ന് പറയുന്നത് കുറച്ച് ഒരു ക്വസ്റ്റ്യൻ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് തൽക്കാലം ഈ ക്വസ്റ്റ്യന്റെ കോണ്ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യാം. It's really fun. Really fun means really tough. No, not that tough. നോക്കാം. So fx is equal to e raised to x plus e raised to minus x divided by 2. ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? put fx equal to y. fx ന് പകരം y കൊടുക്കുക. അതായത് എന്തായി? y is equal to e raised to x plus e raised to minus x all divided by
2. ഇനി എന്ത് ചെയ്യണം? രണ്ടാമത്തെ സ്റ്റെപ്പ്, കൺവേർട്ട് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ. അതാണ് പാട്. ലൈവിലുള്ള ആൾക്കാരെ എണ്ണ യൂട്യൂബിൽ ഇങ്ങനെ കൂടി വരുന്നുണ്ടല്ലോ. ഞാൻ ഇപ്പോൾ കുറച്ച് മുന്നേ നോക്കി 250, ഇപ്പോൾ 300, 300 എന്നൊക്കെ പറഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ഈ വീഡിയോ കൊണ്ട് യൂസ് ഉണ്ടാവുമെന്ന് തോന്നുന്നവർക്കൊക്കെ വേഗം ലിങ്ക് അയച്ചു കൊടുത്തിട്ട് എല്ലാവരോടും ജോയിൻ ചെയ്യാൻ വേണ്ടി പറയാം. അങ്ങനെയൊക്കെയാണല്ലോ യൂട്യൂബേഴ്സ് പറയാം. യെസ്, സോ ഈ 2 നമ്മൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ 2y ഈസ് ഈക്വൽ ടു e raised to x പ്ലസ് e raised to മൈനസ് എക്സ്. ഈ e raised to മൈനസ് എക്സ് പോകാൻ വേണ്ടി നമുക്ക് ത്രൂ ഔട്ട് ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ദിസ് എൻറ്റയർ ഇക്വേഷൻ ത്രൂ ഔട്ട് ബൈ e raised to x. അങ്ങനെ ചെയ്താൽ 2 e raised to x y is equal to this e raised to x will become e raised to 2x plus 1. ഇനി LHSലുള്ള ടേം നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റിയാൽ e raised to 2x. ആ e raised to 2x e raised to x ന്റെ സ്ക്വയർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. e raised to x സ്ക്വയർ ആണ് e raised to 2x minus of 2y e raised to x plus 1 is equal to 0. Observe this. What is this? This is a beautiful quadratic equation in e raised to x. ഇത് e raised to x ൽ ഒരു quadratic equation ആണ്. അതാണ് കാര്യം. അവിടെ നിന്ന് e raised to x കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ quadratic equation സോൾവ് ചെയ്താൽ മതി. quadratic equation സോൾവ് ചെയ്യാൻ നമുക്ക് ഒന്നുകിൽ ഫാക്ടറൈസ് ചെയ്യാം, അല്ലെങ്കിൽ let us use the formula minus b plus or minus root blah blah blah. എല്ലാവർക്കും അറിയാവുന്ന സ്റ്റാൻഡേർഡൈസ്ഡ് ക്വാഡ്രാറ്റിക് ഫോർമുല. അത് ഉപയോഗിച്ച് നമുക്ക് e raised to x ലേക്ക് എത്താം. അപ്പോഴും ആൻസർ ആയില്ല. കാര്യം നമുക്ക് വേണ്ടത് x ഇൻ ടേംസ് ഓഫ് y ആണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക e raised to x ആണ്. e raised to x ൽ നിന്ന് x കണ്ടുപിടിക്കാൻ നമ്മൾ ലോഗ് എടുത്താൽ മതി. ലോഗ് ടു ദ ബേസ് e. അപ്പോൾ e raised to അങ്ങോട്ട് മാറ്റുമ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വിൽ ബിക്കം ലോഗരിതം. അതുകൊണ്ട് ആദ്യം നമുക്ക് e raised to x ന് വേണ്ടി ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി വിചാരിച്ച് സോൾവ് ചെയ്യാം. സോ e raised to x is equal to minus b. What is minus b? Minus 2y. Minus of minus 2y is 2y plus or minus root of b square minus 4ac. b square അതും 2y തന്നെയാണ്. 2y സ്ക്വയർ ചെയ്താൽ ഇതൊന്നും വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള സ്റ്റെപ്പുകളൊന്നുമല്ല. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ജീവിതത്തിൽ ഇതേവരെ സോൾവ് ചെയ്യാത്തവരായിട്ട് ആരും ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിച്ചാൽ അത് നിങ്ങളോടുള്ള ഏറ്റവും വലിയ ഇൻസൾട്ട് ആയി പോകും. മൈനസ് 4ac മീൻസ് മൈനസ് 4 ഓൾ ഡിവൈഡഡ് ബൈ 2. ഇവിടെ ഒരു 4, ഇവിടെ 4 ഉണ്ട്. ആ 4 നമുക്ക് കോമൺ ഫാക്ടർ എടുക്കാം. But that 4 is inside a square root, so when that 4 come out of the square root, that becomes 2. ആ 2 നെ നമുക്ക് ഡിനോമിനേറ്ററിന് ക്യാൻസൽ ചെയ്യാം. So this is 2y plus or minus square root of 2y square minus 1 all divided by 2. 2 ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. ഇനി ഇതൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ മൈനസ് ഇവിടെ എടുക്കുന്നില്ല. സ്ക്വയർ റൂട്ട് സിംബൽസ് റെപ്രസെന്റ്സ് ഓൺലി പോസിറ്റീവ് റൂട്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ പ്ലസ് ഓർ മൈനസ് ഉണ്ട്. പക്ഷെ പ്ലസ് ഓർ മൈനസ് എടുത്തു കഴിഞ്ഞാൽ ഒരു വാല്യൂവിന് തന്നെ 2 ഇമേജ് ആയി പോകും. നമ്മളൊരു ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണല്ലോ നമ്മൾ എടുക്കുന്നത്. ഗിവൺ ഫംഗ്ഷൻ ആണ്. ഇനി നമ്മൾ എക്സ് കണ്ടുപിടിക്കുന്നതിലൂടെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് എടുക്കാൻ പോകുന്നത്. ഇൻവേഴ്സ് ഫംഗ്ഷനിൽ എന്ത് നിർബന്ധമാണ്? യുണീക്ക് ഇമേജ് മാത്രമേ പാടുള്ളൂ. ആ യുണീക്ക് ഇമേജ് ആവാൻ വേണ്ടി പ്ലസ് ഓർ മൈനസിലെ പ്ലസ് എടുത്ത് നമ്മൾ മൈനസിനെ ഒഴിവാക്കുന്നു. അപ്പൊ അതിനോട് ചേർത്ത് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം, ഇനി പ്ലസ് ഒഴിവാക്കി മൈനസ് എടുക്കാൻ പറ്റുമോ? ഓഫ് കോഴ്സ് യെസ്, അങ്ങനെയും ചെയ്യാം. അത് വേറെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതാണ് ഓപ്ഷൻ ഉള്ളതെങ്കിൽ അതാണ് എടുക്കേണ്ടത്, അതാണ് ബബിൾ ചെയ്യേണ്ടി വരിക. ഇവിടെ എനിക്ക് തോന്നുന്നു പ്ലസ് എടുക്കുന്ന വേരിയന്റ് ആണ് ഓപ്ഷൻ ഉള്ളതെന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ ആ ലൈൻ പിടിച്ച് പോവാണ്. ഇനി അത് ഫെയിൽ ആയി പോയാൽ അതിൽ നിന്ന് മൈനസ് വരുന്നത് നോക്കണ്ടേ. എനിക്ക് രണ്ടും ഉണ്ടെന്ന് തോന്നുന്നു. രണ്ടും എടുക്കുന്നതിന് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ചെറിയ പ്രശ്നം വരാൻ സാധ്യത ഉള്ളത് ഇത് e raised to x ആണ്. e raised to x ഒരിക്കലും നെഗറ്റീവ് ആവാൻ പാടില്ല. ഈ പ്ലസ് ഓർ മൈനസ് നിങ്ങൾ മൈനസ് എടുത്താൽ ചില പർട്ടിക്കുലർ വാല്യൂസ് ഓഫ് വൈയിൽ അവിടെ നെഗറ്റീവ് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ബെസ്റ്റ് ചോയ്സ് ആ പ്ലസ് ഉള്ള വേരിയന്റ് തന്നെയാണ്. ഒന്നുകൂടെ പറയാം, ഇൻ LHS ഇവിടെ ഉള്ളത് e raised to x ആണ്. e raised to x is an exponential function. Exponential function can never be negative. ഒരിക്കലും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്താവില്ല, നെഗറ്റീവ് ആവില്ല. അതുകൊണ്ട് നമ്മൾ ഈ RHSൽ പ്ലസ് ഓർ മൈനസിലെ മൈനസ് ചൂസ് ചെയ്താൽ y മൈനസ് റൂട്ട് ഓഫ് y സ്ക്വയർ മൈനസ് 1 ചൂസ് ചെയ്യുമ്പോൾ ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ ബീങ് നെഗറ്റീവ്. സാധനം നെഗറ്റീവ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൂടി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടുത്തെ പ്ലസ് വേരിയന്റ് ആണ് ചൂസ് ചെയ്യുന്നത്. സോ e raised to x is equal to y plus root of y square minus 1. What is x? x is equal to log of y plus root of y square minus 1. ഇതോടെ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. And let us look at the third step. തേർഡ് സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? റീപ്ലേസ് എക്സ് ബൈ എഫ് ഇൻവേഴ്സ് വൈ. ഈ കിട്ടിയ എക്സിനെ എഫ് ഇൻവേഴ്സ് വൈ എന്ന് വിളിക്കുക. അതോടെ അതെന്താവും? എഫ് ഇൻവേഴ്സ് വൈ is equal to log of y plus root of y square minus 1. Come to fourth step, replace y by x. അതായത് തേർഡ് സ്റ്റെപ്പ് കഴിയുന്നതോടെ അവിടെ എക്സ് എ ഉണ്ടാവില്ല. എഫ് ഇൻവേഴ്സ് വൈയിൽ ഇവിടെ വൈ ഇവിടെ വൈ ഇവിടെ വൈ. ഇനി ആ വൈനെല്ലാം എന്താക്കിയാൽ മതി? എക്സ് എന്നാക്കിയാൽ മതി. അതോടെ ആൻസർ എന്തായി? എഫ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. മെനി ഓഫ് യു ഹാഡ് ഓൾറെഡി ഗോട്ട് ദിസ് ഓപ്ഷൻ. അങ്ങനെ കിട്ടിയവർക്കൊക്കെ എൻ്റെ ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്.
ഇതൊരു വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതേ ക്വസ്റ്റ്യൻ എക്സാമിന് വരുമോ എന്നല്ല നമ്മളിവിടെ ആലോചിക്കുന്നത്. ഇങ്ങനെ ഇൻവേഴ്സ് എടുക്കാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഫംഗ്ഷൻ വന്നാലും നിങ്ങൾക്ക് ഇൻവേഴ്സ് എടുക്കാം. സോ കീപ് ഇൻ മൈൻഡ് ദീസ് 4 സ്റ്റെപ്സ്. ആദ്യം തന്നെ FX എന്ന റൈറ്റിംഗ്, അവിടെ ക്വസ്റ്റ്യനിലുള്ള FX മാറ്റി Y എന്ന് കൊടുക്കുക. എന്നിട്ട് ആ ഫംഗ്ഷനെ നന്നായി ഒബ്സർവ് ചെയ്തിട്ട് ഒരു പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്ത് ആ പ്രൊസീജിയറിന്റെ അടിസ്ഥാനത്തിൽ എക്സിനെ വൈന്റെ ടേമിലേക്ക് മാറ്റിയത്. Y ഇൻ ടേംസ് ഓഫ് എക്സ് ആണ് അവിടെ ഉണ്ടാവുക, അതിനെ X ഇൻ ടേംസ് ഓഫ് Y ആക്കി എഴുതുക. ഇതാണ് ഈ പറയുന്നത്. അതാണ് ഇൻവേഴ്സ് എടുക്കുക. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എക്സുകൾക്കെല്ലാം പകരം F ഇൻവേഴ്സ് Y എന്ന് കൊടുക്കുന്നതോടെ കംപ്ലീറ്റ് എക്സ് കൊടുന്ന് പോകും. ദ എൻറ്റയർ എക്സ്പ്രഷൻ വിൽ ബി ഓൺലി ഇൻ ടേംസ് ഓഫ് Y. ആ Yയിൽ വരുന്ന എക്സ്പ്രഷനെ Y എല്ലാം കളഞ്ഞ് ആ Y ഇരുന്ന സ്ഥലത്ത് എക്സ് ഇങ്ങനെ ചുമ്മാ എഴുതി കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യാൻ പെർമിഷൻ നമുക്ക് ഓൾവേസ് ഉണ്ടല്ലോ. അത് തന്നെ കാര്യം. ഇതും ആൻസർ ആവാനുള്ള ഒരു സാധ്യത ഇല്ലേ എന്ന് ഇപ്പോഴും എന്റെ മനസ്സ് കിടക്കുന്നുണ്ട്. കാരണം x² - 1 √(x²-1) ഒരിക്കലും എക്സിനേക്കാൾ വലുതാവില്ല. സോ ഐ തിങ്ക് വി ഹാവ് ടു ചെക്ക് ദ റേഞ്ച് ഓൾസോ. ഡൊമൈൻ റേഞ്ച് കൂടി നോക്കണം. അപ്പൊ ഇതിനുള്ളൊരു പോസിബിലിറ്റി നോക്കട്ടെ, അടുത്ത ക്ലാസ് പറയാം. സോ ലെറ്റ് us go to next. F from 1 to 3 etc. അതായത് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ് നിങ്ങളുടെ ഡൊമൈൻ. F from A to B എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ എല്ലാ ഇൻഡിജേഴ്സും ഉണ്ട്, 0 +or-1 +or-2. സോ ദിസ് ഇസ് ബേസിക്കലി F from N to Z. ഇങ്ങനെ തന്നാൽ മതിയായിരുന്നു. F from N to Z. ഡൊമൈൻ ഈസ് നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് കോഡൊമൈൻ ഈസ് ഇൻഡിജേഴ്സ്. അതാണ് ഇവിടെ കുറച്ചൊന്ന് ലെങ്തി ആയിട്ട് എഴുതി പോയേക്കുന്നത്. ഈസ് ഡിഫൈൻഡ് ദെൻ F of N is equal to n/2 when N is even. N ഈവൺ ആണെങ്കിൽ ഒരു പണിയും ചെയ്യൂല, വേഗം ഈവൺ നമ്മുടെ പകുതി അങ്ങോട്ട് കിടക്കും, n/2 ആക്കും. N ഓഡ് ആണെങ്കിൽ കുറച്ചുകൂടി വിയേർഡാണ്. n-1/2ന്റെ നെഗറ്റീവ് ആണ്. -(n-1/2) ആണ് എടുക്കുക. കാരണം n/2 എടുക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് അറിയാലോ. N ഓഡ് ആകുമ്പോൾ n/2 എടുത്തു കഴിഞ്ഞാൽ അത് ഫ്രാക്ഷൻ ആവും. അപ്പൊ അത് കോഡൊമൈനിൽ ഇല്ലാത്തൊരു നമ്പറാണ്. കോഡൊമൈനിൽ ഇൻഡിജേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് n-1/2, അല്ലെങ്കിൽ പിന്നെ n+1/2 എടുക്കണമായിരുന്നു. ഫംഗ്ഷൻ ഇപ്പൊ ഇതാണ് ചൂസ് ചെയ്തത്. എന്നിട്ട് ചോദ്യം F of -100 ആണ്, തെറ്റിദ്ധരിച്ച് പോകാൻ സാധ്യതയുണ്ട്. F of -100 അല്ല, ഇത് F ഇൻവേഴ്സ് -100 ആണ്. അതായത് എക്സിനല്ല നിങ്ങൾ -100 കൊടുക്കേണ്ടത്, F of N-നാണ് -100 കൊടുക്കേണ്ടത്. എന്നിട്ട് അതിൽ നിന്ന് N സോൾവ് ചെയ്യണം. അതാണ് സംഭവം. അതായത് F of N നിങ്ങൾക്ക് തന്നിട്ട് F of 100 ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ, if F of 100 is the question, then put N equal to 100. F ഇൻവേഴ്സ് 100 ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ പുട്ട് F of N is equal to 100. ഇതാണ് അതിന്റെ യുക്തി. ഇപ്പൊ 100 എന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. എനി നമ്പർ ഇവിടെ 100 അല്ലല്ലോ, -100 ആണ്. സോ ഈ F ഇൻവേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ F of N-നാണ് നമ്മൾ -100 കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഡൊമൈനിൽ പോസിറ്റീവ് ഇൻഡിജേഴ്സ് അഥവാ നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. നാച്ചുറൽ നമ്പേഴ്സിന്റെ പകുതി എടുത്താൽ ഒരിക്കലും -100 കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ സെഗ്മെന്റിൽ N ഈവൺ ആകുന്ന സെഗ്മെന്റിലല്ല ഈ കലാപരിപാടി നടക്കുന്നത്. N ഓഡ് ആവുന്നിടത്ത് ഇവിടെ -() ആണ്. അതായത് N is a natural number, positive integer. So n-1 is again a positive integer. By 2 ചെയ്താൽ that will be also a positive integer. ഒരു സംശയമില്ല. അതിന് നമ്മൾ മൈനസ് എടുക്കുമ്പോൾ നെഗറ്റീവ് ഇന്റിജർ ആവും. ആ നെഗറ്റീവ് ഇന്റിജർ -100 ആവാനുള്ള സാധ്യതയുണ്ട്. സോ വി ആർ ചെക്കിംഗ് ഹിയർ ഓൺലി. ഇവിടെ തെറ്റല്ല, ഇവിടെ ശരി. ഇവിടെയാണ് അതിനുള്ള സാധ്യത. When N is a natural number, this n/2 can never be -100. But when N is a natural number, this minus of n-1/2 can be -100. അതാണ് കാര്യം. സോ minus of n-1/2 is equal to -100. ആദ്യം തന്നെ മൈനസ് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്താൽ n-1/2 is equal to 100. n-1 is equal to, when we cross this 2, we will get 200. When we take this -1 to RHS, that is +1, and 200 + 1 is 201. കൂടുതൽ എന്ത് പറയാം, കഴിഞ്ഞു, സോൾവ് ചെയ്തു. നിങ്ങൾക്കും ഇതേ സ്പീഡിൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ ഒരു ആശയമാണ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്. അതായത് ഇത് വേറെ രീതി പറയാനുള്ളൂ. ഇപ്പൊ F of N ആയതുകൊണ്ട് ഞാൻ ആ ഒരു വേരിയബിളിന്റെ ടേംസിൽ തന്നെ സംസാരിച്ചു എന്നേ ഉള്ളൂ. Y equal to Fx നിങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഒരു F of A വേണമെങ്കിൽ പുട്ട് x equal to A. അതുപോലെ തന്നെ F ഇൻവേഴ്സ് A ആണ് വേണ്ടതെങ്കിൽ പുട്ട് x equal to A അല്ല, പുട്ട് y equal to A. ഈ y ഇരുന്ന സ്ഥലത്ത് A കൊടുക്കുക, എന്നിട്ട് x സോൾവ് ചെയ്യുക. ദാറ്റ് വാല്യൂ ഓഫ് x വിൽ ബി F ഇൻവേഴ്സ് A. ഓക്കെ, ക്ലിയർ ആണോ? ഹലോ വിഘ്നേഷ് M അജയ്, കിട്ടിയോ മോനെ? Okay, so let us go forward to note 1.
യെസ് fx is equal to ഇത് നമ്മളിപ്പോ പഠിച്ച ഈ പ്രൊസീജിയർ, അതായത് put to fx equal to y, then find out x in terms of y, then replace x by f inverse y, and finally replace y by x എന്ന 4 സ്റ്റെപ്പുകൾ പറഞ്ഞല്ലോ. ഈ 4 സ്റ്റെപ്പുകളെ നമുക്ക് പയറ്റി തെളിയാൻ പറ്റിയ 1 നമ്പർ എക്സാമ്പിൾ ആണിത്. ഇവിടെ ഒരു വലിയ ഫംഗ്ഷൻ തന്നേക്കുന്നത് നോക്കിയേ, സോ കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ, സൈൻ ഇൻവേഴ്സ് ഓഫ് 3 minus of x minus 6 raised to 4 all raised to 1/3. Wonderful. Then question is to find out f inverse x. So let us go through these much of steps. എന്നിട്ട് ഇത് വർക്ക് ചെയ്യോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇനി കള്ളം പറഞ്ഞാണെങ്കിലോ. So let us try. So fx ന് പകരം y കൊടുക്കുന്നു. So y is equal to sin inverse of 3 minus of x minus 6 all raised to 4 all raised to 1/3. ആദ്യം തന്നെ നമുക്ക് ഈ സൈൻ ഇൻവേഴ്സ് ഇങ്ങോട്ടേക്ക് മാറ്റാം. So 3 minus of x minus 6 all raised to 4 all raised to 1/3 is equal to when the sin inverse comes to LHS, that becomes sin y. Everybody knows this. അത് കഴിഞ്ഞ് all raised to 1/3 മാറ്റാം. all raised to 1/3 RHS ലേക്ക് പോകുമ്പോൾ അത് ക്യൂബ് ആവും. LHS 1/3 all raised to 1/3 ക്യൂബ് റൂട്ട് ആണ്. അത് RHS ലേക്ക് പോകുമ്പോൾ ക്യൂബ് ആവും. സോ 3 minus of x minus 6, ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന x ആണ് നമ്മുടെ ടാർഗറ്റ്. അതിന്റെ മുകളിൽ കുറെ സാധനങ്ങൾ വന്ന് കിടക്കുകയാണ്. അതിന് ആ എക്സിന്റെ മുകളിൽ -6 ഉണ്ട്, അതിന്റെ പുറകിൽ നെഗറ്റീവ് ഉണ്ട്, all raised to 4 ഉണ്ട്, പിന്നെ ഒരു 3 മൈനസ് ഉണ്ട്, all raised to 1/3. ഇത് ഇങ്ങനെ അഴിച്ചഴിച്ചഴിച്ചഴിച്ച ഉള്ളിലുള്ള എക്സ് വരെ നമ്മൾ ഉള്ളോട്ടേക്ക് ഇറങ്ങി ചെല്ലും. സോ ദിസ് ഇസ് സൈൻ ക്യൂബ് വൈ. നൗ ഈ എക്സ് മൈനസ് 6 all raised to 4 അങ്ങോട്ടേക്ക് പോയി സൈൻ ക്യൂബ് വൈ ഇങ്ങോട്ടേക്ക് വരട്ടെ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് സോൾവിങ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവേണ്ടതാണ് അടുത്ത സ്റ്റെപ്പ് എന്താണ്. സോ 3 മൈനസ് സൈൻ ക്യൂബ് വൈ. സോ എക്സ് മൈനസ് 6 is equal to 3 minus sin cube y all raised to 1/4. അവസാനം ഈ 6 കൂടെ അങ്ങോട്ടേക്ക് മാറ്റാം. So x is equal to 6 plus 3 minus sin cube y all raised to 1/4. ഇതാണ് x in terms of y. അടുത്ത സ്റ്റെപ്പ് റീപ്ലേസ് x by f inverse y. So f inverse y is equal to 6 plus 3 sin cube y, 6 plus 3 minus 6 plus 3 minus sin cube y all raised to 1/4. Now finally f inverse of x. You can replace this y by x. 6 plus 3 minus sin cube x all raised to 1/4. ഇതാണ് ആൻസർ. 6 plus 3 minus sin cube x all raised to 1/4. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? 6 plus 3 minus sin cube all raised to 1/4 അവർ ഫോർത്ത് റൂട്ട് എന്ന് എഴുതിയത്. അപ്പം എങ്ങനെ വരണം? 6 plus 3 minus sin cube x fourth root. 6 plus fourth root of 3 minus sin cube x. ഓക്കെ, എന്നാലും മതി. എനിക്കങ്ങനെ എന്നെ പോലെ തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓപ്ഷൻ 2. നമ്മൾ ആൻസർ എഴുതുന്നത് നമ്മളൊരു സ്റ്റൈലിലാണ് എഴുതുക. പക്ഷെ ഓപ്ഷൻ അങ്ങനെ ഉണ്ടാവണം നമ്മൾ വാശി പിടിക്കരുതല്ലോ. അപ്പോൾ അതിനകത്തുള്ള എന്താ പറയുക, നിയർ ബൈ വേരിയന്റുകൾ, അതിന് സ്ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്തി ഏതെങ്കിലും ഒരു ഓപ്ഷനിലേക്ക് ഫിറ്റ് ആക്കി എടുക്കുന്ന അതിനൊക്കെ ഒരു മൈൻഡ് എപ്പോഴും നമുക്ക് ഉണ്ടാവണം. ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രമല്ല, മോസ്റ്റ്ലി അങ്ങനെ ആയിരിക്കും. പ്രത്യേകിച്ച് ഇന്റഗ്രേഷനും ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു വൺ ഹാൻഡ് ആൻസർ ഇങ്ങനെ എഴുതി അങ്ങ് പോകുന്ന സമയത്ത് നമ്മൾ നേരെ ഒരു ആൻസറിലേക്ക് അങ്ങോട്ട് എത്തും. അത് തന്നെ ഓപ്ഷൻ ഉണ്ടെങ്കിലേ ബബിൾ ചെയ്യുള്ളൂ എന്നൊക്കെ വാശി പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബബിൾ ചെയ്യലൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ശരി. എനിവേ, എൻ്റെ സ്റ്റെപ്പുകളെല്ലാം വളരെ കറക്റ്റ് ആണെന്ന് നിങ്ങൾ കൺവിൻസ്ഡ് ആണല്ലോ. പിന്നെ ഈ സ്റ്റെപ്പുകളൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, ഞാനൊരു ടെക്സ്റ്റിൽ അടിച്ചു മാറ്റിയതാണ്. അടുത്തത്, ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇഫ് gx is a function on -1 to 1, if the area of the equilateral triangle with the equilateral triangle with the two of its vertices are at 0, 0 and x g of x. അപ്പോൾ ഇക്വലേറ്ററൽ ട്രയാങ്കിളിന്റെ 2 വെർട്ടെക്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും 3 വെർട്ടെക്സ് തരണ്ടേ എന്ന്. ആക്ച്വലി വേണ്ട, കാരണം ഇക്വലേറ്ററൽ ട്രയാങ്കിളിന്റെ 3 സൈഡും എന്താണ്, ഈക്വൽ ആണ്. ഒരു സൈഡ് ലെങ്ത് കിട്ടിയാൽ തന്നെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഇക്വലേറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് √3/4a² ആണ്, വേർ a is the side. ഇവിടെ 2 വെർട്ടിസസ് തന്നിട്ടുണ്ട്. ഒന്ന് 0, 0 അറ്റ് ഒറിജിൻ, സെക്കൻഡ് ഈസ് x, g of x. അത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് a കിട്ടും. ആ a ഉപയോഗിച്ചുകൊണ്ട് √3/4a² എടുത്താൽ ഏരിയ കിട്ടും. അതായത് നോർമലി ഒരു ട്രയാങ്കിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് 3 വെർട്ടെക്സും കിട്ടേണ്ടതാണ്. ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ടും തുടർന്ന് സംസാരിക്കുന്നത് ഏരിയ ആയതുകൊണ്ടും വി ജസ്റ്റ് നീഡ് ദ സൈഡ് ലെങ്ത്. സൈഡ് ലെങ്ത് കിട്ടാൻ 3 വെർട്ടെക്സ് വേണമെന്നില്ല, 2 വെർട്ടെക്സ് കിട്ടിയാലും മതി. ഇതാണ് കാര്യം. എന്നിട്ട് ഈ ഫംഗ്ഷൻ g of x എന്താണെന്നാണ് ചോദ്യം. അതങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂല. ജസ്റ്റ് ഈ ഒരു ഡേറ്റ ഒന്നും അതിന് സഫിഷ്യന്റ് ഇല്ല, നിങ്ങൾക്ക് അറിയാം. ഓപ്ഷനിലുള്ളതൊക്കെ നോക്കി ചിലപ്പോൾ സഫിഷ്യന്റ് ആയിരിക്കും കേട്ടോ. ഓപ്ഷനൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒരെണ്ണം ചൂസ് ചെയ്യാം. എനിക്കിപ്പോൾ ഇത് വായിച്ചപ്പോൾ സഫിഷ്യന്റ് അല്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ അതൊരു ഗട്ട് ഫീൽ മാത്രമാണ്. എൻ്റെ ഗട്ട് ഫീലിന് പ്രത്യേകിച്ച് മെറിറ്റൊന്നുമില്ലല്ലോ. അപ്പം തുടങ്ങാം. ഓക്കെ, അപ്പൊ ഇവിടെയാണ് ആരുള്ളത്? 0, 0.
ആൻഡ് ദിസ് പോയിന്റ് ഈസ് എക്സ് കോമ ജി ഓഫ് എക്സ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതൊന്നും എനിക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല, എനിക്കെന്നല്ല നിങ്ങൾക്കും ഇത് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ജി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഫോർമുല ഇൻ ജോമെട്രി. രണ്ട് പോയിന്റിന് ഇടയ്ക്ക് ഇത് എയും ഇത് ബിയും ആണെങ്കിൽ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി? സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഒരു പോയിന്റ് 0 0 ആയതുകൊണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. ആ y ആണ് ഇവിടെ gx. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതാണ് ഈ ഇക്വിലേറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് ലെങ്ത്. ഇനി ഈ ട്രയാങ്കിൾ ഇങ്ങനെ അങ്ങോട്ടുണ്ടാവും, നമ്മളതൊന്നും ബോദറിംഗ് അല്ല. വി ജസ്റ്റ് നീഡ് ദ സൈഡ് ലെങ്ത് ബിക്കോസ് ക്വസ്റ്റ്യൻ ഈസ് ടോക്കിംഗ് ഓൺലി അബൌട്ട് ദ ഏരിയ. അങ്ങനെയാണെങ്കിൽ √3/4 ഏരിയ, √3/4 into a സ്ക്വയർ ഇസ് ഈക്വൽ ടു, അത് √3/4 തന്നെയാണ് അവർ തന്നേക്കുന്നത്. അതായത് കൺഫ്യൂഷൻ ആവരുത്. ഈ LHS എഴുതിയേക്കുന്ന √3/4 a സ്ക്വയർ എന്ന് പറയുന്നത് ഇക്വിലേറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയന്റെ ഫോർമുലയാണ്. അതൊക്കെ 9th സ്റ്റാൻഡേർഡ് ടോപ്പിക്കാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എ അതിന്റെ ഏരിയ √3/4 a സ്ക്വയർ ആണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു 8th സ്റ്റാൻഡേർഡിലോ 9th സ്റ്റാൻഡേർഡിലോ ഇവിടെ എങ്ങാനോ ഇതിന്റെ ഹൈറ്റ് എന്താണെന്നും പഠിപ്പിക്കുന്നുണ്ട്. h is equal to √3/2 a. ഫോർമുലയിലും കുഴപ്പമില്ല, കാരണം ഈ ആംഗിൾ 60 ഡിഗ്രി ആണ്, ഇത് a/2 ആണ്. അപ്പോൾ അവിടുന്ന് tan 60 ഡിഗ്രി എടുത്താൽ ഇത് കിട്ടും. അങ്ങനെ അപ്പോൾ √3/2 a വരും. ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനിതൊന്നും ബൈ ഹാർട്ട് പഠിക്കാറില്ല. പിന്നെ ഇതൊക്കെ ബൈ ഹാർട്ട് ആയി പോയതാണ് ഇങ്ങനെ ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഇവിടെ √3/4 ഇങ്ങനെ ക്യാൻസൽ ചെയ്താൽ വി ഗെറ്റ് a സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 അഥവാ a ഈക്വൽ ടു 1. a എന്ന് പറയുന്നത് √x സ്ക്വയർ പ്ലസ് gx ഹോൾ സ്ക്വയർ ആണ്. അതാണ് ഇപ്പോൾ 1 എന്ന് കിട്ടിയിരിക്കുന്നത്. അതിലേക്ക് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് gx ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഡാറ്റ ഇൻസഫിഷ്യന്റ് ആണ്, ഓപ്ഷൻ നോക്കി കണ്ടുപിടിക്കണം എന്നുള്ള എന്റെ ഗട്ട് ഫീൽ അബ്സല്യൂട്ട്ലി തെറ്റായിരുന്നു. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, നേരിട്ട് കിട്ടുന്നുണ്ട്. സോ √x സ്ക്വയർ പ്ലസ് gx ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. നൗ ലെറ്റ് us square both sides to remove the square root. So x square plus gx whole square is equal to 1. Now gx whole square is equal to, when you take this x square to RHS, you will get 1 minus x square. Now gx is equal to plus or minus root of 1 minus x square. ഈ plus or minus root of 1 minus x square ഇതുപോലെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ബബിൾ ചെയ്താൽ അപ്പോഴേ തീരുമാനമായി. തെറ്റിയത് അറിയ പോലുമില്ല. അതാണല്ലോ പ്രശ്നം. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഈ പ്ലസ് ഓർ മൈനസ് എടുക്കുമ്പോൾ ഒരു എക്സിന് തന്നെ മൾട്ടിപ്പിൾ വാല്യൂസ് വരും. ഒരു പ്ലസ് വേരിയന്റ് ഉണ്ടാവും, അതിന്റെ തന്നെ ഒരു നെഗറ്റീവ് വാല്യൂവും വരും. അതുകൊണ്ട് അവിടെ മൾട്ടിപ്പിൾ ഇമേജസ് വരും. മൾട്ടിപ്പിൾ ഇമേജസ് വന്നാൽ അത് പിന്നെ ഫംഗ്ഷൻ അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് ആൻസറുകൾ ഇവിടെ ഓപ്റ്റ് ചെയ്യാം. ഏതർ gx is equal to √1 minus x square, പോസിറ്റീവ് റൂട്ട്. ഉടനെ അടുത്ത ഡൗട്ടാണ് നെഗറ്റീവ് റൂട്ട് എടുത്തൂടെ, അതും ഫംഗ്ഷൻ അല്ലേ? ഓഫ് കോഴ്സ് യെസ്, -√1 minus x square. ഇത് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ശരിയാണ്, ഇത് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും ശരിയാണ്. ഇത് രണ്ടും വേറെ വേറെ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ പ്രോബബ്ലി അതൊരു മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ ആയിരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടും ബബിൾ ചെയ്യണം. ബട്ട് ഒരു കാരണവശാലും പ്ലസ് or minus bubble ചെയ്യരുത്. That is not possible for a function. When you take plus or minus, each value of x will have two images. That is just a relation and that is not possible for a function. Clear ആണെന്ന് തോന്നുന്നു. ഞാൻ വളരെ വൈകാരികമായിട്ടാണ് പ്രസന്റ് ചെയ്തത്. കാരണം ഇത് എത്ര പറഞ്ഞു കൊടുത്താലും കുട്ടികൾ പിന്നെയും റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് എടുക്കണ്ടേ, അങ്ങനെയല്ലേ 9ാം ക്ലാസ്സിലെ ബിന്ദു ടീച്ചർ പറഞ്ഞു എന്നോട് ഇങ്ങോട്ട് വന്ന് പിന്നെയും ചോദിക്കും. അങ്ങനെ നിങ്ങൾ ചോദിക്കാതിരിക്കുക. ഫംഗ്ഷന്റെ റൂട്ട് എടുക്കുമ്പോൾ ഒന്നുകിൽ പോസിറ്റീവ് റൂട്ട് മാത്രം അല്ലെങ്കിൽ നെഗറ്റീവ് റൂട്ട് മാത്രം. യെസ്. അപ്പൊ ഏതാ ഓപ്ഷൻ ഉള്ളത്? √1 minus x square. ഇത് ഓപ്ഷൻ ആണ്. ഇത് പ്ലസ് ഓർ മൈനസ് വരുന്നത് തെറ്റാണ്. ഇവിടെ -√1 minus x square ആണ്, ഇതും കൊടുക്കായിരുന്നു. പക്ഷെ ഇത് 1 plus x square ആണ്. അപ്പൊ പിന്നെ അത് എന്തായാലും തെറ്റാണ്. ഇത് പിന്നെ പറയേണ്ട കാര്യമില്ല, തെറ്റാണ്. ഓൺലി 2 is the acceptable key. Is that convincing? Clear ആണോ? മക്കളെ റെഡി ആണോടാ? യെസ്. സോ ലെറ്റ് us go to next question. F from R to R defined by fx is equal to x minus box x. We know that x minus box x is fractional part function. Fractional part functionന്റെ ഡൊമൈൻ റേഞ്ച് നമുക്കറിയണം. ഇതിപ്പോ ബോക്സ് എക്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ബോക്സ് ഫംഗ്ഷനെ പറ്റിയല്ലേ ആലോചിക്കേണ്ട, അങ്ങനെ വിചാരിക്കരുത്. അതൊരു ട്രാപ്പാണ്. ഇത് x മൈനസ് ബോക്സ് എക്സ് ആണ്. x മൈനസ് ബോക്സ് എക്സ് എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ പാർട്ട് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ നേരിട്ട് ഫ്രാക്ഷണൽ പാർട്ട് എക്സ് -1/2 എന്ന് എഴുതാം. അങ്ങനെ ഒരു ഫംഗ്ഷന്
എന്താ ക്വസ്റ്റ്യൻ? x belongs to R where box x is the greatest integer function. അതൊക്കെ നമുക്കറിയാം, not exceeding x. Then x belongs to set of all x belongs to R such that fx equal to 1/2. അതായത് ഈ box x minus 1/2, I'm sorry, ഞാൻ box x എന്ന് പറയരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ box x എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രാക്ഷണൽ പാർട്ട് x minus 1/2 എന്ന് പറയുന്ന ഫംഗ്ഷന് എപ്പോഴെങ്കിലും 1/2 പോസിബിൾ ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പോസിബിൾ അല്ലെങ്കിൽ ആൻസർ 5 നോക്കുന്നത്. പലപ്പോഴും കുട്ടികൾക്ക് അത് മനസ്സിലാവാറ് പോലും ഇല്ല എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അങ്ങനെ ഈ വാല്യൂ ഈ എഫ് എക്സിന്റെ റേഞ്ചിൽ ഉണ്ടെങ്കിൽ there exists real solution for x, അല്ലെങ്കിൽ റിയൽ വാല്യൂ ഫോർ എക്സ്. എക്സിന് അറ്റ്ലീസ്റ്റ് ഒരു, എത്ര ഉണ്ടെന്ന് പറയാൻ കഴിയില്ല, അറ്റ്ലീസ്റ്റ് 1 റിയൽ വാല്യൂ ഓഫ് എക്സ് എന്തായാലും കാണും. അതുപോലെ നേരെ തിരിച്ച് ഇഫ് കെ ഡസ് നോട്ട് ബിലോങ്സ് ടു റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ, ഈ LHS ഉള്ള ഫംഗ്ഷന്റെ റേഞ്ചിൽ കെ ഇല്ല, അതായത് റേഞ്ചിൽ ഇല്ലാത്തൊരു വാല്യൂയിലേക്കാണ് കെ ഇക്വേറ്റ് ചെയ്ത്, എന്തായാലും പോസിബിൾ അല്ല നിങ്ങൾക്ക് അറിയാലോ. കാരണം എഫ് എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ അതിന്റെ റേഞ്ചിലുള്ള വാല്യൂസ് മാത്രമാണ്. അപ്പോൾ റേഞ്ചിൽ ഇല്ലാത്തൊരു വാല്യൂസിലേക്ക് ഇത് ഇക്വേറ്റ് ചെയ്ത് വെച്ചാൽ ഉറപ്പായിട്ടും ദാറ്റ് ഇക്വേഷൻ ഡസൻ ഹാവ് എ സൊല്യൂഷൻ. സോ ഇതിന്റെ ഇംപ്ലിക്കേഷൻ നോ സൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ നോ റിയൽ വാല്യൂ ഫോർ എക്സ്. റിയൽ എന്ന് പ്രത്യേകം എഴുതിയപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും, അങ്ങനെയാണെങ്കിൽ കോംപ്ലക്സ് വാല്യൂ ഉണ്ടാവുമോ സാറേ? ഉറപ്പായിട്ടും ഉണ്ടാവും. അതുകൊണ്ടാണ് റിയൽ വാല്യൂ എന്ന് പ്രത്യേകം എഴുതിയത്. യെസ്, ഇത്ര നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദിസ് ഇസ് സോ ഈസി. അതായത് ഇങ്ങനെ എഫ് എക്സ് ഈക്വൽ ടു കെ എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ എത്തിയാൽ LHS ഫംഗ്ഷന്റെ റേഞ്ച് കണ്ടുപിടിക്കുകയും RHS കെ എന്ന് പറയുന്ന വാല്യൂ ആ റേഞ്ചിലാണോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്താൽ അവിടെ റിയൽ സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും എന്നൊരു ഐഡിയ, ഒരു വളരെ ലാർജ് ആയിട്ടുള്ള ഒരു ജനറൽ ഐഡിയ ആണ് നിങ്ങൾക്ക് കൺവേ ചെയ്യുന്നത്. ഒത്തിരി കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മളത് ഈ ഇപ്പൊ കയ്യിലുള്ള കോണ്ടെക്സ്റ്റിൽ അതൊന്ന് ഉപയോഗിച്ച് നോക്കുകയാണ്. So I already told you x minus box x is fractional part x and this function will be fractional part x minus 1/2. ഈ fractional part x minus 1/2 ആണ് ഈ fx എന്ന് ഉദ്ദേശിക്കുന്നത്. fractional part x minus 1/2. അതിന് 1/2 ആവാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പൊ ഈ minus 1/2 കൂടി RHS പോട്ടെ. So fractional part x is equal to minus 1/2 കൂടെ plus 1/2 ആവും. So 1/2 plus 1/2 will be 1. ഇതിപ്പോ ഏത് ഫോമിലാണ് fx equal to k? എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്? യു ചെക്ക് വെദർ ദാറ്റ് വാല്യൂ ഓൺ ദി RHS is in the range. അപ്പൊ ഇയാളുടെ റേഞ്ച് അറിയണം. ഫ്രാക്ഷണൽ പാർട്ട് എക്സിന്റെ റേഞ്ച് ക്ലോസ്ഡ് 0 to open 1 ആണ്. അറിയാത്തവർ പഠിച്ചു വെക്കണം. ഫ്രാക്ഷണൽ പാർട്ട് എക്സിന്റെ ഡൊമെയിന് ഫുൾ റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ച് ക്ലോസ്ഡ് 0 to open 1. ഒരുപാട് സ്ഥലങ്ങളിൽ ആവശ്യം വരുന്ന ഫംഗ്ഷൻ ആണ് ഈ ഫ്രാക്ഷണൽ പാർട്ട് എക്സ്. അതുപോലെ അയാൾ പീരിയോഡിക് ആണ്, അയാളുടെ പീരീഡ് 1 ആണ്. അതിന് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യനും നമ്മൾ ഇത് മുമ്പോട്ട് പോകുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരുന്നുണ്ട്. എനിവേ ക്ലോസ്ഡ് 0 to open 1 എന്ന് പറയുമ്പോൾ അതിനകത്ത് 1 ഇല്ല. അങ്ങനെ ആ റേഞ്ചിൽ ഇല്ലാത്ത വാല്യൂ ആണ് RHS എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഫ്രാക്ഷണൽ പാർട്ട് എക്സിന് ഒരിക്കലും ഈ 1 ആവാൻ കഴിയില്ല, ബിക്കോസ് ഇറ്റ്സ് റേഞ്ച് ഇസ് ദസ്. അപ്പൊ നിങ്ങൾ പറയേണ്ടത് there is no solution, അഥവാ x belongs to 5. belongs to 5. Does it make sense? മക്കളെ റെഡിയാണോ? മുഹമ്മദ് ഹൈബൽ മനസ്സിലായോടാ? അടുത്തേക്ക് പോയാലോ? നമുക്ക് ഒരുപാട് ഒരുപാട് ടൈം ഒരു ക്വസ്റ്റ്യന്റെ മുകളിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഇടയ്ക്ക് ഇതേപോലത്തെ കുറച്ച് എന്താ പറയാ റിവിഷൻ ആവശ്യമുള്ള ടൈപ്പ് ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇത്തിരി ടൈം നമുക്ക് എക്സ്ട്രാ എടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ നിങ്ങൾ വൺ ഷോട്ട് സീരീസിന് വരുന്ന സമയത്ത് ക്ലാസ് ഒന്ന് ആ ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വായിച്ച് അത്യാവശ്യം ടേംസ് ഒക്കെ ആയിട്ട് ഫെമിലിയർ ആയി ക്വസ്റ്റ്യൻ മനസ്സിലാവണ്ടേ. ക്വസ്റ്റ്യനകത്ത് കുറെ വാക്കുകളാണ് ഉണ്ടാവുക. ആ വാക്കുകളെല്ലാം ടെക്നിക്കൽ ആയിട്ടുള്ള വാക്കുകളായിരിക്കും. അത് ആ ചാപ്റ്ററിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ വാക്കുകൾ മനസ്സിലാവുള്ളൂ. ആ വാക്കുകൾ മനസ്സിലായാലേ ക്വസ്റ്റ്യൻ മനസ്സിലാവുള്ളൂ. ക്വസ്റ്റ്യൻ മനസ്സിലാവാതെ പിന്നെ ഇതൊന്നും തന്നെ ഞാൻ എന്താ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ട്രിഗണോമെട്രിന്റെ ലൈവ് എടുക്കുന്ന സമയത്ത് ഞാൻ യൂട്യൂബിൽ ഒരു കമന്റ് കണ്ടു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴല്ല, കണ്ടിരുന്ന ഞാൻ അപ്പൊ തന്നെ വായിച്ചേനെ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയിട്ട് വെറുതെ കമന്റ്സ് ഒക്കെ നോക്കിയ സമയത്ത് ഒരാൾ കമന്റ് ഇട്ടേക്കുന്നു, സാർ എന്താ പറയുന്നതെന്ന് സാറിന് തന്നെ മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത്. ഇയാൾക്കൊന്നും ഒരു വിവരമില്ല എന്നാണ് എന്നെ പറ്റി പറയുന്നത്. അതിൽ രണ്ട് കാര്യം പറഞ്ഞാൽ ഒരു കാര്യം ശരിയാണ്, ഒന്നും എനിക്ക് വിവരമില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ ശരിയാണ്. പക്ഷെ പിന്നെ പറഞ്ഞത് ഞാൻ എന്താ പറയുന്നത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്നാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ തെറ്റിദ്ധാരണയാണ്. ഞാൻ നല്ല ബോധത്തോടെയാണ് ഇവിടെ നിന്ന് പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് നല്ല ധാരണയുണ്ട്, ഉള്ളതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ കമന്റ് ഇടുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ക്ലാസ്സിനെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. നല്ലത് മാത്രം പറയാൻ കമന്റ് ബോക്സ് അങ്ങനെ ഓപ്പൺ ആക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ വിമർശനങ്ങളും കൂടെ പറയാനുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഈ ആ കമന്റ് ഇട്ട ആളോടും എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. വിമർശിക്കുന്നവരും കൂടി ചേർന്നതാണ് എൻ്റെ ഒരു വിദ്യാർത്ഥി സമൂഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എന്താ പറയുക ചീത്തവിളികളും ശകാരങ്ങളും എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കുക. ഇനി അത് പോരാന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടും നിങ്ങൾക്ക് അതൊക്കെ പറയാവുന്നതാണ്. നോ ഇഷ്യൂസ്. പക്ഷേ ഇതൊരു വൺ ഷോട്ട് സീരീസ് ആണ്, ഇതൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ക്ലാസ് അല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ വൺ ഷോട്ട് സീരീസിന് വരുമ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്
വരേണ്ടത്. അങ്ങനെ നോക്കാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്ത്, ഇത് എനിക്കും മനസ്സിലാവാതെ ഞാൻ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. അതിൽ എന്തായാലും പ്രത്യേകിച്ച് വസ്തുതയൊന്നുമില്ല. അതുകൊണ്ട് നോക്കി വരാം. അതൊന്നും മൈൻഡ് ചെയ്യണ്ട സാർ. ഞാൻ മൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൈൻഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമാണ്. ചീത്തവിളിനെയും കൂടി മൈൻഡ് ചെയ്യണമല്ലോ. ഐ എം ഹാപ്പി ടു മൈൻഡ് ഇറ്റ്. ഓക്കെ, അത് മൈൻഡ് ചെയ്തത് കൊണ്ട് എനിക്കതുകൊണ്ട് വിഷമാവുകയോ ഞാൻ ഡിമോട്ടിവേറ്റഡ് ആവുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലാണ് മൈൻഡ് ചെയ്യാതിരിക്കേണ്ട കാര്യമുള്ളൂ. ഈ മൈൻഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞതിനെ പോലും ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ്. സാറേ ഒന്നും കാര്യമാക്കണ്ട, നിങ്ങൾ തകർക്കുന്നതാണ് എന്നോട് പറയുന്നത്. അതിനെ ഞാൻ ആ അർത്ഥത്തിൽ തന്നെ എടുക്കുകയാണ്. സ്റ്റിൽ ഐ ലവ് ടു മൈൻഡ് ദിസ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ എഫ് ഫ്രം 2 to what is that? 2 to probably this is -2 to 2 to അങ്ങനെ ഒരു സെറ്റ് പോസിബിൾ അല്ലല്ലോ. ഒന്ന് കറക്റ്റ് ചെയ്യാം. -2 to 2 ആണ് ഡൊമൈൻ ആൻഡ് കോഡൊമൈൻ is R is defined by fx is equal to ഒരു സെഗ്മെന്റ് -1. ആ സ്ഥലത്ത് എപ്പോഴാണ് -2 മുതൽ 0 വരെ എക്സ് വാല്യൂ ഉള്ളപ്പോഴാണ് ഈ ഫംഗ്ഷൻ -1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആവുന്നത്. ആൻഡ് ഫ്രം 0 to 2 ദിസ് ഇസ് x -1. എന്നിട്ട് ഈ ഫംഗ്ഷൻ ഇവിടെ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വെൻ എക്സ് ബിലോങ്സ് ടു -2 to 2 എന്ന് ഇവിടെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അത് കൊടുത്ത് തെറ്റായി. ഒന്ന് കറക്റ്റ് ചെയ്താൽ ടൈപ്പിംഗ് എറർ എന്തെങ്കിലും ആയിരിക്കും. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് എക്സ് നെഗറ്റീവ് ആണ്. ആൻഡ് മോഡ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഈ സെഗ്മെന്റ് വളരെ എളുപ്പമാണ്. എല്ലാം സ്പൂൺ ഫീഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ തരാറില്ല. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഒന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ എക്സ് പോസിറ്റീവ് ആണോ എന്നുള്ള ഒരു കേസ് നമുക്ക് അറിയുണ്ടാവില്ല പോസിറ്റീവ് ആണോ നെഗറ്റീവ്. അപ്പൊ ഒരു ലൈൻ എക്സ് പോസിറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്ത് അങ്ങനെ ചെയ്ത് നോക്കണം. അവിടെ സൊല്യൂഷൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യണം. കിട്ടിയില്ലെങ്കിൽ ആ ചെയ്തത് മൊത്തം റിജക്ട് ചെയ്യണം. എന്നിട്ട് തിരിച്ചു വരണം. എന്നിട്ട് എക്സ് നേരത്തെ പോസിറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്തെങ്കിൽ തിരിച്ച് നെഗറ്റീവ് എന്ന് അസ്യൂം ചെയ്യുക. നേരത്തെ നെഗറ്റീവ് അസ്യൂം ചെയ്തെങ്കിൽ പിന്നെ പോസിറ്റീവ് തിരിച്ച് അസ്യൂം ചെയ്യുക. എന്നിട്ട് ആ ലൈനിൽ ചെയ്ത് നോക്കുക. ചിലപ്പോൾ അവിടെ സൊല്യൂഷൻ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെടാറുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഈ പീസ് വൈസ് ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഇതിനെ വിളിക്കുക. -2 to 2 ഒരു യൂണിഫോം ആയിട്ടുള്ള ബിഹേവിയർ അല്ല ഫംഗ്ഷൻ കാണിക്കുന്നത്. -2 മുതൽ 0 വരെ കോൺസ്റ്റന്റ് ഫംഗ്ഷനും അത് കഴിഞ്ഞ് 0 മുതൽ 2 വരെ x -1 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഫംഗ്ഷനും ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുക. ഇങ്ങനെയൊക്കെ തരുന്ന ഫംഗ്ഷൻസിനെ നമ്മൾ പീസ് വൈസ് ഫംഗ്ഷൻസ് എന്നാണ് വിളിക്കുക. അതിനകത്ത് എഫ് എക്സ് പോലും അല്ല, എഫ് ഓഫ് മോഡ് എക്സ് ആണ്. ഈ മോഡ് വന്നാലുള്ള പ്രധാന ചലഞ്ച് ഈ മോഡിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. മോഡ് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ മോഡിന്റെ റൂൾ എന്താ നോക്കണം. മോഡ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഇറ്റ് സെൽഫ് വെൻ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് -x വെൻ എക്സ് ഇസ് ലെസ് ദാൻ 0. ഇങ്ങനെയല്ലേ മോഡ് എക്സ്. x if x greater than or equal to 0 and -x if x less than 0. അതായത് ഈ -x എന്ന് എഴുതിയത് നെഗറ്റീവ് ആണെന്ന് ആരും വിചാരിക്കരുത്. ആ -x പോസിറ്റീവ് തന്നെയാണ്. അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. അതായത് എക്സ് പോസിറ്റീവ് ആകുമ്പോൾ നിങ്ങൾ എക്സ് എടുത്താൽ അത് പോസിറ്റീവ് ആവും. എക്സ് നെഗറ്റീവ് ആകുമ്പോൾ -x എടുക്കുമ്പോൾ ആ നെഗറ്റീവിന്റെ കൂടെ ഒരു നെഗറ്റീവ് കൂടെ വന്ന് നെഗറ്റീവ് പോസിറ്റീവ് ആവും. അതായത് മോഡ് എക്സിന്റെ പണി പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ട് തന്നെ വെക്കുക, നെഗറ്റീവ് ആണെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കുക. അപ്പൊ ചോദ്യം, ഈ നെഗറ്റീവിനെ എങ്ങനെ പോസിറ്റീവ് ആക്കും? യു ഹാവ് ടു ടേക്ക് ആൻ അഡീഷണൽ നെഗറ്റീവ് ടു കൺവേർട്ട് ദാറ്റ് നെഗറ്റീവ് വാല്യൂ ഇൻ ടു പോസിറ്റീവ് വാല്യൂ. യെസ്, അതിനാണ് ഈ -x നമ്മൾ കൊടുക്കുന്നത്. സർ GIB മാരത്തോൺ ഉണ്ടാവില്ല. ആക്ച്വലി എനിക്ക് അറിയില്ല ഇവിടുത്തെ ഷെഡ്യൂളും കാര്യങ്ങളും എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ മെയിൻലി ഓൺലൈൻ അല്ല, ഞാൻ ഇവിടുത്തെ ഓഫ്ലൈൻ ഫാക്കൾട്ടിയാണ്. പിന്നെ ഇവരെന്നെ ഇടയ്ക്ക് വിളിക്കുന്ന സമയത്താണ് ഞാൻ ഈ വൺ ഷോട്ട് ഒക്കെ എടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ മാത്രമേ ഈ ഓൺലൈനിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ എനിക്ക് അറിയുള്ളൂ. ഞാൻ ചോദിച്ചു നോക്കട്ടെ, കോർഡിനേറ്ററുമായിട്ട് ഞാൻ അത് ചോദിച്ചു നോക്കാം. മാരത്തോൺ ഉണ്ടോ സർ, ഓൺലൈൻ ബാച്ച് ക്ലാസ് എടുക്കുമോ എന്നാണോ? ഓക്കെ, ആലോചിക്കാം, എല്ലാം ആലോചിക്കാം. യെസ്, അപ്പൊ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? യെസ്, ഇതൊരു പീസ് വൈസ് ഫംഗ്ഷൻ ആണ്. ഇതിന് എക്സിന് ഡിഫറെന്റ് ഡൊമൈനിലുള്ള, അതായത് -2 to 2 ഒറ്റ രീതിയിലല്ല ഈ ഫംഗ്ഷൻ ബിഹേവ് ചെയ്യുന്നത്. ഈ ഫംഗ്ഷന്റെ എക്സ് വാല്യൂസ് ഡിഫറെന്റ് സെഗ്മെന്റിൽ നിൽക്കുമ്പോൾ, ഡിഫറെന്റ് സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ ഈ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഡിഫറെന്റ് ആണ്. ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ പീസ് വൈസ് ഫംഗ്ഷൻസ് എന്ന് വിളിക്കുക. ഈ പീസ് വൈസ് ഫംഗ്ഷൻസിനെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ വളരെ പാടാണ്. ആ കൂട്ടത്തിൽ ഇവിടെ എഫ് ഓഫ് മോഡ് എക്സ് കൂടി വന്നേക്കാണ്. അപ്പൊ മോഡ് എക്സ് നോക്കുമ്പോൾ മോഡ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ അത് എക്സ് തന്നെയാണ്, എക്സ് നെഗറ്റീവ് ആണെങ്കിൽ അത് -x ആണ്. ഇങ്ങനെ മൾട്ടിപ്പിൾ ഡെഫിനിഷൻസ് ഇതിന്റെ ഉള്ളിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടുത്തെ മൾട്ടിപ്പിൾ ഡെഫിനിഷൻസ് കൺസിഡർ ചെയ്യണം. അതെല്ലാം കൂടെ കൺസിഡർ ചെയ്ത് ആകെ അങ്ങോട്ട് എന്താ പറയാ, ഒരു അവിയൽ പരുവാവുക
ഉണ്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോഴും നമ്മൾ ഇതൊന്നും തെറ്റിപ്പോവാതെ സെഗ്മെന്റ് ആയിട്ട് എഴുതി കറക്റ്റ് അസംഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് അങ്ങനെ വേണം ആൻസർ ചെയ്യാൻ. ബട്ട് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ആക്ച്വലി വെരി ഈസി. കാരണം ഇവിടെ ഇവന്മാര് കൃത്യമായിട്ട് തന്നു എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, അഥവാ എക്സ് നെഗറ്റീവ് ആണ്. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ മോഡ് എക്സ് ആവുന്ന കേസും മൈനസ് ആവുന്ന കേസും നിങ്ങൾ വേറെ അസ്യൂം ചെയ്യേണ്ട, നേരെ -x അങ്ങോട്ട് എടുത്താൽ മതി. അങ്ങനെ എക്സ് നെഗറ്റീവ് ആവുമ്പോൾ -x പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഈ പീസ് വൈസ് ഫംഗ്ഷന്റെ 2 സെഗ്മെന്റ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. യു ഹാവ് ടു കൺസിഡർ ഓൺലി ദിസ് കേസ്. ഒന്നുകൂടെ പറയാം, ഇവിടെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അഥവാ നെഗറ്റീവ് ആണ്. പക്ഷെ ഇവിടെ മോഡ് എക്സ് ഉള്ളതുകൊണ്ട് പോസിറ്റീവ് ആവും. നെഗറ്റീവ് നമ്പർ നമ്മൾ മോഡ് എടുത്ത് പോസിറ്റീവ് ആവുമ്പോൾ പിന്നെ എക്സ് നെഗറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ -2 to 0 ഉണ്ടായിരുന്നത്. പക്ഷെ മോഡ് എടുക്കുമ്പോൾ 0 to 2 വരും. അപ്പോൾ ആ ഫംഗ്ഷൻ നിങ്ങൾ x -1 തന്നെ എടുത്താൽ മതി. പക്ഷെ ഇവിടെ എക്സ് അല്ല ഉണ്ടാവുക, -x ആണ്. കാര്യം മോഡ് എടുക്കുമ്പോൾ ഒരു നെഗറ്റീവ് നമ്പറിന്റെ നെഗറ്റീവ് ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യെസ്, അപ്പൊ തുടങ്ങാം. f of mod x is equal to x itself. ആദ്യം തന്നെ എക്സ് നെഗറ്റീവ് ആയതുകൊണ്ട് f of mod x -x ആണ്. ദിസ് ഇസ് ഈക്വൽ ടു x. ഇനി ആലോചിക്കേണ്ടത് -x എവിടെ ഉണ്ടാവുക എന്നാണ്. എക്സ് നെഗറ്റീവ് സൈഡിലാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് -x അഥവാ mod x പോസിറ്റീവ് സൈഡിൽ ഇവിടെയാണ് ഉണ്ടാവുക. അവിടുത്തെ ഡെഫിനേഷൻ -1 അല്ല, x -1 ആണ്. പക്ഷെ ഇവിടെ എക്സ് അല്ല -x ആണ്, അതുകൊണ്ട് x -1 അല്ല വരിക. എക്സിന് പകരം -x -1 ഈക്വൽ ടു x. ദിസ് ഇസ് ദ വേ ഓഫ് സോൾവിങ്. ഇനി -x അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ +x ആവും. അപ്പൊ x കൂടെ 2x ആവും. 2x ഈക്വൽ ടു -1, 2 ഡിവൈഡ് ചെയ്ത് x ഈക്വൽ ടു -1/2. അത് ഓപ്ഷനിൽ ഉണ്ട് താനും. ഇതാണ് സംഭവം. പക്ഷെ ഞാൻ വെറുതെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ എഴുതി പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആദ്യം എങ്ങനെയാണ് f of mod x f of -x ആയ നോക്കണം. അത് x നെഗറ്റീവ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ്. രണ്ടാമത് f of -x എങ്ങനെയാണ് -x -1 ആയത്. അത് ഈ പീസ് വൈസ് ഫംഗ്ഷനിൽ കൊടുക്കുമ്പോഴാണ്. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ -x പോസിറ്റീവ് ആവും. അപ്പൊ ഈ പീസ് വൈസ് ഫംഗ്ഷന്റെ സെക്കൻഡ് പാർട്ട് 0 to 2 പാർട്ടാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അവിടുത്തെ ഡെഫിനേഷൻ x -1 ആണ്. പക്ഷെ ഇവിടെ എഫിന്റെ ഉള്ളിലുള്ളത് x അല്ല, -x ആണ്. ദാറ്റ്സ് ഇറ്റ്. അത്രയും നിങ്ങൾ ആലോചിക്കണം. ക്ലിയർ ആണോ? ഹാഷിം എല്ലേ മോനെ ക്ലിയർ ആണോടാ? അഭിരാം CK സർ, ഇതൊക്കെ PYQ ആണോ? അല്ല. PYQ മാത്രം എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ടഫായി പോകും. നമ്മൾ ഇതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ക്ലാസ് തുടങ്ങുമ്പോഴേ പറഞ്ഞാണ്, ക്വസ്റ്റ്യന്റെ ക്വാളിറ്റി ഒരു ഇത്തിരി കുറച്ചിട്ട്. ഇതൊന്നും ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആണെന്ന് ഒരു അവകാശവാദം എനിക്കും ഇല്ല, നമ്മള് സൈലത്തിനും ഇല്ല. ഇതെല്ലാം പ്രാക്ടീസ് പ്രോബ്ലംസ് ആണ്. ഇത് ഒരുപാട് എണ്ണം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിനോടുള്ള ഒരു പേടി മാറും, ഒന്ന് ചെയ്യാനുള്ള ഒരു മനസ്സ് വരും. PYQ വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു താല്പര്യം വരില്ല ഇതിനോട്. അപ്പൊ ചെയ്ത് എന്ത് ചെയ്യണം, ഇതിലേക്കൊന്ന് യൂസ്ഡ് ആവണം. യൂസ്ഡ് ആയി കഴിഞ്ഞാലാണ് നമുക്ക് മൾട്ടിപ്പിൾ കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ ലൈവിൽ ഇത്രയൊന്നും ആളുണ്ടാവില്ല. അതുകൊണ്ട് ഇത് PYQ അല്ല, ഇത് വളരെ നിലവാരം കൂടിയ ക്വസ്റ്റ്യൻസും അല്ല. So x equal to -1/2 is there in option 3. മക്കളെ റെഡി ആണോ? ഓക്കെ ആണോടാ? ക്ലിയർ. യെസ്. സോ ലെറ്റ് us go forward. ഇവിടെ തന്നെ ആൻസർ തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആൻസറും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ചെയ്ത് തെറ്റിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാവില്ല തെറ്റിയിട്ടുണ്ട്. അപ്പൊ പുറകോട്ട് പോയിട്ട് കറക്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. മോഡുലസ് ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു മോഡ് സൈൻ എക്സ് പ്ലസ് മോഡ് കോസ് എക്സ്. ഇതിന് 2 റിസൾട്ട്. ഒരു മോഡുലസ് ഫംഗ്ഷൻ ഇത് കാണുന്ന സമയത്ത് എന്തോ സൈനും കോസിന്റെ ഒക്കെ പ്രോപ്പർട്ടി ആണ് എന്ന് തോന്നും. പക്ഷെ ഇത് മോഡിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്, നമുക്ക് ജസ്റ്റ് അറിയേണ്ടുള്ളൂ. അത് ഞാനൊന്ന് പഠിപ്പിച്ചു തരാം. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ആണ് ഇഫ് എക്സ് ആൻഡ് വൈ ഹാസ് സെയിം സൈൻ. എക്സ് ആൻഡ് വൈ ഹാവ് ആണോ ആസ് ആണോ പറയേണ്ടത് എനിക്കറിയില്ല. ഐ എം വെരി ബാഡ് അറ്റ് ഇംഗ്ലീഷ് ഗ്രാമർ. സോ എക്സ് ആൻഡ് വൈ ഹാവ് സെയിം സൈൻ. സെയിം സൈൻ മീൻസ് either both of them are positive or both of them are negative. രണ്ടും ഒരുമിച്ച് പോസിറ്റീവ് ആവുക അല്ലെങ്കിൽ ഒരുമിച്ച് നെഗറ്റീവ് ആവുക. ഇത് ഹാസ് ആണോ ഹാവ് ആണോ എന്നൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രധാന വിഷയം. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ എന്ന് എപ്പോഴാണ് എഴുതാൻ പറ്റുക? അത് രണ്ടും ഒരേ സൈൻ ആവുമ്പോഴാണ് either both of them are positive or both of them are negative. അടുത്തത് ഏതായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അടുത്തും കൂടെ പറയാം. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് മോഡ് എക്സ് മൈനസ് മോഡ് വൈ. അപ്പൊ നേരത്തെ ഇല്ലാത്ത ഒരു മോഡുലസ് ഓഫ് ഇപ്പൊ ഇവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ, ഈ മോഡ് എക്സ് മൈനസ് മോഡ് വൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മോഡ് എക്സ് ആവും വലുത്, ചിലപ്പോൾ മോഡ് വൈ ആവും വലുത്. അപ്പൊ മോഡ് വൈ വലുതാവുന്ന കേസിൽ അത് മൊത്തത്തിൽ നെഗറ്റീവ് ആയി പോകാൻ സാധ്യതയുണ്ട്. ആ നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടി പുറത്തൊരു വലിയ മോഡും കൂടി ഇട്ട് കൊടുത്തതാണ്. ആൻഡ് ദിസ് ഇസ് വെൻ എക്സ് ആൻഡ് വൈ ഹാസ് വീണ്ടും ഹാസ് എക്സ് ആൻഡ് വൈ ഹാവ് opposite sign. ഈ ആവാണോ ആസാണോ നിങ്ങൾ എനിക്കൊന്ന് ക്ലാരിഫൈ തരണേ. I seriously have a confusion on it.
യെസ്, ഇതാണ് കാര്യം. എക്സും വൈയും ഒരേ ചിഹ്നമാകുമ്പോൾ, ഒരേ ചിഹ്നം, അതായത് രണ്ടും പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ മോഡ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ. When they have opposite sign, then mod of x plus y equal to mod of mod x minus mod y. That's it. പഠിച്ചോ? ഇതൊക്കെ ഇപ്പൊ തന്നെ പഠിക്കുക. ഇനി ഇതൊക്കെ നോട്ട് എഴുതി കൊണ്ടുപോകുക, എന്നിട്ട് വേറൊരു ദിവസം പരീക്ഷയുടെ തലേ ദിവസം പിന്നെ ഇത് പഠിക്കുക, അങ്ങനെയൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുക, പിന്നെ ഇത് വേറൊരു പഠിക്കലൊന്നുമില്ല. സോ കം ബാക്ക്. ഇവിടെ വരുമ്പോ മോഡുലസ് ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് സൈൻ എക്സ് പ്ലസ് മോഡ് കോസ് എക്സ് എന്ന് വെച്ചാൽ ഇത് മോഡ് ഓഫ് എക്സ് പ്ലസ് വൈ. സൈൻ എക്സിനെ എക്സ് ആയിട്ടും ഈ കോസ് എക്സിനെ വൈ ആയിട്ടും അങ്ങനെ വിചാരിക്കണം, അങ്ങനെ ഇമാജിൻ ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യ കേസിലാണ് വരുന്നത് എന്ന് വെച്ചാൽ സൈൻ എക്സ് ആൻഡ് കോസ് എക്സ് ഹാസ് സെയിം സൈൻ എന്നാണ് ഇതിന്റെ കൺക്ലൂഷൻ. സൈൻ എക്സ് ആൻഡ് കോസ് എക്സ് ആർ ഓഫ് സെയിം സൈൻ. അപ്പൊ രണ്ടും ഒരുമിച്ച് പോസിറ്റീവ് ആവണം. ഇഫ് ദർ ആർ ടു ദെൻ ഹാവ്, അതർവൈസ് ഹാസ്. അപ്പൊ ഹാവ് അല്ലേ അനന്തു മധു. അപ്പൊ ഞാൻ എഴുതിയ ശരിയല്ലോ. ഹാവ് ഇസ് ഫോർ പ്ലൂരൽ ആൻഡ് ഹാസ് ഇസ് ഫോർ സിംഗുലർ. അങ്ങനെയൊക്കെ പണ്ട് ഇംഗ്ലീഷ് ടീച്ചർ പറഞ്ഞ ഓർമ്മയുണ്ട്. സൈൻ എക്സ് ആൻഡ് കോസ് എക്സ് ആർ, സൈൻ എക്സ് ആൻഡ് കോസ് എക്സ് ആർ ഓഫ് സെയിം സൈൻ. സൈൻ എക്സും കോസ് എക്സും ഒരേ സൈൻ ആണ്. സോ either both of them are positive or both of them are negative. രണ്ടും ഒരുമിച്ച് പോസിറ്റീവ് ആവുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്, Q1 എന്നെഴുതാണ്. ഇനി രണ്ടും ഒരുമിച്ച് നെഗറ്റീവ് ആവുന്നതും ഇവിടെ അക്സെപ്റ്റബിൾ ആണ്, അത് തേർഡ് ക്വാഡ്രന്റിലാണ്. നമുക്കറിയാലോ, സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവും കോസ് നെഗറ്റീവ് ആണ്, ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് പോസിറ്റീവും സൈൻ നെഗറ്റീവ് ആണ്. രണ്ടിനും ഒരേ സൈൻ വരുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റും ഫസ്റ്റ് ക്വാഡ്രന്റും തേർഡ് ക്വാഡ്രന്റും. ഇൻ ഫസ്റ്റ് ബോത്ത് ആർ പോസിറ്റീവ് ആൻഡ് ഇൻ തേർഡ് ബോത്ത് ആർ നെഗറ്റീവ്. അപ്പൊ ഏതാ ഓപ്ഷൻ? ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാഡ്രന്റ്സ് ഓൺലി. ഓപ്ഷൻ 2. കൺവിൻസിങ്? ക്ലിയർ ആണോ? സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കാമായിരുന്നതാണ്, പിന്നെ എന്തായാലും ഇതിൽ പ്രിന്റ് ചെയ്ത് ഇവിടെ വന്നില്ലേ. ഇനിയിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഞാൻ എന്തെങ്കിലും ഔട്ട് ഓഫ് സിലബസ് ആണ് ഇപ്പോൾ ചോദിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾ വിചാരിക്കും എനിക്കത് അറിയാനായിട്ടാണെന്ന്. വെറുതെ എന്തിനാ ഞാൻ അങ്ങനെ ചീത്ത പേരുണ്ടാക്കുന്നത്? കഴിഞ്ഞ ദിവസം ട്രിഗണോമെട്രിയിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നെ കുറച്ച് കഴിഞ്ഞ് എനിക്ക് കിട്ടി. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഒരു മെത്തേഡ് അപ്പോഴേ വന്നു. എന്തുകൊണ്ട് അപ്പോൾ വരാത്തത് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ എനിക്ക് ഓൺലൈൻ എടുത്ത് അത്ര ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ ഇപ്പം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ലൈവിന് ഞാൻ വന്നപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസിനേക്കാളും ഈ ലൈവ് എടുക്കുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് 2 മണിക്കൂർ കൂടുതലാണ്. Now I have experience. Now I am an experienced online faculty. Yes. So fx is an even function. അതായത് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അതിന് ഡിഫൈൻ ചെയ്തേക്കുന്ന ഫുള്ള് നെഗറ്റീവ് റീജിയനിലാണ്. എക്സ് ലെസ് ദാൻ -1 താഴെയും പിന്നെ -1 0 ഇടയിലുമാണ്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഈവൺ ഫംഗ്ഷൻ ആക്കി ഫുൾ റിയൽ നമ്പേഴ്സിലേക്ക് മാറ്റണം. ആ ഒരു പ്രോസസ്സിനെയാണ് ഈവൺ എക്സ്റ്റൻഷൻ എന്ന് വിളിക്കുക. ഈവൺ എക്സ്റ്റൻഷൻ. അപ്പൊ ചോദ്യം ഇതേപോലെ ഓഡ് എക്സ്റ്റൻഷൻ ഉണ്ടോ? ഓഫ് കോഴ്സ് അതുണ്ട്. ഇത് രണ്ടും എന്താണെന്ന് ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞുതരാം. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഒരു ഡെഫിനിഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഈസ് ഡിഫൈൻഡ് ഇൻ ഒരു ക്ലോസ് ഇന്റർവൽ എ ബി. രണ്ടും ഒരു പോസിറ്റീവ് ഇന്റർവൽ ആണെന്ന് വിചാരിക്കും. ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ നെഗറ്റീവ് ആണ്, പക്ഷെ നമ്മൾ തിയറി പഠിക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവ് അസ്യൂം ചെയ്ത് പിന്നെ അങ്ങനെ -a എടുക്കുന്ന സമയത്ത് മൊത്തം ആ നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യാം. ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ പോസിറ്റീവ് അസ്യൂം ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ആ പറയുന്ന അനുസരിച്ച് ഫോളോ ചെയ്യുക. അപ്പോൾ വൺസ് അഗൈൻ നെഗറ്റീവ് വരുന്നുണ്ട്, നെഗറ്റീവ് പോസിറ്റീവിലേക്കൊക്കെ വന്നോളും. നോർമലി സംഭവിക്കുന്ന പോലെ തന്നെ. സോ ഇതിന്റെ ഈവൺ എക്സ്റ്റൻഷൻ, അതായത് ഈവൺ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റൻഷൻ എടുത്ത് കഴിയുമ്പോൾ അതൊരു ഈവൺ ഫംഗ്ഷൻ ആവണം. അതിന് ഞാൻ F(E1) എന്ന് നൊട്ടേഷൻ കൊടുക്കുകയാണ്. ഇതൊന്നും NCERT-യിലൊന്നും ഇല്ല കേട്ടോ, നമ്മൾ എക്സ്ട്രാ പഠിച്ചെടുക്കണം. അപ്പോൾ അത് എഫ് തന്നെയാണ് ഇഫ് എക്സ് ബിലോങ്സ് ടു നേരത്തെ ഉണ്ടായിരുന്ന അതേ ഇന്റർവെൽ. ഇത് എഫ് മീൻസ് Fx. എഫ് ഓഫ് -x ആണ് ഇഫ് എക്സ് ബിലോങ്സ് ടു അതിന്റെ നെഗറ്റീവ് ഇന്റർവെൽ -b to -a. ഇതിന്റെ നേരെ നെഗറ്റീവ് a to bന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് 2 to 3 ആണെങ്കിൽ -3 to -2, 4 to 6 ആണെങ്കിൽ -6 to -4. കറസ്പോണ്ടിങ് നെഗറ്റീവ് ഇന്റർവെൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ സ്ഥലത്ത് നിങ്ങൾ ഒരു എഫ് ഓഫ് -x ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആ ഫംഗ്ഷനെ റീഡിഫൈൻ ചെയ്താൽ മതി. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ, എഫ് ഈസ് ഡിഫൈൻഡ് ഇൻ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. ആ ഭാഗം Fx തന്നെയാണ്. -b to -a എന്ന് പറയുന്ന അതിന്റെ കറസ്പോണ്ടിങ് നെഗറ്റീവ് ഇന്റർവെല്ലിൽ എഫ് ഓഫ് -x ഇട്ട് കൊടുത്താൽ യു വിൽ ഗെറ്റ് ദ ഈവൺ എക്സ്റ്റൻഷൻ ഓഫ് ദി ഫംഗ്ഷൻ. അതുപോലെ ഓഡ് എക്സ്റ്റൻഷൻ, അത് ഞാൻ എഫ് ഓഡ് എന്ന് വിളിക്കുകയാണ്.
ദിസ് ഇസ് ഈക്വൽ ടു ആദ്യ ഭാഗം അങ്ങനെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. എഫ് എക്സ് ഇഫ് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി, താഴെ എഫ് ഓഫ് മൈനസ് എക്സിന് പകരം മൈനസ് ഓഫ് എഫ് ഓഫ് മൈനസ് എക്സ് ആണ് ഇഫ് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവെൽ മൈനസ് ബി ടു മൈനസ് എ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇത് രണ്ടും കൂടി ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ പറയേണ്ട കാര്യമില്ല. കാര്യം ഇവിടെ ഇപ്പൊ ക്വസ്റ്റ്യനിൽ ഈവൺ, അവിടെ ഈവൺ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അതായത് നെഗറ്റീവ് റിയൽ നമ്പേഴ്സിൽ മാത്രം ക്ലോസ്ഡ് ഇന്റർവെൽ മൈനസ് ഇൻഫിനിറ്റി ടു സീറോയിൽ മാത്രം ഒരു ഫംഗ്ഷനെ ഇവർ ഡിഫൈൻ ചെയ്തേക്കുന്നു, മൈനസ് ഇൻഫിനിറ്റി ടു സീറോ. ദെൻ ക്വസ്റ്റ്യൻ ഈസ് ടു ഫൈൻഡ് ഔട്ട് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻ എൻറ്റയർ ആർ. മുഴുവൻ റിയൽ നമ്പേഴ്സിലേക്കും ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനെ നിങ്ങളോട് ഉണ്ടാക്കാൻ പറയുന്നു. എന്ന് വെച്ചാൽ അതൊരു എക്സ്റ്റൻഷൻ ആണ്. നെഗറ്റീവ് റിയൽ നമ്പേഴ്സിൽ ഉണ്ടായിരുന്ന ഫംഗ്ഷനെ പോസിറ്റീവ് സൈഡിലേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വലിയ ഫംഗ്ഷൻ ആക്കി മാറ്റുന്നു. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്താണ് ഫൈനൽ ആൻസർ വരേണ്ടത്? ഈവൺ ഫംഗ്ഷൻ ആയിട്ട് വരണം. അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു ഈവൺ എക്സ്റ്റൻഷൻ ആണ്. ഈവൺ എക്സ്റ്റൻഷൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈവൺ എക്സ്റ്റൻഷന്റെ ഫോർമുല ഇവിടെ ഉണ്ട്. ഇനി നിങ്ങൾ എക്സാമിന് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഓഡ് ആയിട്ടായിരിക്കും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയാം. അപ്പൊ നിങ്ങൾ താഴെ കാണുന്ന എഫ് ഓഡ് അഥവാ ഓഡ് എക്സ്റ്റൻഷന്റെ ഫോർമുല ഉപയോഗിച്ചോളാം. അപ്പൊ ഇത് വളരെ എളുപ്പമാണ്, ഞാൻ വേഗത്തിൽ കാണിച്ചു തരാം. യെസ്, എഫ് എക്സ് ഈസ് ഈക്വൽ ടു, ഇതിന്റെ പോസിറ്റീവ് സൈഡില് നെഗറ്റീവ് സൈഡിൽ വരുന്നത് 4 if x ലെസ് ദാൻ -1 ആണ്. -1ന്റെ താഴെ. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ഇന്റർവെൽ എന്ന് പറയുമ്പോൾ 1ന്റെ മുകളിലായിരിക്കും. -1ന്റെ താഴെ നേരെ പുറത്തേക്ക് എടുക്കുമ്പോൾ 1ന്റെ മുകളിൽ. ആൻഡ് -4x if x ഈസ് എവിടെ നിന്ന് എവിടെ വരെ 0 to 1 ഐ തിങ്ക്. 0 to 1, yes. 0 to -1. -1 less than or equal to x less than or equal to 0. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് പോസിറ്റീവ് ഇന്റർവെൽ 0 to 1 ആണ്. -1 to 0. അതായത് നമ്പർ ലൈനിൽ മിറർ ഇമേജ് എടുത്താൽ മതി. ഇവിടെയാണ് 0, ഇവിടെയാണ് -1, ഇവിടെയാണ് 1. അപ്പൊ ഈ -1 to 0ന്റെ കറസ്പോണ്ടിങ് ഇന്റർവെൽ വരിക 0 to 1. -1ന്റെ താഴെ എന്ന് പറയുമ്പോൾ ഈ ഭാഗമാണ്. അതിനെ നിങ്ങൾ മോഡ് എടുക്കുമ്പോൾ 1ന്റെ മുകളിലേക്ക്. ഇങ്ങനെ നമ്പർ ലൈനൊക്കെ വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ചെടുക്കുക ഏത് ഇന്റർവെല്ലിൽ എങ്ങോട്ട് പോകുന്നു. അതായത് ഇവിടെ ഞാൻ പറഞ്ഞത് എ ടു ബി എങ്ങോട്ട് പോകുന്നതാണ്, -b to -a പോകുന്നതാണ്. എന്ന് വെച്ചാൽ അതിന്റെ വിത്ത് റെസ്പെക്ട് ടു 0 മിറർ ഇമേജ് ആണ് ഞാൻ എടുക്കുന്നത്. -b to -a ഇസ് ദ മിറർ ഇമേജ് ഓഫ് ദിസ് ഇന്റർവെൽ വിത്ത് റെസ്പെക്ട് ടു 0. അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അതായത് ഇതിന്റെ ഒരു ജോമെട്രിയും എല്ലാം കൂടെ ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതിന്റെ ഈവൺ എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഈസി. ഈവൺ എക്സ്റ്റൻഷന്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? പോസിറ്റീവ് സൈഡ് അങ്ങനെ തന്നെ എടുക്കുക, നെഗറ്റീവ് സൈഡിൽ എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് മൈനസ് എക്സ് ആക്കുക. ദാറ്റ്സ് ഓൾ. ദാറ്റ്സ് ഓൺലി തിങ് യു നീഡ് ടു ഡു. സോ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4 ആണ് ഇവിടുത്തെ ഫംഗ്ഷൻ. എഫ് എക്സ് 4 ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സും 4 തന്നെയാണ്, ബിക്കോസ് 4 ഇസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. അപ്പൊ അതുപോലെ തന്നെ ഇരിക്കട്ടെ. ഇഫ് എക്സ് ലെസ് ദാൻ -1നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിറർ ഇമേജ് എടുക്കുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1, -1ന്റെ താഴെ 1ന്റെ മുകളിലേക്ക് മാറും. ഇനി -1 to 0 എന്താവുന്ന പറഞ്ഞാൽ 0 to 1 ആവും. പക്ഷെ അവിടെ എഫ് ഓഫ് -x എടുത്താൽ -4x എന്താവും? 4x ആവും. സോ 4x if 0 less than or equal to x less than or equal to 1, which is the mirror image of this interval. ക്ലിയർ ആണോ? ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട്. 4 if x greater than 1 ഉണ്ടാവേണ്ടതാണ്. 4 if x greater than 1, yes, and 4x if 0 less than x less than or equal to 1. Option 1, first key. Does it make sense? ഇത് പലർക്കും പെട്ടെന്ന് അങ്ങ് ദഹിക്കുന്നുണ്ടാവില്ല. കാര്യം ഇത് സ്കൂളിലൊന്നും പഠിപ്പിക്കുന്നതല്ല, അത്ര കോമൺ അല്ലാത്ത ഒരു കോൺസെപ്റ്റ് ആണ് ഈവൺ എക്സ്റ്റൻഷൻ ആൻഡ് ഓഡ് എക്സ്റ്റൻഷൻ. ഇത് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്ത ഒരു ഫംഗ്ഷനെ നമ്മൾ കുറച്ചുകൂടി വലിയ ഇന്റർവെല്ലാക്കി മാറ്റി എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്ന ഫംഗ്ഷൻ ഈവൺ ഫംഗ്ഷൻ ആവുന്നതാണ് ഈവൺ എക്സ്റ്റൻഷൻ, ഓഡ് ആവുന്നതാണ് ഓഡ് എക്സ്റ്റൻഷൻ. ഈവൺ എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് ഗിവൺ ഇന്റർവെല്ലിൽ ആ എഫ് എക്സ് തന്നെ എടുക്കുക, പിന്നെ അതിന്റെ മിറർ ഇമേജ് ഇന്റർവെല്ലിൽ എഫ് ഓഫ് -x എടുക്കുക. ഓഡ് ആവുമ്പോൾ ഇവിടെ എഫ് ഓഫ് -x എടുത്ത സ്ഥാനത്ത് ഇവിടെ ഒരു മൈനസ്, പുറത്തും കൂടെ ഒരു മൈനസ് വേണ്ടി വരും. അപ്പോഴല്ലേ ഓഡ് ആവുള്ളൂ. മൈനസ് ഓഫ് എഫ് ഓഫ് -x എന്ന് എടുക്കേണ്ടി വരും. അതാണ് കോൺസെപ്റ്റ്, അതാണ് തിയറി. അതിപ്പോ ഞാൻ ഈ ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുകയാണ് ചെയ്തത്. മതിയോ? അപ്പൊ നമുക്ക് മുമ്പോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇതെന്താ ചെയ്യേണ്ടതെന്നൊന്നും പറഞ്ഞിട്ടില്ല, വെറുതെ ദെൻ എഫ് ഈസ് എന്നങ്ങ് പറഞ്ഞു വെച്ചേക്കാണ്. ഓപ്ഷൻ നോക്കുമ്പോഴാണ് ഈവൺ ഫംഗ്ഷൻ, ഓഡ് ഫംഗ്ഷൻ, പീരിയോഡിക് ഫംഗ്ഷൻ, നെയ്തർ ഈവൺ നോർ ഓഡ് ഫംഗ്ഷൻ എന്നൊക്കെ കാണുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈവൺ ആണോ ഓഡ് ആണോ നോക്കാം. ഇവിടെ നോക്കിയാൽ x² ഈവൺ ആണ്. ഈവൺ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എഫ് ഓഫ് -x ഈക്വൽ ടു എഫ് എക്സ് തന്നെ കിട്ടുന്നതാണ് ഈവൺ. എഫ് ഓഫ് -x ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് എക്സ് കിട്ടുന്നതാണ് ഓഡ്. ആദ്യം എഴുതിയത് ഈവൺ, രണ്ടാമത് എഴുതിയത് ഓഡ്. അപ്പൊ എല്ലാവർക്കും അറിയാം x² സ്ഥാനത്ത് എക്സിന് പകരം -x കൊടുത്താൽ -x ഹോൾ² ആവും. അത് x² തന്നെയാണ്, ഉറപ്പായിട്ട് ഈവൺ ആണ്. sin πx/2, sin x ഓഡ് ആണ്, അതുകൊണ്ട് sin of πx/2 ഓഡ് തന്നെയാണ്. ഇനി നിങ്ങൾ അറിയേണ്ടത് ഒരു ഈവണും ഓടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും ഓടാണ് കിട്ടുക. അതുകൊണ്ട് ഇതിന്റെ അപ്പർ ഡെഫിനിഷൻ mod x less than 1 പാർട്ടിൽ ഇയാളൊരു ഓഡ് ഫംഗ്ഷൻ ആണ്.
ഇനി താഴെ എന്താ നോക്കാം, ഇവിടെ എക്സ് ഉണ്ട്, എക്സ് ഉറപ്പായിട്ട് ഓടാണ്. പിന്നെ മോഡ് എക്സ് ഉണ്ട്, മോഡ് എക്സ് ഈവൺ ആണ്. കാരണം മോഡ് എക്സിന്റെ ഉള്ളിൽ എക്സിന് മൈനസ് കൊടുത്താൽ മോഡ് ഓഫ് മൈനസ് എക്സ് മോഡ് എക്സ് തന്നെയാണല്ലോ. അപ്പൊ ഇവിടെ ഓഡ് ഉണ്ട് ഈവൺ, അവിടെ ഓടാണ്. അപ്പൊ ഈ പീസ് വൈസ് ഫംഗ്ഷനിൽ അപ്പർ പാർട്ട് ഓടാണ്, ലോവർ പാർട്ടും ഓട് തന്നെയാണ്. എന്നതിൽ ഈ ഫംഗ്ഷൻ മൊത്തത്തിൽ എന്താണ്, ഓടാണ്. ഓപ്ഷൻ 2 ഇസ് ദ ബെസ്റ്റ് കീ. ഇത് ഈവൺ ഓഡിന്റെ ഡെഫിനിഷൻ പഠിക്കുകയും അത് കുറച്ചെങ്കിലും ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഈ എക്സ്പ്ലനേഷൻ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അല്ലാത്തവർ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. ഈവൺ ഓഡിന്റെ വേറെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നോ എവിടെ നിന്നെങ്കിലൊക്കെ നോട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വായിച്ചു നോക്കുക. ഈവൺ ഓഡ് എന്താണെന്ന് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. റെഡിയാണോ? ഓഡ് ഫംഗ്ഷൻ എന്ന് തന്നെയാണ് ഇവിടെ കീ തന്നേക്കുന്നത്. അടുത്ത നോക്കാം. ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുകയില്ല. എഫ് എക്സ് ഈക്വൽ കോസ് എക്സ് ഡിവൈഡഡ് ബൈ ബോക്സ് ഓഫ് 2x by pi plus 1/2 where x is not an integral multiple of pi and box denotes the greatest integer function. എന്നിട്ട് ഓപ്ഷനിലുള്ള വീണ്ടും എന്താണ്, ഓഡ് ഈവൺ നെയ്തർ ഈവൺ എന്ന് വെച്ചാൽ ഓഡ് ഈവൺ നോക്കണം. ഓഡ് ഈവൺ നോക്കാൻ നമ്മുടെ കയ്യിൽ ആകെ ഒരൊറ്റ ക്രൈറ്റീരിയ ഉള്ളൂ. വി റീപ്ലേസ് എക്സ് ബൈ മൈനസ് എക്സ് ആൻഡ് വി ടേക്ക് എഫ് ഓഫ് മൈനസ് എക്സ്. ഈ എഫ് ഓഫ് മൈനസ് എക്സ് നമുക്ക് എഫ് എക്സ് തന്നെ കിട്ടുകയാണെങ്കിൽ ഇയാൾ ഈവൺ ആണ്. ഇത് മൈനസ് ഓഫ് എഫ് എക്സ് ആണ് കിട്ടുന്നതെങ്കിൽ ഇത് ഓടാണ്. സോ ദ ഓൺലി പ്രൊസീജിയർ ഈസ് ടു റീപ്ലേസ് എക്സ് ബൈ മൈനസ് എക്സ് ആൻഡ് ചെക്ക്. അത് മുമ്പോട്ട് കൊണ്ടുപോയി നോക്കുക. അപ്പൊ ഇവിടെ ബോക്സ് ഉണ്ട്, ബോക്സിനുള്ളിൽ മൈനസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല. അതും ഞാൻ ഈ ഒരു അവസരത്തിൽ പറഞ്ഞുതരാം. ബോക്സ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു, അത് മൈനസ് ഓഫ് ബോക്സ് എക്സ് തന്നെയാണ്. ഇഫ് എക്സ് ബിലോങ്സ് ടു ഇൻഡിജേഴ്സ്, എക്സ് ഒരു ഇൻഡിജർ ആണെങ്കിൽ മൈനസ് ഓഫ് ബോക്സ് എക്സ് ആണ്. എക്സ് ഇൻഡിജർ അല്ലെങ്കിൽ മൈനസ് ബോക്സ് എക്സ് മൈനസ് 1 ആണ്. ഇഫ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഇൻഡിജേഴ്സ്. ഇതാണ് ബോക്സിന്റെ ഉള്ളിൽ നെഗറ്റീവ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇൻഡിജർ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, മൈനസ് ഓഫ് ബോക്സ് എക്സ്. ഇൻഡിജർ അല്ലെങ്കിൽ മൈനസ് ബോക്സ് എക്സ് മതിയാവില്ല, മൈനസ് ബോക്സ് എക്സ് അഗെയിൻ -1. ഇത് ഫ്രാക്ഷണൽ പാർട്ടിനും ഇതേപോലെ ഒരു റിസൾട്ട് ഉണ്ട്. ഫ്രാക്ഷണൽ പാർട്ട് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഫ്രാക്ഷണൽ പാർട്ട് എക്സ് ഇഫ് എക്സ് ബിലോങ്സ് ടു ഇൻഡിജേഴ്സ്. ശരിക്കും അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ല, അവിടെ 0 എന്ന് എഴുതിയാൽ മതി. എക്സ് ഇൻഡിജർ ആണെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ട് എക്സ് 0 ആണ്, ഫ്രാക്ഷണൽ പാർട്ട് മൈനസ് എക്സ് 0 ആണ്. എന്നാലും വെറുതെ രസത്തിന് എഴുതിയേ ഉള്ളൂ. ആൻഡ് മൈനസ് ഓഫ് ഫ്രാക്ഷണൽ പാർട്ട് എക്സ് +1, ഇവിടെ -1 അല്ലേ, ഇവിടെ +1 ആണ്. ഇഫ് എക്സ് ഡസൻ ബിലോങ് ടു ഇൻഡിജേഴ്സ്. ഇതിപ്പോ ആവശ്യമില്ല, ഈ ക്വസ്റ്റ്യനിൽ വേണ്ടത് നമുക്ക് ഇതാണ് കാര്യം. ഈവൺ ആണോ ഓടാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ എക്സിന് പകരം -x കൊടുക്കും. ഈ ബോക്സിന്റെ ഉള്ളിലുള്ള 2x by pi മൈനസ് ഓഫ് 2x by pi ആവും. അപ്പൊ അതിനെ മൈനസ് ബോക്സ് ഓഫ് 2x by pi എന്ന് എഴുതണോ അതോ മൈനസ് ബോക്സ് ഓഫ് 2x by pi അഗൈൻ ഒരു -1 ഇടണോ എന്ന കൺഫ്യൂഷൻ വരും. അതിനാണ് നമ്മൾ മറികടക്കുന്നത്. അപ്പൊ ഇതിന്റെ രണ്ട് ഡെഫിനേഷൻ പോസിബിൾ ആണ്. ബോക്സ് ഓഫ് -x ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് -xന് രണ്ട് ഡെഫിനേഷൻസ് ഉണ്ട്. ഒന്ന് ഇന്റിജർ ആകുമ്പോഴും ഒന്ന് ഇന്റിജർ അല്ലാത്തപ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടായിട്ട് അസ്യൂം ചെയ്യും. ഫസ്റ്റ് വി അസ്യൂം ദാറ്റ് ഈസ് ആൻ ഇന്റിജർ, ആഫ്റ്റർ ദാറ്റ് വി അസ്യൂം ദാറ്റ് ഈസ് എ നോൺ ഇന്റിജർ. രണ്ട് കേസും വേറെ വേറെ നോക്കും. അപ്പൊ ആദ്യം ബോക്സിനുള്ളിൽ ആരാ ഉള്ളത്? 2 by pi ആണ്. 2 by pi ഈസ് ആൻ ഇന്റിജർ. ഇതാണ് നമ്മൾ അസംഷൻ. 2 by pi ഈസ് ഈക്വൽ ടു ഇന്റിജർ. 2x by pi. 2x by pi. അപ്പൊ എക്സ് എന്തായിരിക്കും? an integral multiple of integer I അല്ലല്ലോ, ഒരു n എന്ന് കൊടുത്താൽ മതിയല്ലോ, n. So x is equal to n times pi by 2. Integral multiple of pi by 2 ആണ്. അപ്പൊ പിന്നെ ഈ ഫംഗ്ഷന്റെ കാര്യം നിങ്ങൾ പറയേ വേണ്ട. ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് pi by 2 ആവുന്ന സമയത്ത് cos x ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ -1 ആവും. സോ cos of n pi by 2 divided by minus box of cos of n pi by 2 ഓടാണെന്ന് ഉറപ്പുണ്ടോ? ഓടാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പൊ പരിപാടി തീർന്നേ. X is not an integral multiple of pi and the box denotes the greatest integer function. Okay. ചെറിയൊരു കൺഫ്യൂഷൻ. ഈ n pi by 2 n ഓടാണെങ്കിൽ കോസ് ഓഫ് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് pi by 2 നമുക്ക് പെട്ടെന്ന് 0 എന്ന് എഴുതി അങ്ങ് പോവായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ പറയാൻ കഴിയുന്നില്ല. വേണ്ട. 2 by pi times -x plus 1 by 2. I think that is plus 1 by 2. Yes. അപ്പൊ ഇവിടെ 3 വാല്യൂസ് ആണ് പോസിബിൾ ആവുക. n ഒരു മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ ഇയാൾ 1 ആവും. n ഒരു മൾട്ടിപ്പിൾ ഓഫ് 2 ആണെങ്കിൽ, അതായത് 2 but not 4 അങ്ങനെയാണെങ്കിൽ ഇയാൾ -1 ആവും. കോസ് ഓഫ് 2n plus 1 pi എന്ന് വരും. അത് -1 ആണ്.
കോസ് ഓഫ് 2n പൈ ആണെങ്കിൽ അത് 1 ആണ്. ബാക്കി ഓടാണ്, n ഓടാണെങ്കിൽ 2n + 1 പൈ ബൈ 2 എന്ന് തന്നെ വരും, അത് 0 ആണ്. ഇങ്ങനെ 3 പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്. യെസ്, എന്തായാലും കോസ് ഓഫ് n പൈ ബൈ 2 മൈനസ് എടുക്കണമല്ലോ അല്ലേ? പക്ഷെ മൈനസ് എടുത്തുകൊണ്ട് കാര്യമില്ല, കോസ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെയാണ്. അതൊരു സാധ്യതയാണല്ലോ. ന്യൂമറേറ്ററിൽ കോസ് എക്സ് അല്ലേ? കോസ് എക്സ് ഓൾറെഡി ഒരു ഈവൺ ഫംഗ്ഷൻ ആണ്. പിന്നെ എന്തിനാ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ചിന്തിച്ച് ഓടാണോ ഈവൺ ആണോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ബേസിക്കലി എഫ് എക്സ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ ഒരു കോസ് എക്സ്, താഴെ വേറൊരു ഫംഗ്ഷൻ ആണ്. ന്യൂമറേറ്ററിൽ ഓൾറെഡി ഈവൺ ആണ്. ഇനി താഴെയുള്ള ഫംഗ്ഷൻ ഈവൺ ആണെങ്കിൽ ഈവൺ ബൈ ഈവൺ നമുക്ക് ആൻസർ ഈവൺ എന്ന് കൺക്ലൂഡ് ചെയ്യാം. താഴത്തെ ഫംഗ്ഷൻ ഓഡ് ആണെങ്കിൽ ന്യൂമറേറ്റർ ഈസ് ഓൾറെഡി കോസ് എക്സ്, ദാറ്റ് ഈസ് ഈവൺ. താഴത്തത് അനലൈസ് ചെയ്യുമ്പോൾ ഓടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈവൺ ബൈ ഓഡ് ഓടാവും. ഓ നൈസ്, ഇതാണ് കാര്യം. നമുക്ക് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാൻ? അപ്പൊ കോസ് എക്സിനെ പറ്റി ഇനി ബോധർ ചെയ്യണ്ട, ബിക്കോസ് കോസ് എക്സ് ഇസ് ഓൾറെഡി ഈവൺ. ഇനി നമ്മൾ ഈ ഫംഗ്ഷനെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ബോക്സ് ഓഫ് 2 ബൈ പൈ എക്സ് പ്ലസ് 1 ബൈ 2. അതിൽ ഈ 2 ബൈ പൈ എക്സ് ഇൻറ്റീജർ ആവുന്ന കേസിൽ ഇയാൾ മൈനസ് ഓഫ് 2 ബൈ പൈ എക്സ് ആവും. അപ്പൊ ഒരു ഇൻറ്റീജർ മൈനസ് ഓഫ് ആൻ ഇൻറ്റീജർ പ്ലസ് 1 ബൈ 2 എന്ന് വരും. When x is not an integer, x does not belongs to integers. x integer അല്ലെങ്കിൽ അതായത് 2x by pi is not an integer. ഇങ്ങനെ വന്നാൽ ബോക്സ് ഓഫ് 2 by pi x പ്ലസ് 1 by 2 ആണല്ലോ നമ്മൾ g of x ആയിട്ട് എടുക്കുന്നത്. സോ g of minus x is equal to ബോക്സ് ഓഫ് മൈനസ് ഓഫ് 2x by pi പ്ലസ് 1 ബൈ 2. ഇത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു. ബോക്സിന്റെ ഉള്ളിൽ ഇന്റിജർ അല്ലെങ്കിൽ ബോക്സ് ഓഫ് മൈനസ് എക്സ് മൈനസ് ബോക്സ് എക്സ് അഗെയിൻ മൈനസ് 1 ആണ്. സോ ദിസ് ഇസ് മൈനസ് ഓഫ് ബോക്സ് ഓഫ് 2x ബൈ പൈ മൈനസ് 1 പ്ലസ് 1 ബൈ 2, അഥവാ മൈനസ് ഓഫ് ബോക്സ് ഓഫ് 2x ബൈ പൈ മൈനസ് 1 പ്ലസ് 1 ബൈ 2 ഈസ് മൈനസ് 1 ബൈ 2. ആ മൈനസ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ മൈനസ് ഓഫ് ബോക്സ് ഓഫ് 2x ബൈ പൈ പ്ലസ് 1 ബൈ 2 എന്ന് തന്നെ വരും. അതായത് നേരത്തെ എന്താണോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് അതിന്റെ നേരെ നെഗറ്റീവ്, എഫ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് എക്സ്. അതായത് അയാൾ ഓടാണ്. അപ്പൊ ന്യൂമറേറ്റർ ഈവൺ, ഡിനോമിനേറ്റർ ഓഡ്. ഈവൺ ബൈ ഓഡ് is equal to odd എന്ന് കൺക്ലൂഡ് ചെയ്യാം. So that given function is an example for odd function. I know it's very difficult to find it out. അതൊന്നും ഇങ്ങനെ മനസ്സിലാക്കി കൊണ്ടുവരാൻ, കാരണം ഈ ബോക്സ് ഓഫ് 2 ബൈ പൈ എക്സിന്റെ മുകളിൽ നമ്മൾ കിടന്ന് വലയും. We assume that 2 by pi x doesn't belongs to integers. അപ്പൊ അവിടെ ഫോർമുല ബോക്സ് ഓഫ് മൈനസ് എക്സ് മൈനസ് ഓഫ് ബോക്സ് എക്സ് മൈനസ് 1 ആണ്. ആ മൈനസ് 1 ഈ പ്ലസ് 1 ബൈ 2 കൂടെ ചേരുമ്പോൾ മൈനസ് 1 ബൈ 2 ആവും. അപ്പോൾ രണ്ട് ടേമും നമുക്ക് മൈനസ് ഓഫ് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ മൈനസ് പുറത്ത് വന്നാൽ ഒറിജിനൽ ഫംഗ്ഷൻ അവിടെ തിരിച്ചു കിട്ടും. Yes. So best choice is, this is an odd function, option 1. Okay. നമ്മൾ ക്ലാസ്സിന് സമയം തീരെ ഒരു 7 മിനിറ്റ് കൂടി ഉള്ളൂ. ആ 7 മിനിറ്റിനുള്ളിൽ എത്രയാണോ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുക അത്രയും കൂടെ നമ്മൾ ചെയ്യും. Which of the following function is not periodic? പീരിയോഡിക് അല്ലാത്തത് ഏതാണ്? ഈ ആദ്യത്തെ ഫംഗ്ഷൻ കാണുമ്പോൾ 2x എന്നൊക്കെ കാണുമ്പോൾ ഇത് പീരിയോഡിക് അല്ല, അത് ബബിൾ ചെയ്ത് കളയാന്ന് പെട്ടെന്ന് തോന്നും. ആക്ച്വലി നിങ്ങൾ ചെയ്യേണ്ടത് 2x ഡിവൈഡ് ബൈ 2 box x is 2x മൈനസ് ബോക്സ് എക്സ്. അതറിയാത്ത ആരും ഉണ്ടാവില്ല. അതായത് 2m ഡിവൈഡഡ് ബൈ 2n is equal to 2m minus n. ഒരേ നമ്പറിന്റെ തന്നെ ഡിഫറെന്റ് പവേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ പവറുകൾ സബ്ട്രാക്ട് ചെയ്യാറുണ്ട്, അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പവർ ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെ നോർമൽ തിങ്. യെസ്, ഈ എക്സ് മൈനസ് ബോക്സ് എക്സ് ഫ്രാക്ഷണൽ പാർട്ട് എക്സ് ആണ്. എക്സ് മൈനസ് ബോക്സ് എക്സിനെ 2 ഫ്രാക്ഷണൽ പാർട്ട് എക്സ് എന്ന് എഴുതാം. നേരത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ഫ്രാക്ഷണൽ പാർട്ട് എക്സ് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് 2 ഫ്രാക്ഷണൽ പാർട്ട് എക്സ് ഉറപ്പായിട്ടും പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കും. കാര്യം ഈ ഫംഗ്ഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എക്സ് കൊടുത്താൽ ആദ്യം ഫ്രാക്ഷണൽ പാർട്ട് അയാൾ അക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് ആ ഫ്രാക്ഷണൽ പാർട്ട് ജനറേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് 2 പാസ് ചെയ്യുക. ദാറ്റ് ഇസ് ഹൗ ദിസ് ഫംഗ്ഷൻ ഇസ് ഓപ്പറേറ്റിംഗ്. അങ്ങനെ 2x പീരിയോഡിക് ഫംഗ്ഷൻ അല്ല, ദാറ്റ് ഐ അഗ്രി. പക്ഷെ 2x വാല്യൂ സപ്ലൈ ചെയ്യുന്നത് ഫ്രാക്ഷണൽ പാർട്ട് എക്സ് ആണ്. അയാൾ പീരിയോഡിക് ആയിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ 2x ജനറേറ്റ് ചെയ്യുന്ന വാല്യൂ ഓട്ടോമാറ്റിക്കലി പീരിയോഡിക് ആയി പോകും. അതാണ് അതിന്റെ ഒരു ന്യായം. സൈൻ ഇൻവേഴ്സ് ഓഫ് ഫ്രാക്ഷണൽ പാർട്ട് എക്സ് അങ്ങനെ തന്നെയാണ്. സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് നോട്ട് പീരിയോഡിക്, ബട്ട് ഫ്രാക്ഷണൽ പാർട്ട് എക്സ് ഇസ് പീരിയോഡിക്. ഉള്ളിലെ ഫംഗ്ഷൻ പീരിയോഡിക് ആണെങ്കിൽ ഓവറോൾ ഫംഗ്ഷൻ എപ്പോഴും പീരിയോഡിക് ആവും. അടുത്ത സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട്, ഇതൊന്നും പീരിയോഡിക് അല്ല, പക്ഷെ അതിന്റെ ഉള്ളിൽ കോസ് എക്സ് ആണ്. കോസ് എക്സ് ഇസ് പീരിയോഡിക് വിത്ത് പീരിയോഡ് 2π, അതുകൊണ്ട് ഇയാളും പീരിയോഡിക് ആണ്. ചോദ്യം എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എന്നാണ്. ഇവിടെ ഇതിന്റെ ഉള്ളിൽ നോക്കിയ x² ആണ്. സൈൻ ഇൻവേഴ്സ് കോസ്
പീരിയോഡിക് ഫംഗ്ഷൻ ആണ്, ഒരു സംശയമില്ല. സൈൻ ഇൻവേഴ്സ് ഓഫ് കോസ് വരെ ഒരു സംശയമില്ല പീരിയോഡിക് ആണ്. അതിന്റെ ഉള്ളിൽ ഇനി ഇത് പീരിയോഡിക് ആവണമെങ്കിൽ, ഒരു പോളിനോമിയൽ വന്നാൽ അത് പീരിയോഡിക് ആവണമെങ്കിൽ ഈ എക്സ് സ്ക്വയറിന് പകരം ഒരു ലീനിയർ പോളിനോമിയൽ വരണമായിരുന്നു, ax+b. അങ്ങനെ ആയിരുന്നെങ്കിൽ അതും പീരിയോഡിക് ആയേനെ. ഈ എക്സ് സ്ക്വയറിന് ഒരു 2x, 2x+3, 4x, -4x+5 അങ്ങനെ ഒരു ലീനിയർ ആയിരുന്നെങ്കിൽ ഈ മൊത്തം ഫംഗ്ഷൻ പീരിയോഡിക് ആവും. ഇവിടെ ഇപ്പൊ ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് കൊടുക്കാവുന്നത്. ദാറ്റ് ഈസ് ദ ഓൺലി ഫംഗ്ഷൻ വിച്ച് ഇസ് നോട്ട് പീരിയോഡിക്. ബാക്കി മൂന്നും പീരിയോഡിക് ആണ്. ബിക്കോസ് all those function, the innermost function, അത് കോമ്പോസിഷൻ ആണല്ലോ, കോമ്പോസിഷന്റെ innermost function പീരിയോഡിക് ആണ്. That is the reason. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? യെസ്, അടുത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് 2-3 കാര്യങ്ങൾ അറിയണം. അതിലൊന്ന്, if f is periodic with period t, then f of, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ഫംഗ്ഷൻ പീരിയോഡിക് ആണെങ്കിൽ ഉള്ളിൽ പോളിനോമിയൽ വരുമ്പോൾ ആ പോളിനോമിയൽ ലീനിയർ ആണെങ്കിലേ ഫർദർ പീരിയോഡിക് ആവുള്ളൂ. എക്സ് സ്ക്വയർ റൂട്ട് എക്സ് എക്സ് എന്ന് വന്നു കഴിഞ്ഞാൽ ഫർദർ നോ മോർ പീരിയോഡിക്. സോ അതുകൊണ്ട് എഫ് ഓഫ് ax+b പീരിയോഡിക് തന്നെ ആയിരിക്കും. ആ പീരീഡ് ഞാൻ ടി ഡാഷ് എന്ന് വിളിക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ഡിവൈഡഡ് ബൈ മോഡ് എ. മോഡ് എ ആക്ച്വലി ആവശ്യമില്ല, എ മതി. പക്ഷെ ചിലപ്പോൾ എ നെഗറ്റീവ് ആവും. അപ്പോൾ ടി ബൈ എ എഴുതുമ്പോൾ അത് നെഗറ്റീവ് നമ്പർ ആയി പോകാൻ സാധ്യതയുണ്ട്. പീരീഡ് ഒരിക്കലും നെഗറ്റീവ് ആവരുത്. അതുകൊണ്ട് ഒരു മോഡ് ഇട്ടുന്നേ ഉള്ളൂ. ചില ടെസ്റ്റുകളൊക്കെ മൊത്തത്തിലായിരിക്കും മോഡ് ഇട്ടുണ്ടാവുക, മോഡൽസ് ഓഫ് ടി ബൈ എ. ഇവിടെ പിന്നെ ഞാൻ മൊത്തത്തിൽ മോഡ് ഇടാത്തതിന്റെ കാരണം ഇവിടെ പീരീഡ് ടി ആണല്ലോ എടുത്തത്. ഫണ്ടമെന്റൽ പീരീഡ് എപ്പോഴും പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുക. അതുകൊണ്ട് ഈ ടി ഓൾറെഡി പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ പിന്നെ അയാൾക്ക് പിന്നെ വേറൊരു മോഡിന്റെ ആവശ്യമില്ല. അങ്ങനെ രണ്ടാമത്തെ കാര്യം, എഫ് ഈസ് പീരിയോഡിക് വിത്ത് പീരിയോഡ് T1, ജി ഈസ് ഓൾസോ പീരിയോഡിക് വിത്ത് പീരിയോഡ് T2. അങ്ങനെയാണെങ്കിൽ എഫ് പ്ലസ് ജി, എഫ് മൈനസ് ജി, എഫ് ഇൻറ്റു ജി, എഫ് ബൈ ജി, ഈ 4 ഫംഗ്ഷൻസും എന്തായിരിക്കും? ആർ പീരിയോഡിക് വിത്ത് അതിന്റെ പീരീഡ് ടി ഡാഷ് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ടി ഡാഷ് ഈസ് ഈക്വൽ ടു LCM ഓഫ് T1, T2. ദാറ്റ് നീഡ് നോട്ട് ബി ഫണ്ടമെന്റൽ പീരീഡ്. അത് പ്രത്യേകം പറയണല്ലോ, നീഡ് നോട്ട് ബി ഫണ്ടമെന്റൽ പീരീഡ്. അതായത് LCM ഓഫ് T1, T2 എടുത്താൽ, T1 T2 കൂടി LCM എടുത്താൽ ഡെഫിനറ്റ് ആയിട്ടും ആ നമ്പർ, ആ LCM ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന നമ്പറിന് അബൌട്ട് ഈ 4 ഫംഗ്ഷൻസ് എഫ് പ്ലസ് ജി, എഫ് മൈനസ് ജി, എഫ് ജി, എഫ് ബൈ ജി ഒക്കെ പീരിയോഡിക് ആയിരിക്കും. ബട്ട് ദാറ്റ് പീരീഡ് ഈസ് നോട്ട് നെസസറിലി ബി എ ഫണ്ടമെന്റൽ പീരീഡ്. ചില അവസരങ്ങളിൽ അത് ഫണ്ടമെന്റൽ പീരീഡ് ആവാം. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പ്രോമിസ് പറയാൻ കഴിയില്ല. സംടൈംസ് ദാറ്റ് മീൻസ് ദാറ്റ് മേ ഓർ മേ നോട്ട് ബി ഫണ്ടമെന്റൽ പീരീഡ്. ഓക്കെ, ഇത്രയും മതി എന്ന് തോന്നുന്നു. അത്രയും അറിവ് വെച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യാം. ഇവിടെ നോക്കി, ഇവിടെ ഒരു nx+n ഉണ്ട്, ഇവിടെ nx+n ഉണ്ട്. അപ്പൊ അത് nx+n മൈനസ് ബോക്സ് ഓഫ് എന്ന് വെച്ചാൽ എക്സ് മൈനസ് ബോക്സ് എക്സ് പോലെയാണ് കിടക്കുന്നത്. അപ്പൊ ആ ഒരു പാർട്ട് ഇത്രയും നീളത്തിലുള്ള നമുക്ക് എന്ത് എഴുതാം? ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് nx+n എന്ന് വിളിക്കാം. ഓക്കെ, പ്ലസ് ടാൻ ഓഫ് πx/2. ഇനി കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. ഈ ഫ്രാക്ഷണൽ പാർട്ട് എക്സ് പീരിയോഡിക് ആണ് വിത്ത് പീരിയോഡ് 1. പക്ഷെ ഇവിടെ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് അല്ല, അതിന്റെ ഉള്ളിൽ nx+n ആണ്. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് nx+n ആണ്. അതുകൊണ്ട് 1നെ ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഏതാ ഫോർമുല? ഇഫ് എഫ് ഈസ് പീരിയോഡിക് വിത്ത് പീരിയോഡ് ടി, ദെൻ എഫ് ഓഫ് ax+b ഈസ് പീരിയോഡിക് വിത്ത് പീരിയോഡ് ടി ബൈ മോഡ് എ. അത് തന്നെ കാര്യം. അപ്പൊ ഇയാളുടെ പീരീഡ് 1/n. ഇവിടെയും പീരിയോഡിക് ആണ്. ടാൻ ഇസ് എ പീരിയോഡിക് ഫംഗ്ഷൻ. ടാന്റെ പീരീഡ് പൈ ആണ്. പക്ഷെ ഇവിടെ എക്സിന്റെ കൂടെ ഒരു π/2 ഉണ്ട്. ആ π/2 നമ്മൾ ഡിവൈഡ് ചെയ്യണം. സോ പൈ ഡിവൈഡഡ് ബൈ π/2, പൈ ക്യാൻസൽ ചെയ്താൽ ഇത് 2 ആവും. അപ്പൊ ഇയാളുടെ പീരീഡ് 1/n, ഇയാളുടെ പീരീഡ് 2. അപ്പൊ ഇത് രണ്ടും കൂടി നമ്മൾ LCM എടുത്താൽ മതി. ഏത് ഐഡിയ? എഫ് പ്ലസ് ജി, എഫ് മൈനസ് ജി, എഫ് ഇൻറ്റു ജി, എഫ് ബൈ ജി ആർ പീരിയോഡിക് വിത്ത് പീരിയോഡ് LCM ഓഫ് T1, T2. അത് തന്നെ സംഭവം. സോ ഓവറോൾ പീരീഡ് ടി ഈസ് ഈക്വൽ ടു LCM ഓഫ് 1/n, 2. ഈ 2നെ ഞാൻ 2/1 എന്ന് വിളിക്കുകയാണ്. ഇങ്ങനെ LCM എടുക്കുന്നതിന്റെ ജനറൽ ടെക്നിക്ക് പറഞ്ഞുതരാം. യു ടേക്ക് LCM ഓഫ് ദ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ HCF ഓഫ് ദ ഡിനോമിനേറ്റേഴ്സ്. ഇങ്ങനെയാണ് ഈ രണ്ട് ഫ്രാക്ഷൻസിന്റെ LCM എടുക്കുക. ടേക്ക് ദ LCM ഓഫ് ന്യൂമറേറ്റേഴ്സ് ഡിവൈഡഡ് ബൈ HCF, ഹൈസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് ദ ഡിനോമിനേറ്റേഴ്സ്. അപ്പൊ ഇവിടെ 1ന്റെ 2ന്റെ LCM എടുത്താൽ 2 ആണ്. n-ന്റെ 1ന്റെ HCF എടുത്താൽ 1 ആണ്. 2/1 ഈക്വൽ ടു 2 ഇസ് ദി ആൻസർ. ഇങ്ങനെയാണ് രണ്ട് ഫ്രാക്ഷൻസിന്റെ LCM എടുക്കുക. പലർക്കും ഈ ലോജിക് ഒക്കെ അറിയാമായിരിക്കും, LCM ആണ് എടുക്കുന്നത്. പക്ഷെ LCM എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ രണ്ട് ഫ്രാക്ഷൻസ് ആയിരിക്കും. അപ്പോൾ ഫ്രാക്ഷൻസിന്റെ LCM എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് ഇവിടെ സ്റ്റക്ക് ആയി പോകും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. വേറെയും ക്വസ്റ്റ്യൻസിലൊക്കെ അപ്ലൈ ചെയ്യുക. ഇനി ഇതുപോലെ LCM എടുക്കേണ്ട സാഹചര്യങ്ങളിലൊക്കെ ഇത് ഉപയോഗിച്ച് നോക്കുക. ലൈക്ക് ദാറ്റ്. അർജുൻ KB എന്ത് പറ്റിയടാ? So let us go to next question.
fx is x into 2 minus x when 0 less than or equal x less than or equal to 2. If the definition of f is extended over, കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം, ഈവൺ ആയിട്ടും ഓഡ് ആയിട്ടൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷെ ഇവിടെ പ്രത്യേക രീതിയിലാണ് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്. എഫ് ഓഫ് എക്സ് പ്ലസ് 2 ഈക്വൽ എഫ് എക്സ്. ഇത് കണ്ടാൽ തന്നെ അറിയാം, ഇത് പീരിയോഡിക് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആണ്. ഒരു ഫംഗ്ഷൻ പീരിയോഡിക് വിത്ത് പീരിയോഡ് ടി ആവുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഈക്വൽ ടു എഫ് എക്സ് ആവുമ്പോഴാണ്. ഇവിടെ ടീന്റെ സ്ഥാനത്ത് കൃത്യം അതുപോലെ 2 തന്നിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കി ഒന്ന് വായിച്ച് നിങ്ങൾ പാനിക് ആവണ്ട. ഈ പീരിയോഡിക് എക്സ്റ്റൻഷൻ എന്താണ്, അതിനൊക്കെ തിയറി ഉണ്ട്, ഈവൺ എക്സ്റ്റൻഷൻ ഓഡ് എക്സ്റ്റൻഷൻ പോലെ. പക്ഷെ അതൊന്നും അറിയാതെ തന്നെ ഈ ഒരു ഒറ്റ കീവേഡ് മാത്രം നോക്കി നമുക്ക് ആൻസർ പറയാം. ദിസ് വിൽ ബി പീരിയോഡിക് വിത്ത് പീരിയോഡ് 2. അടുത്തത് അത് തന്നെയാണ് തന്നേക്കുന്നത്. അടുത്ത് നോക്കണം. ഇഫ് എഫ് ഈസ് പീരിയോഡിക് ജി ഈസ് പോളിനോമിയൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു ഫംഗ്ഷൻ എഫ് പീരിയോഡിക് ആണ്, എന്നിട്ട് ജി പോളിനോമിയലും ആണ്. അങ്ങനെ പോളിനോമിയൽ ആയിട്ട് എഫ് ഓഫ് ജി പീരിയോഡിക് ആവണമെങ്കിൽ ഈ ജി ലീനിയർ പോളിനോമിയൽ തന്നെ വേണം. ലീനിയർ പോളിനോമിയൽസ് ആർ ഓൾവേസ് ഇൻ ദ ഫോം എ എക്സ് പ്ലസ് ബി. ആ എയും ബിയും കണ്ടുപിടിക്കാൻ ഇവിടെ 2 ഹിന്റുകൾ തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് സോൾവ് ചെയ്താൽ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കൂ. ഇഫ് എഫ് ഈസ് പീരിയോഡിക് ജി ഈസ് പോളിനോമിയൽ. പോളിനോമിയൽ പറയുമ്പോൾ ലീനിയർ, ക്വാഡ്രാറ്റിക്, പലതരത്തിലുള്ള പോളിനോമിയൽ ഉണ്ട്. ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈസ് പീരിയോഡിക് എന്ന് കണ്ടാൽ ഉടനെ മനസ്സിലായിക്കോണം ഈ പോളിനോമിയൽ എന്ന് പറഞ്ഞത് ക്വാഡ്രാറ്റിക്കോ ക്യൂബിക്കോ അങ്ങനെയുള്ള പോളിനോമിയൽസ് ഒന്നും അല്ല. അത് സ്ട്രിക്ട്ലി ഏത് പോളിനോമിയലേ പറ്റുള്ളൂ, ലീനിയർ മാത്രമേ പറ്റുള്ളൂ. എന്നാലേ എഫ് ഡോട്ട് ജി അഥവാ എഫ് ഓഫ് ജി ഓഫ് എക്സ് പീരിയോഡിക് ആവുള്ളൂ. ഇന്നർ ഫംഗ്ഷൻ പോളിനോമിയൽ വന്നാലും ആ പീരിയോഡിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആ പോളിനോമിയൽ ലീനിയർ ആവണം. അതുകൊണ്ട് ജി ആയിട്ട് നമുക്ക് ആരെ എടുക്കാം, ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. ഇനി ഇവിടെ ജി ഓഫ് 2 തന്നിട്ടുണ്ട്. ജി ഓഫ് 2 കിട്ടണമെങ്കിൽ എക്സിന് 2 കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ 2a പ്ലസ് ബി ഇസ് ഈക്വൽ ടു ജി ഓഫ് 2ന്റെ വാല്യൂ തന്നെ. ദാറ്റ് ഇസ് ഇനി ഞാൻ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. 2 വേരിയബിൾ 2 ഇക്വേഷൻ സിസ്റ്റം. നമ്മൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിക്കുന്ന എ ബി എന്ന് പറയുന്നത് 2 അൺനോൺസ് 2 ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ഓൾറെഡി കിട്ടി. ജി ഓഫ് 4 ഈക്വൽ 7 കൊടുത്താൽ അടുത്ത കിട്ടും. സോ 4a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 7. ഇത് രണ്ടും കൂടി ചുമ്മാ സബ്ട്രാക്ട് ചെയ്യാം. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇയാൾ 1 ഇയാൾ 2 എന്നിട്ട് ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 ഒരു യമണ്ടൻ ഇംപ്ലൈസ് അങ്ങനെ ഉണ്ടാവില്ലേ. അത് സബ്ട്രാക്ട് ചെയ്താൽ 2a 4a മൈനസ് 2a is 2a, b ക്യാൻസൽ ആവും. ദിസ് ഇസ് ഈക്വൽ ടു 4, a is equal to 2. എന്നിട്ട് ഇങ്ങനെ എഴുതി വെക്കും സബ്സ്റ്റിറ്റ്യൂട്ടിങ് a is equal to 2 ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇവിടെ കൊടുത്താൽ 2 into 2 4 plus b is equal to 3. So b is equal to 3 minus 4 is minus 1. വെറുതെ പറഞ്ഞേ ഉള്ളൂ. വെറുതെ ഇങ്ങനെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ അത് പറയാൻ പറ്റേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? യെസ്. അത് കഴിഞ്ഞിട്ട് ഇനി ജി ഓഫ് 6 കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ എയും ബിയും നമുക്ക് എവിടെ കൊണ്ടുപോയി കൊടുക്കാം, ഈ ജി ഓഫ് എക്സിൽ തിരിച്ചു കൊടുത്ത് ജി ഓഫ് എക്സിനെ ഒന്ന് ബെറ്റർ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. സോ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ ഈസ് 2 ആൻഡ് ബി ഈസ് -1. അപ്പൊ അത് 2x -1 ആവും. ആൻഡ് ഫൈനലി ക്വസ്റ്റ്യൻ ഈസ് ജി ഓഫ് 6. ജി ഓഫ് 6 കിട്ടാൻ ഈ എക്സിന് 6 കൊടുത്താൽ മതി. സോ 2 into 6 -1, 2 into 6 is 12, 12 minus 1 is 11, blah blah blah. Okay, end of story. Option 3. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഒറ്റ ലോജിക് അറിഞ്ഞാൽ മതി. ഈ എഫ് പീരിയോഡിക് ആയിട്ട് എഫ് ഡോട്ട് ജി വീണ്ടും പീരിയോഡിക് ആവണമെങ്കിൽ ജി എക്സ് ലീനിയർ ആവണം. ലീനിയറിന്റെ സ്റ്റാൻഡേർഡ് ഫോം എ എക്സ് പ്ലസ് ബി ആണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ എ ബി 2 അൺനോൺസ് വേണം. 2 അൺനോൺസ് സോൾവ് ചെയ്യണമെങ്കിൽ 2 ഇക്വേഷൻ വേണം. 2 ഇക്വേഷൻ കിട്ടാനുള്ള ഹിന്റ് വളരെ നന്നായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ എയും ബിയും കിട്ടും. അതോടെ ജി ഓഫ് എക്സ് കിട്ടും. ജി ഓഫ് എക്സ് കിട്ടിയാൽ ജി ഓഫ് 6 കിട്ടും. എക്സിന് 6 കൊടുത്താൽ മതി. ഓക്കെ ഗൈസ്, അപ്പൊ സമയം തീർന്നു. ക്വസ്റ്റ്യൻസ് തീർന്നിട്ടില്ല. എനിക്ക് ഇനിയും ക്ലാസ് എടുക്കണമെന്നൊക്കെ നല്ല താല്പര്യമുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ നിന്ന് ചെയ്യണമെന്ന് എനിക്ക് വളരെ അതിയായ ആഗ്രഹമുണ്ട് എന്ന് നിങ്ങൾക്കും അറിയാലോ. എനിവേ സമയം തീർന്നുകൊണ്ട് തൽക്കാലം ഇന്നത്തേക്ക് നിർത്തുകയാണ്. ഓക്കെ, സി യു. ഇനി എപ്പോഴാണ് അടുത്ത വൺ ഷോട്ട് വരികയെന്നറിയില്ല. വരുന്ന സമയത്ത് നമുക്ക് കാണാം. അപ്പോൾ എന്ത് ചെയ്യാം, യെസ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, നന്നായിട്ട് പഠിക്കുക, അത്രേ ഉള്ളൂ. താങ്ക് യു. കഴിഞ്ഞില്ല.